ഈ അർത്ഥത്തിൽ ഇതൊന്നും ഇനി കേട്ടു നോക്കൂ. ഈ അർത്ഥം ധരിച്ച് ഭഗവാന്റെ മഹിമകളൊന്ന് ഉൾക്കൊണ്ടിട്ട് അമ്പലത്തിലൊന്ന് കയറി തൊഴുതു നോക്കൂ. വിധം ഇന്നലത്തെ മാതിരിയാവില്ല, വ്യത്യാസം ഉണ്ടാവും. ഭഗവാന്റെ വിവാഹങ്ങളെ കുറിച്ച് പറയുമ്പം 16,008 വിവാഹം കഴിച്ചു എന്നൊക്കെയുള്ള 16,008 പ്രകാരത്തിൽ ഭഗവാനെ കണ്ടു എന്നൊക്കെ ഇപ്പൊ ഈ ഇവിടെയൊക്കെ പറയും. ഈ വാസ്തവത്തിൽ നമ്മൾ ഈ ഭഗവാന്റെ വിവാഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് പലപ്പോഴും ഈ ഗ്രന്ഥങ്ങളൊക്കെ ഒരു ഒഴുക്കം മട്ടിന് ഇങ്ങനെ വായിച്ചു പോണ കൂട്ടരുടെ വിചാരം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഈ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച കാര്യമാണെന്നാണ് പലരും വിചാരിച്ചത്. അങ്ങനെയാണ് ധരിക്കുക. എന്താ ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ലോകത്തില് നമ്മൾക്ക് അങ്ങനെയൊക്കെയാണല്ലോ പരിചയം. വിവാഹം ചെയ്യുക, അങ്ങനെ 1, 2, 4, 3 ഒക്കെ ആയിട്ട്. ഇപ്പൊ പിന്നെ 4, 3 ഒന്നും പറ്റാത്തതുകൊണ്ട് ഒന്നുമില്ല അങ്ങോട്ട് ഒതുക്കുക എന്നൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയുള്ള ഏർപ്പാടാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചത്. ഈ ഭാഗവതം പോലെയുള്ള ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി വെക്കുമ്പം അതിലൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പം അതിനൊക്കെ ചില തത്വാർത്ഥങ്ങളെയും ചില സമ്പ്രദായങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് പറയുക. അതുകൊണ്ടാണ് ഇത്തരം ശാസ്ത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഗുരുമുഖാൽ ജ്ഞേയം എന്ന് പറയും. ഏത് ശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ നല്ലത് ഏതെങ്കിലും ഗുരുനാഥന്മാരുടെ അടുത്ത് പോയിരുന്ന വിധി പോലെ പഠിക്കുകച്ചാൽ അതിനെന്തുണ്ടാവും? വകതിരിവും വെളിച്ചവും ഉണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് അത് കേൾക്കുമ്പോൾ അതാണെന്ന് തോന്നും, ഇത് കേൾക്കുമ്പോൾ ഇതാണ് തോന്നും, ആ പുസ്തകം വായിക്കുമ്പോൾ അതാണ് തോന്നും, ഈ പുസ്തകം വായിക്കുമ്പോൾ ഇതാണ് തോന്നും, മറ്റേ പുസ്തകം വായിക്കുമ്പോൾ അതാണ് തോന്നും. ഒടുക്കം നോക്കുമ്പോൾ നമുക്കൊരു പുസ്തകം പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. തോട്ടിക്കൂടിയൊക്കെ ഒഴുകി പോണ മാതിരി എന്താ ഒഴുകി വരുന്നു വെച്ചാൽ അത് ഒഴുകി അങ്ങോട്ട് പോകുന്നല്ലാതെ അതിലൊന്നും ഉണ്ടാവില്ല. ഒടുക്കം എന്ന് പറയുമ്പോൾ അങ്ങനെ ആവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും വെക്കുമ്പം നമുക്ക് നമ്മുടെ ഉള്ളില് ഒരു കഥയുണ്ടാവണം, ഒരു ബോധം ഉണ്ടാവണം. അപ്പൊ എന്താ ഇപ്പൊ ഈ ഭഗവാന്റെ 16,008 ഭാര്യമാരുടെ സമ്പ്രദായം? അതിനൊരു ചെറിയ തത്വാർത്ഥമുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെച്ച് എവിടെയെങ്കിലും കുറിച്ചു വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ വഷള് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് കുറച്ച് ഭേദവും. അതായത് ഇപ്പൊ ഭഗവാന്റെ വിവാഹത്തെ കുറിച്ച് പറയുമ്പം നമ്മുടെ ആൾക്കാരെന്നെ എത്ര മോശമായിട്ട് അതിനെക്കുറിച്ച് പറയുക പതിവ്. അന്യന്മാര് പറയുന്നത് പോട്ടെ, അവറ്റകൾക്ക് ഇവരല്ലായോണ്ട് പറയണു. ഇവരുണ്ട് അമ്പലത്തിൽ 4 നേരം വന്ന് കടന്ന് പാറാവ് നിന്ന് പോണോര് അന്തല്യായ പറയുന്നുണ്ട്. പിന്നെ പല അത് ശരിയല്ലേ? ഇത് അത്രയ്ക്ക് 2 നേരം തൊഴും ചെയ്യും, അന്തല്യായ പറയുകയും ചെയ്യും. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്താ ഇപ്പൊ ഈ 16,008 എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ഈ 16,008 വിവാഹത്തെ കുറിച്ച് പറയുമ്പോഴേ അതില് ആ പറഞ്ഞ പ്രകാരത്തെ ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? എന്താണ് ഈ 16,008 എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാവും. 8 വിവാഹങ്ങളെ പ്രത്യേകമായിട്ട് ഓരോന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞതിന്റെ ശേഷമാണ് 16,000 കുറിച്ച് പറഞ്ഞത്. 8 വിവാഹം. ആദ്യത്തേത് രുക്മിണി, ജാംബവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ എന്ന് പറഞ്ഞിട്ട് 8 പേരെ ഓരോരുത്തരെ വിവാഹം ചെയ്ത പ്രകാരം അവരേതേത് രാജ്യത്തെ കുമാരിമാരായിരുന്നു എന്നുള്ള ചരിത്രം, അവരെ ആ ഭഗവാൻ വിവാഹം ചെയ്തതുണ്ടായ സാഹചര്യം, ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് ഈ 8 എണ്ണം പറഞ്ഞത്. ഈ 8 വിവാഹത്തെ വിസ്തരിച്ച് പറഞ്ഞതിന്റെ ശേഷമാണ് 16,000 വിവാഹത്തെക്കുറിച്ച് ഒരൊറ്റ ഒഴുക്കിനെ പറഞ്ഞിട്ടുള്ളത്. എവിടുത്തെ കുട്ടിയാണ്, ഏത് പ്രകാരത്തിലാണ് വിവാഹം കഴിച്ചത്, എന്നാണ് കഴിച്ചത്, എങ്ങനെയാണെന്നൊന്നും പറഞ്ഞില്ല. ഒരു വാചകത്തിൽ അതങ്ങോട്ട് കഴിഞ്ഞു. 16,008 കാര്യം ഒരു വാചകത്തിലും 8 എണ്ണത്തിൻ്റെത് 2 അധ്യായത്തിലാണ് കഴിച്ചത്. മനസ്സിലായില്ലേ? അപ്പൊ അത് ഒന്ന് വിസ്തരിച്ചും പറഞ്ഞു, ഒന്ന് ചുരുക്കിയിട്ട് അങ്ങോട്ട് ഒരു വാചകത്തിൽ പറയുകയും ചെയ്തു. എന്താ അങ്ങനെ പറഞ്ഞത് ചോദിച്ചാല് ഈ 16,008 എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ പ്രത്യേകം ധരിക്കേണ്ടത് ഈ ഇപ്പം 16,008 എന്നും പറയും. ചില സമ്പ്രദായത്തില് ഇപ്പൊ വിഷ്ണു പുരാണം എന്ന് പറഞ്ഞിട്ടൊരു പുരാണം ഉണ്ട്. ആ പുരാണത്തില് 16,108 എന്നാ പറയുക. 16,108. എന്താ ഈ 16,108 എന്ന്? അപ്പൊ അവിടെ 16,108 എന്ന് പറഞ്ഞാലും ഇവിടെ 16,008 എന്ന് പറഞ്ഞാലും ഇവിടെ തന്നെ വേണമെങ്കിൽ 16,108 എന്ന് വ്യാഖ്യാനിച്ചാലും അതിലൊന്നും വിഷമമൊന്നുമില്ല. പക്ഷെ 8 നേരെയായിട്ട് അവിടെ നിൽക്കണം, അതാണ് പ്രധാനം. എന്താ ഈ 8ന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ പറയും 8 നേരെയായി നിൽക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ചാല് ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഇത് ലേശം തത്വാർത്ഥാണ്, കഥയും നേരം പോക്കൊന്നുമല്ല. അറിയാത്തവരുണ്ടെങ്കിൽ കഷ്ണം കടലാസിൽ എഴുതി വെച്ചോളൂ, മനസ്സിലാക്കി വെക്കാൻ. നമ്മൾ ആദ്യത്തെ ദിവസമേ പറഞ്ഞിരുന്നു ഈ വായനയ്ക്കൊക്കെ ഒരു കഷ്ണം കടലാസ് ആയിട്ട് വന്നോളൂ. എന്താ കാരണം എന്നറിയൂ? അത് നിശ്ചലാത്തതൊക്കെ എഴുതി വെച്ച് കുറിച്ച് മനസ്സിലാക്കി വെക്കാം. ഇല്ലെങ്കിൽ ഇത് പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ മറന്നങ്ങോട്ട് പോകും. അത്രയേ ഉള്ളൂ. നമ്മളിത് മറക്കണതുകൊണ്ട് വിരോധം ഉണ്ടായിട്ടല്ല. നമ്മുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലുണ്ട്. ഇവരൊക്കെ ആയിട്ട് തെറ്റിദ്ധാരണകളൊക്കെ തിരുത്തേണ്ടവർ നമ്മളാണല്ലോ. അതിനാണ് ഇത് ഇങ്ങനെ വെടുപ്പായിട്ട് പറയുന്നത്. ഇതൊന്നും ഇതിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ഒഴുക്കമട്ടിൽ പോയി ആരും ചോദിക്കുകയൊന്നുമില്ല. എന്താ തിരുമേനി പറയാഞ്ഞതെന്ന് ആരും ചോദിക്കൊന്നുമില്ല. പക്ഷെ പറയേണ്ടതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഈ 8 വിവാഹം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഭഗവത്ഗീതയിലെ 7ാമത്തെ അധ്യായത്തില് 4ാമത്തെ ശ്ലോകത്തിൽ പറയും. ഭഗവത്ഗീത 7ാം അധ്യായം 4ാമത്തെ ശ്ലോകത്തില് അവിടെ പറയുന്നൊരു വിഷയമുണ്ട്. അവിടെ പറയാണ് ഭൂമിരാപോനലോ വായു
ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയം മേ ബുദ്ധി അല്ലേ ഭിന്ന പ്രകൃതിരഷ്ടഥ എന്ന് പറയും. ഇതാണ് ആ ശ്ലോകം. ഒന്നും കൂടി പറയാം, അതിന്റെ റെഫറൻസ് മനസ്സിലാക്കി വെച്ചോളൂ. ഭഗവത്ഗീത 7-ാമത്തെ അധ്യായം 4-ാമത്തെ ശ്ലോകം. ഇത് റെഫറൻസ് പറയുന്നത് എന്തിനാ ചോദിച്ചാൽ ആർക്കും പോയി നോക്കാം. അവനവന്റെ കുടുംബത്തെ പുസ്തകം ഉണ്ടെങ്കിൽ പോയി തെരഞ്ഞു നോക്കി കണ്ടുപിടിച്ചോളൂ. കൂടുതൽ വിവരം ഉണ്ടാക്കാനാണ് പറയുന്നത്. അല്ലാതെ അവിടെയും ഇവിടെ ഉള്ളത് ഒരു ഏകദേശത്തിന് ഒപ്പിച്ച് പറയുന്നില്ല. ഉള്ളത് വെറു വൃത്തിയായിട്ട് പറയാം. ആർക്ക് ഏത് എവിടെയും പോയിട്ട് നോക്കി അറിയാം. അത്ര പ്രമാണം നമ്മൾ പറയുള്ളൂ. അപ്പൊ ഈ 7-ാം അധ്യായത്തില് 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതാണ് ഭൂമിരാപോനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയം മേ ഭിന്ന പ്രകൃതിരഷ്ടഥ. ഭൂമി, ആപ, അനില, വായു, ഖം, മനോ, ബുദ്ധി. എന്നെച്ചാൽ ഭൂമി ചൽ പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം. പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം. പിന്നെ ഏതാണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഈ 5ഉം 3ഉം 8 എണ്ണത്തിനെയാണ് ഇവിടെ എന്താ പറഞ്ഞത്? ഭിന്ന പ്രകൃതിരഷ്ടഥ. ഈ 8 തരത്തിൽ എൻ്റെ പ്രകൃതി ഭിന്നയാണ്. 8 പ്രകൃതികളാണ് എനിക്കുള്ളത് എന്നാ പറഞ്ഞത്. ഈ 8 പ്രകൃതികളെ കൊണ്ടാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി എന്നാണ് ഇതിന് പറയുക. പ്രപഞ്ചത്തിൽ ഈ കാണായതിനെയൊക്കെ പ്രകൃതി എന്ന് പറയാം. ആ പ്രകൃതി 8ആയിട്ട് ഭാഗിച്ചിരിക്കുന്നു. ഈ 8 എണ്ണം കൊണ്ടാണ് പ്രപഞ്ചത്തിന്റെ സ്ഥിതി. 8ഉം കൂടിയിട്ട് പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധി അഹങ്കാരം ചേർന്നാൽ പ്രപഞ്ചമായി. അതായത് ഇതിനെ കൊണ്ടാണ് പ്രപഞ്ചത്തെ നിർമ്മിച്ചത്. ഇപ്പൊ നമ്മൾ സയൻസ് പഠിച്ച കൂട്ടർക്ക് മനസ്സിലാവും, ഈ 100 ചില്ലാനം മൂലകങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചത്തിൽ ഉള്ള പദാർത്ഥങ്ങളൊക്കെ നിർമ്മിച്ചത് എന്ന് പറയും. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നിയോൺ, ഹീലിയം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? സയൻസ് പഠിക്കുമ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ 100 ചില്ലാനം മൂലകങ്ങളെ കൊണ്ടാണ് എണ്ണിയാലൊടുങ്ങാത്ത പദാർത്ഥങ്ങൾ പ്രപഞ്ചത്തിലുണ്ടായി. നമുക്ക് എണ്ണി തീർക്കാനൊന്നും പറ്റില്ല. എന്തൊക്കെ ജാതി ഒരേ മൂലകം ഒരേ ജാതിയിൽ ചേരുമ്പോഴും പലതിനോട് ചേരുമ്പോഴും ഒന്ന് വേറെ ഒന്നിനോട് ചേരുമ്പോൾ അത് വേറെ ഒന്നിനോട് ചേരുമ്പോഴും ഒക്കെ വേറെ വേറെ പദാർത്ഥങ്ങളാണ് ഉണ്ടാവുന്നത്. എന്ന് മാത്രമല്ല, അത് അതിനോട് തന്നെ പല വിധത്തിൽ ചേരുമ്പോൾ പലവിധ പദാർത്ഥങ്ങളുണ്ട്. ഇപ്പൊ കരിയും കാർബണാണ്, പഞ്ചസാരയും ഇല്ലേ, ഹരി കാർബണാണ്. നമ്മൾ എഴുതണേ മറ്റേ കടലാസിന്റെ പെൻസിലും കാർബണാണ്. ഗ്ലാസ് മുറിക്കണേ വജ്രവും കാർബണാണ്. അതിൽ വേറെ സാധനങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഓരോ കാർബണും അടുപ്പിലെ കരിക്കട്ടയും കാർബണാണ്. അതുപോലെ അല്ലല്ലോ ഈ കടലാസിൽ എഴുതുന്ന പെൻസിലിൻ്റെ കുറിപ്പ് എഴുതുന്ന അതൊക്കെ ഒരു കാർബണിൻ്റെ വേറൊരു സാധനമാണ്. വജ്രം എന്ന് പറഞ്ഞ സാധനം വേറൊരു കാർബണാണ്. ഇതൊക്കെ കാർബണാണെങ്കിലും ഓരോ തരത്തിലാണ് അതിൻ്റെ. ഇപ്പം നമുക്ക് ഈ സയൻസ് പഠിക്കാത്തവന് ഇതെല്ലാം ഒരേ ഒരു സാധനമാണെന്ന് പറഞ്ഞാൽ ബോധ്യാവില്ല. എന്താ കാര്യം? ഇതെല്ലാം ഒരു സാധനമാണ്, പക്ഷെ ഇത് പഠിച്ചവനെ ആ സാധനം ഒന്നാണെന്ന് മനസ്സിലാവും. എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചത് ഈ 8 പദാർത്ഥങ്ങളെ കൊണ്ടാണ് എന്ന് സാധാരണക്കാർക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. മനസ്സിലായാലും ഇല്ലെങ്കിലും ഈ സയൻസ് പറഞ്ഞ മാതിരി അതാണ് കാര്യം. ഈ 8 പദാർത്ഥങ്ങൾ പിന്നെ അനവധിയായിട്ട് എന്ത് ചെയ്യും? വർദ്ധിച്ച് ആയിരക്കണക്കിനായിട്ട് തീരും. അപ്പം അങ്ങനെ 8 വർദ്ധിച്ച് ഇരട്ടിച്ച് 16 ആവും. 16 വീണ്ടും ആയിരക്കണക്കായിട്ട് വർദ്ധിച്ച് 16,000 ആവും. പക്ഷെ 8 എന്ത് തുടങ്ങുന്നത്? ഇതിന്റെ ഉൽപ്പത്തി എന്നുള്ളതുകൊണ്ട് 16,000 പോകുമ്പോഴും 8 അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ 16,008 എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് അന്നേ തോന്നിയത് ഒന്നുകിൽ 16,000 അല്ലെങ്കിൽ 16,010 റൗണ്ട് ഫിഗർ ആക്കിയാൽ നന്നായിരുന്നു എന്ന്. അത് ബാങ്കിലത്തെ കണക്കല്ലല്ലോ. ഇതിപ്പോ എവിടുത്തെ കണക്കാണ്? ഇതൊരു തത്വാർത്ഥങ്ങളാണ്. ഇപ്പൊ ഓരോ സംഖ്യയ്ക്ക് ഓരോ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥതത്വത്തിന് പറയാനാണ് അത് അങ്ങനെ തന്നെ പറയുന്നത്. ഇല്ലെങ്കിൽ അതിനെ നമ്മുടെ സൗകര്യത്തിന് പറയുന്നതല്ല. ഈ 16,000 ആയിട്ട് തീർന്ന, അതായത് 8 വർദ്ധിച്ചാൽ ഇരട്ടിച്ചാൽ 16 വീണ്ടും വർദ്ധിച്ച് ആയിരക്കണക്കിനായി വീണ്ടും വർദ്ധിച്ച് അങ്ങനെ പോകുന്നത്. അപ്പൊ 16,008 എന്നൊരു കണക്കിന് പറഞ്ഞു. 16,008 ഒന്നുമല്ല, അനവധി 1008 ഈ സാധനം. എന്താണ്? 16,008 അല്ല, അനവധി 1008. പക്ഷെ 8ന് മാറ്റമില്ലാതെ ആ സംഖ്യ അവിടെ നിൽക്കും. എന്താ കാരണം? ഈ 8ൽ നിന്നാണ് ഇതിന്റെ പുറപ്പാട്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഇപ്പോൾ എവിടുന്ന് കിട്ടി? ഇദ്ദേഹത്തെ നമ്മൾ മുമ്പ് കേട്ടിട്ടില്ലല്ലോ, അദ്ദേഹം ഇപ്പോൾ എവിടുന്ന് കൊണ്ടുപോകുന്നു എന്നൊക്കെ ഒരു പുറപ്പാട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. അങ്ങനെ പുറപ്പെടണ്ട, പ്രമാണമുണ്ട്. മഹാഭാരതത്തില് ശാന്തി പർവ്വത്തില് 310-ാമത്തെ അധ്യായത്തില്, പിന്നെ 310-ാമത്തെ അധ്യായത്തില് 10-ാമത്തെ ശ്ലോകത്തില് ഈ കാര്യം പറയും. മഹാഭാരതത്തില് ശാന്തി പർവ്വത്തില് 310-ല് 10-ാമത്തെ അധ്യായം. ആർക്കും വേണമെങ്കിൽ പോയിട്ട് നോക്കാം. അവിടെ പറയും അഷ്ടൗ പ്രകൃതയ പ്രോക്താഹ വികാരാശ്ചാപി ഷോഡശ തത്രതു പ്രകൃതിരഷ്ടൗ പ്രാഹുരധ്യാത്മചിന്തകാഹ. അത് മഹാഭാരതത്തിലെ പദ്യമാണ്. എന്താ പറഞ്ഞത്? അഷ്ടൗ പ്രകൃതയ പ്രോക്താഹ. പ്രകൃതികള് 8. ശരിയല്ലേ? പ്രകൃതികള്
8 പ്രകൃതികളാണ്. എന്നിട്ട് പറയുന്നു വികാരാഹ ച അപി ഷോഡശ. അതിന് വികാരം ഉണ്ടായാൽ അത് 16 ആവും. വികാരം എന്ന വാക്കിന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മാറ്റം എന്നാണ് അർത്ഥം എന്ന് മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. വികാരം വെച്ചാൽ മാറ്റം. അപ്പം ഈ 8 പ്രകൃതികൾക്ക് വരുന്ന മാറ്റം എന്തായിട്ട് വരും? ഇരട്ടിച്ച മാറ്റമായിട്ട് 16 ആയിട്ട് വരും. ഇരട്ടിക്കുക പരമാവധി ഇരട്ടിക്കുക എന്ന് പറയുക. അപ്പൊ 16 ആയിട്ടുണ്ട്. വികാരാഹ ച അപി ഷോഡശ. എന്നിട്ട് പറയണു തത്രതു പ്രകൃതി രഷ്ടോ. പക്ഷെ പ്രകൃതി 8 ഉള്ളൂ. പ്രകൃതി 8 ഉള്ളൂ എന്ന് ആര് പറയണു? പ്രാഹോ അധ്യാത്മചിന്തകാഹ. ആത്മതത്വ വിശാരദന്മാരായ ജ്ഞാനികളായ വിദ്വാൻമാരായ മഹർഷിമാര് പറയുന്നതാണ് ഇത്. അല്ലാതെ സാധാരണക്കാരുടെ ഭാഷ അല്ല എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ 8 പ്രകൃതികൾ വർദ്ധിച്ച് 16ആയി 16,000 അങ്ങനെ ധാരാളമായിട്ട് തീരണ ആ കഥ അതവിടെ. ഇതാണ് മഹാഭാരതത്തിലെ ഒരു പ്രമാണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മടിയിലിരിക്കുന്ന പുസ്തകം ഭാഗവതം എന്ന് പറഞ്ഞ പുസ്തകമല്ലേ നമ്മുടെ മടിയിലിരിക്കണോ? ഈ ഭാഗവതത്തിലെ സപ്തമസ്കന്ധത്തിലെ 7ാമത്തെ സ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 22ാമത്തെ ശ്ലോകത്തിലും ഇതേ കാര്യം പറയും. നമ്മളാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഭാഗവതം പുസ്തകത്തിലെ 7ാമത്തെ സ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിൽ 22ാമത്തെ ശ്ലോകത്തിൽ. അപ്പം നമ്മുടെ മടിയിലിരിക്കുന്ന പുസ്തകം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആണെങ്കിൽ മടിയിലുണ്ടാവില്ല. എന്താ വെച്ചാൽ അത് മറ്റേ ഭാഗത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. 2 ഭാഗമായിട്ടാണല്ലോ ഇരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പേടിക്കൊന്നും വേണ്ട. കഷ്ണകടലാസിന്റെ പക്കത്ത് എഴുതി വെച്ചോളൂ. വൈകുന്നേരം പോയിട്ട് കാണാം, പോയി നോക്കാം. അപ്പൊ ആ ഭാഗത്ത് അവിടെ പറയും അഷ്ടൗ പ്രകൃതയ പ്രോക്താഹ. ഇത് മഹാഭാരതത്തിലത്തെ അല്ലട്ടോ, ഇത് ഭാഗവതത്തിലെ ശ്ലോകമാണ്. അഷ്ടൗ പ്രകൃതയ പ്രോക്താഹ ത്രയ ഏവഹി തദ്ഗുണാഹ വികാരാഹ ഷോഡശാചാര്യൈഹി പുമാനേക സമന്വയാൽ. ഇതാണ് ആ ശ്ലോകം. അവിടെ പറയുന്നു അഷ്ടൗ പ്രകൃതയ പ്രോക്താഹ. തന്നെയല്ലേ നേരത്തെയും പറഞ്ഞ വരി? മഹാഭാരതത്തിലെ വരി തന്നെയല്ലേ? അഷ്ടൗ പ്രകൃതയ പ്രോക്താഹ. പ്രകൃതികൾ 8 ത്രയ ഏവഹി തദ്ഗുണാഹ. ഈ 8 പ്രകൃതികൾക്ക് ആധാരഭൂതമായ ഗുണങ്ങള് 3 സത്വം, രജസ്, തമസ്. 3 ഗുണങ്ങളാണ് പ്രകൃതിയുടെ അടിസ്ഥാനം. എന്നിട്ട് പറയുകയാണ് വികാരാഹ ഷോഡശ. അതിൻ്റെ നേരത്തെയും പറഞ്ഞത് വികാരം. ഷോഡശം 16. ഈ 8 പ്രകൃതിക്ക് മാറ്റം വന്നാൽ എന്ത് വരും? 16 ഇരട്ടിക്കും. എന്നിട്ട് പറയണു അതായത് എന്ന് ആരാ പറഞ്ഞത്? വികാരാ ഷോഡശ എന്ന് ആചാര്യൈഹി. ആചാര്യന്മാരാണ് ഇതൊക്കെ പറയുന്നത്. ഈ ആചാര്യന്മാര് എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? അതൊന്നും മനസ്സിലായാലേ പറഞ്ഞതിൻ്റെ ഒരു വിവരം മനസ്സിലാവുള്ളൂ. എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു എന്നുള്ളതും പ്രധാനമാണേ. ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ എടുക്കില്ല. അപ്പൊ ആര് പറഞ്ഞു എന്നുള്ള പ്രമാണം പറയാനാണ് ഈ ആചാര്യൈഹി എന്ന് പറഞ്ഞത്. ആചാര്യന്മാര് എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ അതിനർത്ഥം നമ്മൾ ആചിനോതിഹി ശാസ്ത്രാണി ആചാരേ സ്ഥാപയത്യപി സ്വയം ആചരതേ തസ്മാത് ആചാര്യ ഇതി കഥ്യതേ. ഇതാണ് ആചാര്യ ലക്ഷണം. അതായത് ശാസ്ത്രങ്ങളൊക്കെ ആചിനോതിഹി ശാസ്ത്രാണി, സകല ശാസ്ത്രങ്ങളും നേരാമണ്ണം ഇരുന്ന് പഠിക്കുക. പഠിച്ചിട്ട് എന്ത് ചെയ്യണം? ആ ശാസ്ത്രത്തിൽ വേണ്ടതായ സംഗതികളൊക്കെ ആചിനോതി പറഞ്ഞാൽ ഒക്കെയും അതിലെ തത്വാർത്ഥങ്ങളെയും അതിലെ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളൊക്കെ സഞ്ചയിക്കുക ഒക്കെയും ഉൾക്കൊണ്ടെടുക്കുക. അതിൽ പറഞ്ഞതിനെയൊക്കെ മനസ്സിലാക്കിയെടുത്ത് ഉള്ളിൽ ഉറപ്പിക്കുക. അങ്ങനെ ഉള്ളിൽ ഉറപ്പിച്ചിട്ട് എന്തോ വേണം? നമ്മുടെ ആചാരേ സ്ഥാപയതി, എന്നിട്ട് തൻ്റെ ആചാര അനുഷ്ഠാനത്തിന്റെ ഭാഗമാക്കി തീർക്കുക. വെറുതെ പുസ്തകം വായിച്ച് അപ്പുറത്തേക്ക് കുൽക്കൊഴിഞ്ഞു തൊപ്പി മുണ്ട് കുടഞ്ഞെടുത്ത് ഇടത്തോട്ട് പോവലല്ല. പുസ്തകങ്ങളൊക്കെ വായിച്ച് അതിലത്തെ തത്വാർത്ഥങ്ങളെ നല്ലോണം ഉള്ളിൽ ഉറച്ചുറപ്പിച്ച് അതിനെ തൻ്റെ പ്രവൃത്തിയിലേക്ക്, അതായത് ആചാരത്തിലേക്ക് കൊണ്ടുവന്ന് പോരാ. സ്വയം ആചരത്തെ, എന്നിട്ട് സ്വയം ആചരിച്ച് പുറപ്പെടണവരെയാണ് എന്താ പറയുക? ആചാര്യ ഇതി. അങ്ങനെ ആകുമ്പോഴേ ആചാര്യനാവുള്ളൂ. അല്ലാതെ പുസ്തകം വായിച്ച ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തുകൊണ്ട് ആചാര്യനാവില്ല. ട്രാൻസ്ലേറ്റർ എന്ന് പറയാം. എന്താ പറയാ? തർജ്ജമക്കാരൻ എന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല. അതിലുള്ളത് എങ്ങനെയാണെന്ന് മറ്റൊക്കെ പറഞ്ഞത് തർജ്ജമ ചെയ്യുന്ന ആളെന്നേ പറയാൻ പറ്റില്ല. ആചാര്യനാവണമെങ്കിൽ എന്ത് വേണം? ശാസ്ത്രങ്ങൾ പഠിക്കണം, പഠിച്ചതിനെ ഉള്ളിൽ നിറയ്ക്കണം, നിറച്ചതിനെ ആചാരത്തിലേക്ക് കൊണ്ടുവരണം, ആചാരത്തിലേക്ക് കൊണ്ടുവന്നത് അറിയാത്തവർക്ക് അത് ആചരിച്ച് കാണിച്ചു കൊടുക്കണം. സത്യം പറയണം എന്ന് പറയുന്ന ആവുള്ളവർക്കൊക്കെ പറയാം. പക്ഷെ സത്യം സ്വയം പറയണമെങ്കിൽ നാവ് മാത്രം പോരാ, എന്തും കൂടി വേണം, ഉള്ളിൽ കുറച്ച് കഥയും കൂടി വേണം. അർത്ഥം മനസ്സിലായില്ലേ? അതാണ് സ്വയം ആചരതേ.
അങ്ങനെയുള്ള കൂട്ടരെയാണ് ആചാര്യന്മാരെന്ന് പറയുക. അത്തരം അപ്പൊ ആചാര്യന്മാർ അർത്ഥ ഋഷീശ്വരന്മാര്, മഹാത്മാക്കൾ. അങ്ങനെയുള്ള മഹാത്മാക്കൾ പറയണോ ഈ പറഞ്ഞ കാര്യം? 8 പ്രകൃതി. ആ പ്രകൃതിക്ക് എന്തുണ്ടാവണോ? 8 പ്രകൃതികളുണ്ട്. അതിന് 3 ഗുണങ്ങളാണ് അടിസ്ഥാനം. ഈ പ്രകൃതി 16 വർദ്ധിക്കണോ, അതങ്ങനെ പ്രപഞ്ചമായിട്ട് തീരണോ എന്നാര് പറയണു? ആചാര്യന്മാർ ഉപദേശിച്ച് തന്നിട്ടുണ്ട്. എന്നിട്ടോ പുമാൻ ഏക, പുരുഷൻ ഒന്നേ ഉള്ളൂ, സമന്വയാത്, എല്ലാറ്റിനെയും സമന്വയിപ്പിക്കുന്ന പുരുഷൻ ഒന്നേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ പറയുമ്പോഴും ഭാര്യമാരാണ് 16,008, ഭഗവാനോ ഒന്നേ ഉള്ളൂ, ഒരു ഭഗവാനാണ് ഇവരെല്ലാവരെയും യോജിപ്പിക്കണത്. ഇപ്പൊ നമ്മുടെ കുടുംബത്തെ എന്തൊക്കെ യന്ത്രങ്ങളുണ്ട്, ശരിയല്ലേ? ഇത് കാറ്റ് കൊള്ളണത്, തണുപ്പിക്കണത്, ചൂടാക്കണത്, തിരിയണത്, ഉരുളണത്, വെളിച്ചം കാണിക്കണത്, വെളിച്ചം കെടുത്തണത്, പാട്ട് പാടുന്നത്, ഡാൻസ് കളിക്കുന്നത്, പൊടിക്കണത്, വറക്കണത്, മുണ്ട് മുക്കണത്, എന്തൊക്കെ ജാതി ഇല്ലേ? എന്തൊക്കെ ജാതി യന്ത്രങ്ങളാണുള്ളത്. നമ്മുടെ കുടുംബത്തെ അകത്തൊക്കെ കയറി നോക്കിയാൽ ആ മൂലയിലേക്കൊക്കെ നോക്കിയാൽ സർപ്പക്കാവിലത്തെ വള്ളി പോലെയാ. വള്ളി ഇങ്ങനെ കിടക്കുക. എന്തിന്റെ വള്ളിയെന്ന് നമുക്കും അറിയില്ല. സർപ്പക്കാവിൽ ഇത്ര വള്ളിയില്ല, അതിലേറെ വള്ളി എവിടെയുണ്ട് നമുക്കറിയില്ല. ഇത് ഏതിൻ്റെ വള്ളിയാണ് നമുക്ക് ഇഷ്ടമില്ല. നമ്മൾ വലിച്ചു നോക്കും. അപ്പൊ കുലുങ്ങണ വള്ളിയാണ് നമ്മൾ ഉദ്ദേശിച്ച വള്ളി എന്നാണ്, ശരിയല്ലേ? ഇത് നിറയെ വള്ളികളും വയറുകളും ഇങ്ങനെ കടന്ന് പരക്കം പാഞ്ഞ് കിടക്കണം. അതിൻ്റെ നടക്കാൻ നമ്മൾ ജീവിക്കണത് ഫോക്കടിക്കാണ്ട് അല്ലേ? എന്നിട്ട് ഈ യന്ത്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ യന്ത്രങ്ങൾ 60 ചില്ലാനം യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് 60 ചില്ലാനം കറണ്ട് കൊണ്ടല്ലേ? അല്ലേ? 65 കറണ്ട് കൊണ്ടാണ് 65 യന്ത്രം പ്രവർത്തിക്കുന്നത്? അല്ല. ആ തെക്കേ മുറ്റത്തെ പോസ്റ്റിന്റെ മുകളിൽ നിന്ന് തെക്കേ ചുമര ഓട്ട തുളച്ച അകത്തേക്ക് വലിച്ചിട്ടതായ ഒരു സർവീസ് വയറിന്റെ ഉള്ളിൽ കൂടി വരുന്ന ഒരു കറണ്ടാണ് ഈ 60 ചില്ലാനല്ല 70 ചില്ലാനല്ല ആ പഞ്ചായത്തിൽ, ആ നാട്ടിലെ എല്ലാ വീടുകളിലും, ആ രാജ്യത്തെ എല്ലാ കറണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് എത്ര കറണ്ടാണ്? ഒരു കറണ്ടാണ്. ഏതെങ്കിലും ദിക്കിൽ ഒരു തെങ്ങ വള്ളിയിൽ വീണാൽ പിന്നെ നമുക്ക് നാമം ജപിച്ചിരിക്കാൻ ഒരു വിഷമവും ഇല്ല. എന്താ കാരണം? പിന്നെ മറ്റേ സാധനം പെട്ടി തുറക്കാൻ വയ്യല്ലോ. എന്തുകൊണ്ട്? പിന്നെ ഇത് പ്രവർത്തിക്കില്ല. നമ്മുടെ കുടുംബത്തെ മാത്രമല്ല, എല്ലാ കുടുംബത്തും പിന്നെ വൈകുന്നേരമായ നാരായണ നാരായണ. എന്താ കാരണം? ഒരു പെട്ടിയും തുറക്കാൻ പറ്റില്ല. പിന്നെ ആ എണ്ണത്തിരി കത്തി ഇങ്ങനെ മിന്നി കത്തുമ്പോൾ അതിന്റെ മുമ്പിൽ അവിടെ ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യാം? സൗകര്യമായിട്ട്, സമാധാനമായിട്ട്, വേവലാതി ഇല്ലാതെ, വെപ്രാളില്ലാതെ നാമം ജപിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടോ? ആ കറണ്ട് ഒന്നാണ് എല്ലാ ദിക്കിലും എന്ന് മനസ്സിലാവില്ലേ? അപ്പം ഈ ഒരു കറണ്ടാണ് ഈ 68 യന്ത്രങ്ങളെ ഒന്നിച്ചു ചേർത്ത് പ്രവർത്തിപ്പിക്കുന്നത്. ഈ 68 യന്ത്രങ്ങളെ പരസ്പരം യോജിപ്പിച്ച് വെച്ച ദിക്കില് ഏതെങ്കിലും ഒരു ദിക്കിൽ ആ കറണ്ടിന്റെ വയർ എവിടെങ്കിലും മുറിഞ്ഞു പോയാൽ ഒരു യന്ത്രവും പിന്നെ പ്രവർത്തിക്കില്ല. അപ്പൊ ഈ പറഞ്ഞ യന്ത്രങ്ങളെ സമന്വയിപ്പിക്കുന്ന ചൈതന്യ സ്വരൂപം ഏതാണ്? ഒരേ കറണ്ടാണ് എന്ന് പറയും പോലെ ഈ കണ്ടതായ പ്രകൃതികളെ 16,008 അതായത് അനവധിയായി എണ്ണിയാൽ തീരാത്ത പ്രകാരത്തിലിരിക്കുന്നതായ ഈ യന്ത്രങ്ങളെ അല്ലെങ്കിൽ പ്രപഞ്ച പ്രതിഭാസങ്ങളെ ചൈതന്യവത്താക്കി പ്രവർത്തിപ്പിച്ച് യോജിപ്പിച്ചൊന്നാക്കി തീർക്കുന്ന കറണ്ട് അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം പുമാൻ ഏക, ഒരാളാണ് പുരുഷൻ. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഈ ഭഗവാന്റെ 16,008 വിവാഹം എന്ന് പറഞ്ഞത് എന്തിനെയാണ്? ഈ പ്രകൃതി സ്വരൂപമായ പ്രപഞ്ചത്തിലേക്ക് ഈശ്വര സ്വരൂപമായ ചൈതന്യം പ്രകാശിച്ചാൽ ഉണ്ടാവുന്ന പ്രപഞ്ചഗതിയാണ് എന്തിന്റെ തത്വം? ഈ പറഞ്ഞ 16,008 വിവാഹത്തിന്റെ തത്വം. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഈ ഭാഗവതം 100, 200, 500, 900, 1000, 10,000 തവണ വായിച്ചാലും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. മനസ്സിലാവണില്ലേ? അപ്പൊ നമ്മളിതൊക്കെ പഠിക്കുമ്പം ഈ സമ്പ്രദായങ്ങൾ കുറേശ്ശെ മനസ്സിലാക്കി ഈ അർത്ഥത്തിൽ ഇനി ഇതൊന്ന് വായിച്ചു നോക്കൂ, ഈ അർത്ഥത്തിൽ ഇതൊന്ന് ഇനി കേട്ടു നോക്കൂ, ഈ അർത്ഥം ധരിച്ച് ഭഗവാന്റെ മഹിമകളൊന്ന് ഉൾക്കൊണ്ടിട്ട് അമ്പലത്തിലൊന്ന് കയറി തൊഴുതു നോക്കൂ. വിധം ഇന്നലത്തെ മാതിരിയാവില്ല, വ്യത്യാസം ഉണ്ടാവും. അർത്ഥം പിടികിട്ടണില്ലേ? ഇതാണ് കഥ. അപ്പൊ അതുകൊണ്ട് ഈ ഭഗവാന്റെ 16,008 വിവാഹം എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച മാതിരി 16,008 പെണ്ണുങ്ങളെയും കല്യാണം കഴിച്ചു വലിയൊരു റേഷൻ കാർഡായിട്ട് പ്രാരബ്ധക്കാരനായിട്ട് ഇങ്ങനെ പോണ ഒരാളുടെ കഥയല്ല. ആ തരത്തിലുള്ള ലോകത്തിൽ കണ്ടും കേട്ടും ജീവിച്ചും പരിചയിച്ച നമ്മൾക്ക് ഇത് കേൾക്കുമ്പോഴും അതുപോലെ തോന്നണത് ഭഗവാന്റെ കുഴപ്പമല്ല, നമ്മുടെ ശീലത്തിന്റെ കുഴപ്പമാണ്. നമ്മൾ അങ്ങനെയാണല്ലോ കണ്ട് ശീലിച്ചത്. അതുകൊണ്ടാ പറയുന്നത് നമ്മൾ എന്തും എവിടെ ആര് പറഞ്ഞാലും ധരിച്ച് മനസ്സിലാക്കുക. നമ്മുടേതായ സംസ്കാരത്തിലാണ് പറയുന്നവന്റെ സംസ്കാരത്തിൽ. നമ്മൾ ഇവിടുന്ന് പശു എന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കണവർ 50 ആളോ 100 ആളോ ഉണ്ടെങ്കിൽ ആ 100 ആളുടെ ഉള്ളിൽ തോന്നിയ പശു 100 പശുവാണ്. നമ്മൾ പറഞ്ഞ പശുവല്ല. നമ്മൾ പറഞ്ഞ നമ്മുടെ കുടുംബത്തെ പശുവിനെ അത് ഇവിടെ ഉള്ളവരാരും കണ്ടിട്ടുമില്ല. ശരിയോ തെറ്റോ?
അപ്പം നമ്മൾ പശു എന്ന് പറഞ്ഞപ്പം നമ്മുടെ പശുവിനെ അല്ലല്ലോ അവിടെ ഉള്ളവർ കേട്ടത്. ഏത് പശുവിനെയാണ് കേട്ടത്? അവരവരുടെ പശുവിനെ. അപ്പൊ എല്ലാവരും എങ്ങനെയാണ് നമ്മൾ പറയുന്നത് പറയുക എന്നല്ലാതെ കേൾക്കണം. അപ്പൊ നമ്മൾ പറയണതും നമ്മൾ കേൾക്കണതും നമ്മുടെ സംസ്കാരത്തിനനുസരിച്ചാണ്. പണ്ട് തിരുമേനിക്ക് അമ്പലത്തിൽ പൂജ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്ക് ഉച്ചപൂജ കഴിഞ്ഞപ്പോഴേക്ക് വയറുവേദന ഇങ്ങോട്ട് കലശലായി. അദ്ദേഹം ഊട്ടി തൊട്ടടുത്ത ഇല്ലത്തെ പഠിക്കലൊരു ഡോക്ടറുണ്ട്. ആള് ക്രിസ്ത്യാനി, ഇട്ടുപ്പെന്നാ പേര്, മഹാകേമന. തിരുമേനിക്ക് വെച്ചാൽ അദ്ദേഹത്തെ വലിയ കാര്യമാണ്. എന്താ വലിയ സ്നേഹം, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സ്നേഹവും ബഹുമാനമാണ്. ആര് ചികിത്സിച്ചാലും നേരെയാവില്ല. ഇട്ടുപ്പ് ഡോക്ടർ ചികിത്സിച്ചാലേ നേരെയാവുള്ളൂ. അദ്ദേഹത്തിന് ഡോക്ടർക്ക് വെച്ചാൽ വലിയ കാര്യം. തിരുമേനിയൊരു വലിയേട്ടനെ പോലെ കൂട്ടിയിട്ട് സ്നേഹബന്ധമാണ്. ഇല്ലത്തെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തേക്ക് പകർച്ചയുണ്ട്. സ്നേഹബന്ധം കൂടി പകരൂല അതിൻ്റെ കൂടെ. അങ്ങനെ പകർച്ചന് അത്ര സ്നേഹം. ഇന്ന് അദ്ദേഹത്തിന്റെ മൂത്ത മകള് സാവിത്രിയെ വേളിയഴിച്ചാൽ നീലകണ്ഠൻ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാ. നീലാണ്ടൻ പോരാന്നും പറയും. നീലകണ്ഠനെ പോരാ, അദ്ദേഹം നല്ല വിദ്വാനായിട്ടോ, പക്ഷെ പോരാ. ആരാണ് കേമൻ? ഇദ്ദേഹം കേമൻ. അങ്ങനെ വയറുവേദന കലശലായി ഓടി ചെന്നോ അങ്ങടെ എന്ത് തിരുമേനി ഒന്നും പറയണ്ട, വയറ് വേനിച്ചിട്ട് വയ്യേ, ഒന്നും പറയണ്ടേ, നിലവിളിച്ചിട്ടാ വരണത്. തിരുമേനി ഇങ്ങോട്ട് വരുമോ? അവങ്ങൾ അങ്ങോട്ട് കടത്തി. ആ പലകക്കട്ടിലുണ്ടാവില്ലേ പരിശോധിക്കണേ, അതിന്റെ മുള്ള അങ്ങോട്ട് മലർത്തി അങ്ങോട്ട് കടത്തി. അദ്ദേഹം അവിടെയും ഇവിടെയൊക്കെ പിടിച്ച് വയറ്റത്തൊക്കെ ഇങ്ങനെ പിടിച്ച് അമർത്തി നോക്കി. എന്നിട്ട് ഇങ്ങനെ അദ്ദേഹം ചവിട്ടില് മറ്റേ കോല് തിരികിയിട്ട് ഇങ്ങനെ പരിശോധിക്കൂലോ. പരിശോധിച്ച് നല്ലോണം വേണ്ട മാതിരി ഇങ്ങനെ തൊട്ടൊക്കെ പരിശോധിച്ച് എല്ലാ ദിക്കിലൊക്കെ പരിശോധിച്ച് നോക്കി. എന്നിട്ട് ചോദിച്ചു, തിരുമേനി എന്തൊക്കെ ഉണ്ടായിയപ്പോ രാവിലെ? അദ്ദേഹം വല്ലതും കഴിച്ചു ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒന്നും പറയണ്ട, ഞാൻ രാവിലെ 4:30 മണിക്ക് അമ്പലത്തേക്ക് പോയത്. അമ്പലക്കുളത്തിൽ മുങ്ങി അങ്ങോട്ട് കുളിച്ചു, സന്ധ്യാവന്തനം അങ്ങോട്ട് കഴിച്ചു. അതിനുശേഷം സന്ധ്യാവന്തനം കഴിഞ്ഞ കാലഴിയാചമിച്ച നട തുറന്ന് അഭിഷേകം കണ്ട് കഴിച്ചു. ആ അഭിഷേകം കഴിഞ്ഞ് മലര് നേദിച്ചു. പിന്നെ ഗണപതി ഹോമം കഴിച്ചു. പിന്നെ ഒരു 8-7:30 മണിയായപ്പോഴേക്ക് ഉഷപൂജ കണ്ട് കഴിച്ചു. 11 മണിക്ക് ഉച്ചപൂജയ്ക്ക് കയറി. 12 മണിക്ക് ഞാൻ ഉച്ചപൂജയും കൂടി കഴിച്ചപ്പോഴേക്ക് വയറുവേദന സഹിക്കാൻ വയ്യാണ്ടേ, അയ്യേ എൻ്റെ ഡോക്ടറേ എന്ന് വിളിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അതല്ലേ പറയണത് തിരുമേനി, ഇങ്ങനെ ഒന്നിച്ച് കഴിക്കരുത്, കുറേശ്ശെ കഴിക്കാവൂ. വേറെ വയ്യായി ഒന്നുമില്ല, കഴിച്ചതിന്റെ ഒരു ദഹനക്കേറിന്റെ വയ്യായി ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നാളെ കഴിക്കുമ്പോൾ കുറേശ്ശെ കഴിച്ചാൽ മതി കേട്ടോ പറഞ്ഞു. തിരുമേനി ഇങ്ങനെ നോക്കുക, എന്ത് കഴിച്ച കാര്യമാണ് പറയുന്നത്? അദ്ദേഹം പച്ച വെള്ളം തൊട്ടിട്ടില്ലേ, മണി 12:30 കഴിഞ്ഞു, ഒന്നും വെള്ളം തൊട്ടിട്ടില്ലേ, പൂജ കഴിക്കാണ്ട് വെള്ളമൊന്നും കുടിക്കില്ല, അങ്ങനത്തെ സമ്പ്രദായക്കാരനാണേ. അപ്പൊ ഇദ്ദേഹം എന്താ പറഞ്ഞത്? രാവിലെ 4:30 എണീറ്റ് അമ്പലകുളത്തിൽ കുളിച്ചു, സന്ധ്യാവന്തനം കഴിച്ചു, ഗണപതി ഹോമം കഴിച്ചു, അഭിഷേകം കഴിച്ചു, ഉഷപൂജ കഴിച്ചു, ഉച്ചപൂജയും കഴിച്ചു. ഈ കഴിച്ചു എന്ന് ഇദ്ദേഹം പറഞ്ഞ എന്താ അർത്ഥത്തിലാ? അതൊക്കെ ചെയ്തു തീർത്തു, ഓരോ ക്രിയകൾ ചെയ്തു തീർത്തു. ഈ കഴിച്ചു എന്ന് പറഞ്ഞപ്പം കേട്ടയാള് കേട്ടത് എന്താ സമ്പ്രദായം? കഴിക്കുക, ഊണഴിക്കുക, കാപ്പി കഴിക്കുക, പലഹാരം കഴിക്കുക എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലാണ് അദ്ദേഹം കേൾക്കുന്നത്. അദ്ദേഹം ഈ പള്ളിയിലൊക്കെ പോയി നമസ്കരിച്ച് ഈശ്വര വിചാരക്കുള്ള ആൾ തന്നെയാണ്. പക്ഷെ ഈ സംസ്കാരത്തിലുള്ള ഒരു സമ്പ്രദായം അല്ല അദ്ദേഹത്തിനുള്ള. അത് വേറെ ഒരു സമ്പ്രദായം ആയതുകൊണ്ട്, തിരുമേനിയുടെ സമ്പ്രദായം വേറെ ആയതുകൊണ്ടും, ഇദ്ദേഹം പറഞ്ഞ സമ്പ്രദായത്തിലുള്ള വർത്തമാനത്തിലുള്ള അർത്ഥം അതേ സമ്പ്രദായത്തിൽ അർത്ഥം ഉൾക്കൊള്ളാൻ ആർക്ക് പറ്റിയില്ല, മറ്റേയാൾക്ക് പറ്റിയില്ല. അപ്പൊ പറഞ്ഞ ആളുടെ കുഴപ്പമല്ല, കേട്ട ആളുടെ കുഴപ്പമല്ല. പറഞ്ഞ ആളുടെ പറഞ്ഞു, കേട്ടയാൾ അദ്ദേഹത്തിൻ്റെത് കേട്ടു. അതുകൊണ്ട് നമ്മൾ പറയുന്നതൊക്കെ പറഞ്ഞ മാതിരി എല്ലാവരും കേട്ടോളണമെന്നൊന്നും ആരും വാശി പിടിക്കാനൊന്നും പോണ്ട. പറയാൻ എന്താ വെച്ചാൽ പറഞ്ഞോളൂ, കേൾക്കണ്ടവൻ അവന് ഇഷ്ടമുള്ളത് കേൾക്കൂ. ഇങ്ങനെ തന്നെയല്ലേ ലോകത്തിലെ പതിവ്. അതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ പറഞ്ഞത്, നമ്മുടെ ഈ ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നത് ഈ തത്വാർത്ഥാണ്. അപ്പൊ ആ ആശയവും ആ അർത്ഥവും ആ സമ്പ്രദായവും മനസ്സിലായാൽ ഇതിനൊക്കെ വെളിച്ചുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ ലോകവർത്തമാനങ്ങളും പറഞ്ഞ് നടക്കും. എന്നാ പിന്നെ അത് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ പോരെ? ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴല്ലേ ബുദ്ധിമുട്ട് എന്നാണ് പിന്നെ ഒരു ചോദ്യം. ഇപ്പൊ നമ്മൾ ഇത്ര നേരം മഹാഭാരതം പല ഗ്രന്ഥങ്ങളിലെ പ്രമാണം വെച്ച് പറഞ്ഞ്, ഭഗവത്ഗീതയും മഹാഭാരതം ഒക്കെ എടുത്ത് പ്രമാണം ചൊല്ലി പറഞ്ഞ് ഈ ശാസ്ത്രാർത്ഥം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് കേട്ടവരോട് ചോദിച്ചാൽ എത്ര പേരതുപോലെ പറയും? ചിലപ്പോ ഓർമ്മ തന്നെ ഉണ്ടാവില്ല. നമ്മൾ പറയാം, തിരുമേനി കണ്ണുരുട്ടി എന്തൊക്കെയോ എന്തൊക്കെയോ. പിന്നെ അവിടെ ഇങ്ങനെ ഞാൻ കേട്ടു. പക്ഷെ അപ്പോൾ നമുക്ക് കല്യാണക്കാര്യം നമുക്ക് നല്ല ഓർമ്മയുണ്ട്. ബോധം കെട്ട് കിടക്കുമ്പോൾ എന്തോ ഓർമ്മയുണ്ട്? 16 കല്യാണം. അതായത് നോക്കൂ, നമ്മൾക്ക് അറിയാത്ത ഒരു കാര്യം നമ്മൾക്ക് പരിചയമുള്ള വിഷയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടേ നമ്മൾ ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ. 1ാം ക്ലാസ്സിലെ കുട്ടിയെ ടീച്ചർ എണ്ണാൻ പഠിപ്പിക്കുക എങ്ങനെയാ? 1 2 3 4 എന്ന് പറയൂ. അത് എണീട്ട് അതിൻ്റെ വീട്ടിലേക്ക് പോയില്ലേ പ്രാന്തായിട്ട്? അതിന് ബോധ്യാവില്ല. അപ്പൊ ടീച്ചറെ ചിരിച്ചും കൊണ്ട് നല്ലോണം ചിരിക്കണം. അവിടെ വയ്യെങ്കിലും ചിരിക്കണം. ചിരിച്ച വിരല് മടക്കി 1 അപ്പൊ കുട്ടി നോക്കിട്ട് 1 2 ഇതിങ്ങനെ മടങ്ങുകയാണ്. 3 4 എന്ന് പറഞ്ഞ ആ കുട്ടി എന്ത് ചെയ്യും? അപ്പൊ അതിന് വേഗം മനസ്സിലായി. പിറ്റേന്നാൾ അതിനൊന്നും പറയണ്ട. 1 2 3 4. ഇത് 1 ഇത് ടീച്ചറിന്റെ ചെറുവിരലല്ലേ? ഇത് മോതിര വിരലല്ലേ? ഇത് 2 ഇത് ശരിയല്ലേ? നമുക്കൊക്കെ ഇല്ലേ കയ്യുമ്പോൾ 1 2 എന്നാ അതിന്റെ പേര്?
ചെറുവിരല്, മോതിരവിരല്, നടുവിരല്, ചൂണ്ടുവിരല്, തള്ളവിരല് എന്നൊക്കെ അല്ലേ നമ്മൾ പറയണത്, ശരിയല്ലേ? പക്ഷെ ടീച്ചർ 1, 2, 3, 4 എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും തള്ളവിരല് ചെറുവിരല് എന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ ഈ സംഖ്യ 1 എന്ന് പറഞ്ഞ സംഖ്യയുടെ രൂപം എങ്ങനെയാണ്? 1 എന്ന് പറഞ്ഞ് എഴുതുന്ന അക്ഷരത്തിന്റെ രൂപം അല്ലട്ടോ ചോദിച്ചത്. 1 എന്ന ആശയത്തിന്റെ രൂപം എന്ത്? മനസ്സിലാവുണ്ടോ പറയണത്? ഇല്ലല്ലേ? ഇതൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ എത്ര കാലമായി ഒന്നും കൊണ്ട് നടക്കണം. ഈ 1 എന്ന് പറയുമ്പോൾ മലയാളിയായ നമുക്ക് 1 എന്ന് തോന്നുന്നു. ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന സാധനം, മുരിങ്ങാക്കോല് പോലെ സാധനം നിന്നാൽ നമുക്ക് എന്ത് തോന്നും? 1 എന്ന് തോന്നും. വളഞ്ഞു കുത്തി ഇങ്ങനെ നിന്നാൽ 2 എന്നും തോന്നും. ചുരുട്ട് മടങ്ങിയാൽ 3 ആയി, അല്ലെ? വിലങ്ങനെ കുത്തി മറിഞ്ഞാൽ 4 ആയി. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ അതൊക്കെ ആ എഴുത്തിന്റെ പ്രത്യേകത മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ എഴുതുമ്പോൾ ഉത്തരേന്ത്യക്കാരൻ ഇങ്ങനെയൊന്നല്ല എഴുതുന്നത് 1നെയും 2നെയും 3നെയും ഒന്നും. വേറെ ഓരോ ഭാഷ, പഴയ മലയാളി വലിയ മുത്തപ്പൻ എഴുതുമ്പോൾ 1, 2 ഒന്നും ഇങ്ങനെയല്ല. മലയാള ലിപിയിൽ 1, 2, 3 എന്ന് എഴുതിയെന്ന് ശുദ്ധ മലയാളിക്ക് പോലും ഒരു സാധനം മനസ്സിലാവില്ല. മലയാള ലിപിയിൽ 1, 2 എന്ന് എഴുതി കണ്ടിട്ട് താളിയോല ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ 1 കാണാം, 2, 3 എന്നൊക്കെ അന്നൊക്കെ മനസ്സിലാക്കൽ പാടാണ്. അപ്പൊ ഈ 1നെയും 2നെയും 3നെയും 4നെയും അതാത് ഭാഷക്കാർക്ക് പരിചയമുള്ള എഴുത്തോണ്ട് എഴുതി ബോധ്യപ്പെടുത്താമെങ്കിലും 1 എന്ന് പറഞ്ഞ സംഖ്യയുടെ രൂപം എന്താണ്? അതിന് രൂപമുണ്ടോ? 1 എന്ന് പറഞ്ഞ സംഖ്യക്ക് രൂപമുണ്ടോ? 2 എന്ന് പറഞ്ഞ സംഖ്യക്ക് രൂപമുണ്ടോ? ഇനി എണ്ണിയാലൊടുങ്ങാത്ത സംഖ്യകൾ നാട്ടിൽ ഇതിൽ ഏതെങ്കിലും സംഖ്യക്ക് എന്തെങ്കിലും രൂപമുണ്ടോ? ഇല്ല. അപ്പൊ സംഖ്യ അരൂപിയാണ്. രൂപമില്ലാത്ത സംഖ്യയെ ഈ ഒരു കഥയും ബോധമില്ലാത്ത ഈ കുട്ടിയെ ഈ ടീച്ചർ അതെങ്ങനെ പഠിപ്പിക്കും? രൂപമില്ലാത്ത സംഖ്യക്ക് ഒരു സങ്കല്പനം എവിടെ കൊടുത്തു? വിരലിമ്പിൽ കൊടുത്തു. കുട്ടി അത് വെച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്തു? 1, 2, 3, 4. ഇനി 10ാം ക്ലാസ്സിലേക്ക് ടീച്ചർ പ്രൊമോഷൻ കിട്ടി വന്നു. കുട്ടിയും 10ാം ക്ലാസ് വരെ പ്രൊമോഷൻ കിട്ടി എത്തിയെന്ന് കുട്ടിക്കോളൂ. ആ 10ാം ക്ലാസ്സിലെ ടീച്ചർ 1, 2 എന്ന് പറയുമ്പോൾ ഈ വിരൽ മടക്കേണ്ട കാര്യമുണ്ടോ? എന്തിന്? എന്താ കാര്യം? ആവശ്യമില്ല. ആ കുട്ടിക്ക് ബോധ്യമായി വിരലിമ്പിലൊന്നും പിടിക്കേണ്ട കാര്യമില്ല. 1, 2, 3 എന്താന്നൊക്കെ കുറച്ച് ബോധ്യമായി, പരിചയമായി, അതിന്റെ വ്യവഹാരം ചെയ്ത് പരിചയപ്പെട്ടു ലോകത്തില്. അപ്പർത്ഥം അറിയാത്തതിനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അറിയണതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അതൊരു വിദ്യാഭ്യാസ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയും. വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണ്. ഈ വിദ്യാഭ്യാസ മനഃശാസ്ത്ര വിദഗ്ധന്മാര് ഈ സമ്പ്രദായങ്ങളൊക്കെ പഠിച്ചെടുത്തത് നമ്മുടെ ഈ സമ്പ്രദായങ്ങളിൽ നിന്നാണ്. കൂടി ധരിച്ചു വെച്ചോളൂ. എന്താ വെച്ചാൽ നമ്മൾ പുതിയ സമ്പ്രദായം നമ്മൾ പഠിക്കും, പഴയത് നമുക്ക് നിശ്ചയമില്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇതൊക്കെ പുതിയ വലിയ കേമത്തരാണെന്ന്. നോക്കി വരുമ്പോ ഒക്കെ പണ്ടത്തേതാണ്, പഴയതാണ്. അത് മനസ്സിലാവുമ്പോൾ കുറേ പ്രായമായിട്ടുണ്ടാവും അപ്പോഴേക്ക്. എന്താ കാരണം? ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഒഴിവുണ്ടാകുമ്പോഴല്ലേ ഇതിലേക്ക് വരുള്ളൂ. ഇതിലേക്ക് നല്ല പ്രായത്തിൽ പഠിപ്പും വിവരമുള്ള കാലത്ത് ഇപ്പൊ നമ്മൾ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി പഠിക്കുന്ന കൂട്ടർ ആരെങ്കിലും ഭാസ്കരാചാര്യരുടെ ഗുരുത്വാകർഷണ ശക്തി, ഭൂമിക്ക് ഗുരുത്വാകർഷണ ശക്തി ഉണ്ടെന്ന് കണ്ടുപിടിച്ചതാരാണ്? ഐസക് ന്യൂട്ടന്റെ തലേക്ക് വരിക്കച്ചക്കയല്ല. വരിക്കച്ചക്ക വീണ് വെച്ചാൽ പിന്നെ പറയാൻ അയാളുണ്ടാവില്ല. ആപ്പിള് വീണതുകൊണ്ടാണ് ഉണ്ടായത്. അത് ആപ്പിളായി തന്നായി ഉണ്ടല്ലേ, ശരിയല്ലേ ഇത്? പക്ഷെ അദ്ദേഹത്തിന്റെ തലയിൽ ആപ്പിള് വീണതിന്റെ മുമ്പ് തന്നെ നമ്മുടെ ഭാരതത്തിൽ ഒരു ഭാസ്കരാചാര്യരെ പറഞ്ഞ ആചാര്യൻ അത് തലയിൽ ആപ്പിള് വീഴാണ്ട് തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. എന്ത്? ആകൃഷ്ട ശക്തിശ്ച മഹീതയായത് സ്വസ്ഥം ഗുരു സ്വാഭിമുഖം സ്വശക്തിയ ആകൃഷ്യതേതത് പതതീവ ഭാതി സമേന്തരീക്ഷേ പതനം കഥം സ്യാത്. ഏതെങ്കിലും ഈ ഭൂമിശാസ്ത്രമോ അല്ലെങ്കിൽ ഫിസിക്സോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശാസ്ത്രം പഠിക്കണം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും കുട്ടി ഈ ശ്ലോകം കേട്ടിട്ടുണ്ടാവോ? ഇത് പഠിപ്പിക്കണ മാഷ് ഇത് കേട്ടിട്ടുണ്ടാവോ? ആ മാഷ് ഈ ചൊല്ലി കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടാവോ? വെറുതെ ഇരുന്ന് ആലോചിച്ചോളൂ. നമ്മളോട് ഉത്തരവൊന്നും പറയണ്ട. അത് പതിവില്ല. എന്താ കാരണം? നമ്മൾ പുതിയത് പഠിക്കും, പഴയത് മനസ്സിലാവുമ്പോഴേക്ക് കുറേ കാലം കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കുക. അപ്പം നമ്മൾ പറയും ചെയ്യും പുതിയ കാലത്ത് മനസ്സിലാവില്ല. അതുകൊണ്ട് പഴയത് മോശമാണെന്നും പുതിയത് കേമാണെന്നും, പുതിയത് മോശമാണെന്നും പഴയതാണ് മഹാകേമെന്നൊന്നും ധരിക്കേണ്ട. എല്ലാം മനസ്സിലാക്കി വെച്ച് വേണ്ടത് വേണ്ടതെന്ന് എടുത്തോളൂ, വേണ്ടത് വേണ്ട മാതിരി മനസ്സിലാക്കിക്കോളൂ. മുൻധാരണകൾ വെച്ച് നടക്കുന്നവർക്ക് ഒരു ധാരണയൊന്നിനെ കുറിച്ചും ഉണ്ടാവില്ല. എന്താ പറഞ്ഞത്? മുൻധാരണകളായിട്ട് നടക്കുന്നവർക്ക് ഒന്നിനെ കുറിച്ച് ഒരു ധാരണയും വിശേഷമായിട്ട് ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അതാണ് ഭഗവാന്റെ വിവാഹത്തിന്റെ സമ്പ്രദായം. ഭഗവാന്റെ ഈ വിവാഹത്തിന്റെ സമ്പ്രദായത്തെ കുറിച്ച് വിധം വിശദീകരിച്ച് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഭഗവാന്റെ ആ ദൂതന്റെ കഥ. രാജസൂയ യജ്ഞം നടത്തി കൊടുക്കാമെന്ന് ഏറ്റെടുത്ത ഭഗവാൻ പാണ്ഡവന്മാരുടെ കൊട്ടാരത്തേക്ക് ചെന്നു. പാണ്ഡവന്മാര് ഭഗവാനെ നല്ലോണം സൽക്കരിച്ച് വേണ്ട മാതിരി ബഹുമാനിച്ചിരുത്തി രാജസൂയത്തിനുള്ള പ്രാർത്ഥന കാൽക്കൽ സമർപ്പിച്ചു. ഈ രാജസൂയ പ്രാർത്ഥന ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് ഭഗവാൻ ഏറ്റെടുത്തു. രാജാവിനോട് പറഞ്ഞു, രാജാവേ, രാജസൂയം നടത്തണമെങ്കിൽ എന്ത് വേണം? എല്ലാ രാജാക്കന്മാരെയും ജയിക്കണം. എല്ലാ രാജാക്കന്മാരെയും ജയിക്കണമെങ്കിൽ 4 ദിക്കിലും ചൈത്രയാത്ര ചെന്ന് ദിഗ്ജയം ചെയ്യണം. അതിന് അങ്ങയുടെ
സഹോദരന്മാരെ 4 പേരെയും 4 ദിക്കിലേക്ക് അയച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്ന് പറഞ്ഞ് 4 സഹോദരന്മാരെ 4 ദിക്കിലേക്കും ദിഗ്ജയത്തിനായിട്ട് പറഞ്ഞയച്ചു. 4 പേരും 4 ദിക്കും ജയിച്ച് തിരിച്ചു വന്നു. ജ്യേഷ്ഠൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, ഞങ്ങൾ എല്ലാ ദിക്കിലുമുള്ള രാജാക്കന്മാരെ ജയിച്ചു. ഇതാ ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. 4 ദിക്കിലുള്ള രാജാക്കന്മാരെ ജയിച്ചിട്ടാണ് വരണത്. അപ്പം ചോദിച്ചു, എല്ലാവരെയും ജയിച്ചോ ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാ രാജാക്കന്മാരെയും ജയിച്ചു, പക്ഷെ ജരാസന്ധനെ മാത്രം ജയിക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞു. ജരാസന്ധനെ ജയിക്കാൻ പറ്റിയില്ല. അപ്പൊ ജരാസന്ധനെ പാണ്ഡവന്മാര് 4 പേര്, ഭീമനും അർജുനനും നകുലനും സഹദേവനും ദിഗ്ജയത്തിന് പോയിട്ടും പാണ്ഡവന്മാര് 4 പേരും കൂടി ചേർന്ന് എല്ലാവരെയും ജയിച്ചു വെച്ചാലും ഇദ്ദേഹത്തെ മാത്രം ജയിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, കുഴപ്പമില്ല, വരൂ എന്ന് പറഞ്ഞു. ഭീമസേനനെയും അർജുനനെയും കൂട്ടിയിട്ട് അപ്പുറത്തെ മുറിയിലേക്ക് പോയി. ഭീമസേനോടും അർജുനോടും പറഞ്ഞു, 2 പേര് ആ ചുവന്ന മുണ്ടൊക്കെ മാറ്റിയിട്ട് വെള്ള മുണ്ടൊന്നും എടുത്ത് തട്ടുകൊടുത്തോളൂ. എന്നിട്ട് ആ പിന്നെ സ്വർണത്തിന്റെ മാലയൊക്കെ എടുത്ത് മാറ്റിയിട്ട് രുദ്രാക്ഷത്തിന്റെ മാല കഴുത്തിലിട്ടോളൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നെറ്റീമിലൊക്കെ നല്ലോണം വരച്ച് കുറിയിട്ടോളൂ. ഭീമസേനോട് പറഞ്ഞു, കുടുമിയൊക്കെ ഒന്ന് ചെരിച്ച് ഇങ്ങനെ താഴ്ത്തി ഇടത്തോട്ട് ഇങ്ങനെ ചെരിച്ച് കെട്ടിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. ഭീമസേനൻ ചോദിച്ചു, ഇതെന്തിനാ ഇതെന്തിനാണെന്ന്. അപ്പൊ പറഞ്ഞു, നമ്മൾ ഇനി ബ്രാഹ്മണരാണ് എന്നും പറഞ്ഞു. അപ്പം ഭീമൻ ചോദിച്ചു, നമ്മൾ ക്ഷത്രിയന്മാരല്ലേ എന്ന് ചോദിച്ചു. നമ്മൾ ക്ഷത്രിയന്മാരാണ്, പക്ഷെ ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചു നേരം ബ്രാഹ്മണരാണ് എന്നും പറഞ്ഞു. ആയിക്കോട്ടെ എന്നും. ബ്രാഹ്മണ വേഷം കെട്ടിച്ചതാണ്. എന്താ വെച്ചാൽ ജരാസന്ധന്റെ അടുത്തേക്ക് പോകുമ്പം ഈ ജരാസന്ധന് ദുഷ്ടനാണ്. എല്ലാ അന്തല്യയും ദുഷ്ടതയൊക്കെ എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഇവനൊരു മഹിമയുണ്ട്, ഒരു ഗുണം. എന്താ ഗുണം ചോദിച്ചാൽ പറയും, വലിയ ബ്രാഹ്മണ ഭക്തിയാണ്, അതുണ്ട് കയ്യിൽ. അതാണ് ഒരു വിശേഷം. എന്താ വെച്ചാൽ അദ്ദേഹം തന്നെ പറയും, ജരാസന്ധൻ തന്നെ പറയുന്നത്, ജീവതാ ബ്രാഹ്മണാർത്ഥായ കോന്യർത്ഥ ക്ഷത്രബന്ധുന. ജീവിക്കണതേ ബ്രാഹ്മണർക്കായിട്ട്. എന്തിനാ ഈ ക്ഷത്രിയന്മാരെ കൊണ്ട് എന്ത് ഗുണമുണ്ട്? ഇങ്ങനെയാ പതിവ്. അപ്പൊ ക്ഷത്രിയന്മാരെക്കാളും മിടുക്കം ഭാവം ആരോടാണ്? ബ്രാഹ്മണരോടാണ്. അപ്പൊ അതുകൊണ്ടാണ് ജരാസന്ധന്റെ അടുത്തേക്ക് പോകുമ്പോൾ ബ്രാഹ്മണ വേഷത്തിൽ പോവാൻ നിരീക്ഷിച്ച പാണ്ഡവന്മാരെ 2 ബ്രാഹ്മണ വേഷം ധരിപ്പിച്ചു. ജരാസന്ധന്റെ അടുത്തേക്കല്ലേ പോണത്. ഭീമസേനോടും അർജുനോടും പറഞ്ഞു, ആ തോലിന്റെ ചെരുപ്പൊന്നും വേണ്ട, മറ്റേ ജാതി മരത്തിൻ്റെത് 2 എടുത്തിട്ടോളൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഭീമസേനയൊക്കെ ഒരുക്കി നല്ലോണം വരച്ച് കുറിയിടൊക്കെ കഴിഞ്ഞു, തട്ടുകൊടുത്തു, വെളുത്തതൊന്നും ഉത്തരിയും തോളത്തിട്ടു, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഒക്കെ ഇട്ടു നല്ല ഭംഗിയായിട്ടൊക്കെ വേണ്ട മാതിരി. എന്നിട്ട് പറയുകയും ചെയ്ത പൂണൂലൊക്കെ ഒന്ന് വലിച്ച് പുറത്തേക്ക് ഇങ്ങോട്ട് ഇട്ടോളോ, നല്ലോണം അതായിക്കോട്ടെ. ഭീമസേനോട് പറഞ്ഞു, ഭീമസേന ഒന്ന് വിനയത്തിൽ ഇങ്ങനെ കുനിഞ്ഞ് ഒരു വിനയം വേണേ. ഭീമസേനൊക്കെ ഇങ്ങനെയാണല്ലോ, അത് ക്ഷാത്രവീര്യല്ലേ, അങ്ങനെ പറ്റില്ല. എന്ത് വേണം? ബ്രാഹ്മണനാവുമ്പോ ഒരു ഭാവവും വിനയും ലാളിത്യം ഒക്കെ വേണ്ടേ. ഭീമസേനൻ പറഞ്ഞു, അതിപ്പം ഒക്കെ ഉണ്ടാക്കും, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോകുന്നു പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയിൽ വരില്ലല്ലോ. അപ്പൊ അർജുനൻ പറഞ്ഞു, സാരല്ലേ, ഞാൻ തോണ്ടിക്കോളാന്നും പറഞ്ഞു. മറക്കുമ്പോ അങ്ങനെ അപ്പൊ ഒരാള് തോണ്ടാണ്ടായാൽ നമ്മൾ മറക്കില്ല. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അർജുനൻ ഏറ്റു. ശരി, എന്നാൽ നമുക്ക് ഇറങ്ങില്ലേ, നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു. അപ്പൊ ഭീമസേനൻ ചോദിച്ചു, ഗദ എടുക്കണ്ടേ, ഗദ വേണ്ടേ എന്ന്. അപ്പം ഭഗവാൻ പറഞ്ഞു, എന്താ ഭീമസേന, ബ്രാഹ്മണരെ യാത്രയ്ക്ക് പോകുമ്പോ ഗദയായിട്ടാ പോവുക, അതൊക്കെ എന്തല്ലേ ഇങ്ങനെ പറയണത്? അയ്യോ, പിന്നെ എന്താ എടുക്കുക? ആ കിണ്ടിയും വെള്ളം എടുത്തോളോ. നമ്മളെ ബ്രാഹ്മണരെ യാത്ര പോകുമ്പം കിണ്ടിയും വെള്ളമൊക്കെ ആയിട്ട് പോവുക. ആയിക്കോട്ടെ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഭീമൻ ചോദിച്ചു, ഇതൊക്കെ രാവിലെ അല്ലേ? രാവിലെ ഒക്കെ കഴിച്ച് സന്ധ്യാവന്തനം കഴിക്കുമ്പോഴൊക്കെ അല്ലേ, വൈകുന്നേരമൊക്കെ അല്ലേ, അല്ലാണ്ട് ഉച്ചയ്ക്കൊക്കെ നമ്മളിത് പതിവുണ്ടോ ചോദിച്ചു. എന്താ അത്, ബ്രാഹ്മണരാകുമ്പോ അങ്ങനെയല്ലേ വേണ്ടത്, പോന്നോളൂ, ഞാൻ ജപിക്കും പോലെ ജപിച്ചോളൂ. സ്വസ്തി നോമി മീതാമശ്വിന ഭഗസ്വസ്തി സ്വസ്തി പൂഷ അസുരോ ദധാതു. അപ്പൊ ഭീമൻ ചോദിച്ചു, ഇതൊക്കെ എന്തപ്പോ, ഇതൊക്കെ രാവിലെ ചെല്ലിയതല്ലേ നമ്മള് ചോദിച്ചു. എന്താ ഈ പറയണത്? നമ്മള് ബ്രാഹ്മണരെ യാത്രയ്ക്ക് പോകുമ്പോ സ്വസ്തി സൂക്തം കനികൃതം ജനുഷൊക്കെ അല്ലേ ജപിക്കുക, ഇതൊക്കെ അല്ലേ പതിവ്. എന്നാ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെയാണല്ലോ. ശരി, സമ്മതിച്ചു. അങ്ങനെ ഭീമസേനനും അർജുനനും ഭഗവാൻ ശ്രീകൃഷ്ണൻ വരെ 2 പേരെയും ബ്രാഹ്മണ വേഷം കെട്ടിച്ചതിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയമേവ എന്ത് ചെയ്തു? തന്റെ ആ മഞ്ഞപ്പട്ടൊക്കെ മാറ്റി വെള്ളം കൊണ്ടെടുത്ത് തട്ടുകൊടുത്തു, ഉത്തരിയിട്ടു, വെള്ളം കൊണ്ടോണ്ടൊന്ന് ഉത്തരിയിട്ടു. എന്നിട്ട് ആ കിരീടമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് പീലി തിരുമുടിയൊക്കെ മാറ്റി ഇങ്ങനെ അടുത്തോട്ട് ചരിച്ച് കുടുമയൊക്കെ കെട്ടി, അതിന് തുളസി കതിരും തിരികി നല്ലോണം ഒക്കെ വേണ്ട മാതിരി വേഷങ്ങളൊക്കെ ധരിച്ച് സ്വർണ്ണമാലയൊക്കെ അവിടെ ഊരി വെച്ചിട്ട് ആ രുദ്രാക്ഷമാല 2 എടുത്തിട്ടു, തോലിന്റെ ചെരുപ്പ് ഊരി വെച്ചിട്ട് നല്ല 2 മെതിയടി എടുത്ത് കാലമ്പിലിട്ടിട്ട് നല്ല വിദ്വാൻമാരായ ബ്രാഹ്മണന്മാരുടെ വേഷത്തിൽ അങ്ങോട്ട് പുറപ്പെട്ടു. 3 ആളും കൂടി എവിടേക്ക് പുറപ്പെട്ടു? ജരാസന്ധന്റെ യജ്ഞശാലയിലേക്ക് പുറപ്പെട്ടു. 3 ബ്രാഹ്മണര്. ആരൊക്കെ 3 ബ്രാഹ്മണര് പോയത്? ഇപ്പം ഒന്ന് കൃഷ്ണൻ നമ്പൂരി, ഭീമൻ നമ്പൂരി, അർജുനൻ നമ്പൂരി, അങ്ങനെ 3 നമ്പൂരാര് അങ്ങനെ സ്വസ്തി സൂക്തമൊക്കെ ജനിച്ചങ്ങനെ ജപിച്ച് പോവുകയാണ്. അവിടേക്ക്
ജരാസന്ധന്റെ ദിക്കിലേക്ക്. അപ്പൊ അവിടേക്ക് പോണ സമയത്ത് പോകുമ്പോഴേ ഭഗവാൻ വഴിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നാൽ എല്ലാരും കൂടി വർത്തമാനം പറയാനൊന്നും നിൽക്കണ്ട, ഞാൻ പറഞ്ഞോളാം. എല്ലാരും കൂടി പറഞ്ഞാൽ ചിലപ്പോൾ കള്ളി പൊളിയും. നമ്മളെവിടെങ്കിലും പോകുമ്പോൾ എല്ലാരും കൂടി വർത്തമാനം പറയരുത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറഞ്ഞ് കേൾക്കണമെന്ന് തന്നെ മനസ്സിലാവും ഇതൊന്നും നല്ല കാര്യം എന്ന്. അപ്പൊ അതുകൊണ്ട് പോകുമ്പോൾ എൻ്റെ അമ്മയും അച്ഛനും മകനും കൂടി അച്ഛമ്മങ്ങളെ കാണാൻ പോയതാ. അച്ഛമ്മങ്ങൾ ചോദിച്ചു, എന്താ ശാരദ എൻ്റെ മുഖത്ത് ഇവിടെ ഇങ്ങനെ ഒരു കരുവാളിപ്പ് ചോദിച്ചു. ആരോട്? അനിയൻ്റെ ഭാര്യയോട് ചോദിച്ചു. അപ്പൊ ശാരദമ്മ പറഞ്ഞു, ഒന്നും പറയണ്ട എൻ്റെ എടുത്തി, അതെന്താന്ന് വെച്ചില്ല, എന്തോ ഒന്നും പ്രാണി അരിച്ചതാണെന്നും പറഞ്ഞു. പുഴുവ പ്രാണി എന്തോ അരിച്ചതാണെന്നും. ഊട്ടിയെ എന്നാലും മഞ്ഞൾ തേക്കാറൊന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ എന്നും പറഞ്ഞു. അപ്പൊ ശാരദമ്മ പുറത്തേക്ക് എങ്ങോട്ടോ പോയപ്പോ മകനോട് ചോദിച്ചു, അനിയനോട് ചോദിച്ചേ, നാരായണ, ശാരദയുടെ മുഖത്ത് എന്തോ ഒരു അന്തല്യായുണ്ടല്ലോ, എന്ത് പറ്റി ചോദിച്ചു. അതെന്റെ എടുത്തി ഒന്നും പറയണ്ട, കോണിക്കൂടെ അടിച്ചു തരാൻ കയറി ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ മൂലയിൽ അങ്ങോട്ട് കുത്തിയതാണേ. നല്ലോണം പറ്റിയെന്നാ തോന്നണേ, അതാ കാര്യം കളിച്ചത്. ഉവ്വ എന്നും പറഞ്ഞു. അങ്ങനെ നാരായണൻ എങ്ങോട്ടോ പുറത്തേക്ക് പോയപ്പോ ഉണ്ണി ഉണ്ട് അവിടെ, സ്കൂളിലേക്ക് പോണ ഉണ്ണി, 4-5 വയസ്സായ ഉണ്ണിയല്ലേ. ഉണ്ണി, അമ്മയുടെ ഇവിടെ എന്തേ പറ്റിയത്, നല്ല കാര്യവാളിപ്പുണ്ടല്ലോ എന്നും പറഞ്ഞു. ഉണ്ണി പറഞ്ഞു, അത് അച്ഛൻ ചെരവേണ്ട് തല്ലിയതാണ് അച്ഛമ്മങ്ങളെ എന്നും പറഞ്ഞു. ഇപ്പൊ എന്തപ്പം ഉണ്ടായത്? 3 ആള് 4 ജാതി വർത്തമാന പറഞ്ഞ കള്ളി പൊളിഞ്ഞില്ല. ഇതിലേതായിരിക്കും സത്യം? അനിയൻ പറഞ്ഞതോ, അനിയന്റെ ഭാര്യ പറഞ്ഞതോ, അതോ സ്കൂളിലേക്ക് പോകണ 4-5 വയസ്സായ ഉണ്ണി പറഞ്ഞതോ? എന്തെങ്കിലും ആവട്ടെ. അതുകൊണ്ട് എല്ലാവരും കൂടി പോയി വർത്തമാനം പറയരുത്, കള്ളി പൊള്ളിയും. ഭഗവാൻ പറഞ്ഞു, എല്ലാവരും കൂടി മിണ്ടിയും പറഞ്ഞും പുറപ്പെട, ഞാൻ പറഞ്ഞോളാം എന്നും പറഞ്ഞു. ഒരാൾ പറഞ്ഞ വലിയ മറ്റൊരാ നിന്നാ മതി, എല്ലാവരും കൂടി പറഞ്ഞാൽ ഒക്കെ പൊളിയും. അപ്പൊ അതുകൊണ്ട് ആയിക്കോട്ടെ, സമ്മതിച്ചു എന്നും പറഞ്ഞു. അങ്ങനെ ജരാസന്ധന്റെ യജ്ഞശാലയിലേക്ക് പ്രവേശിച്ചു. ജരാസന്ധനാണെങ്കിൽ ഈ ബ്രാഹ്മണര് വിദ്വാൻമാര് 3 പേര് ഇങ്ങനെ വരണത് കണ്ടപ്പം കിട്ടിയും വെള്ളമൊക്കെ ആയിട്ട് ഓടിച്ചെന്ന് കാലൊഴിയിച്ചു. വിദ്വാൻമാരായ ബ്രാഹ്മണോത്തമരെ വരൂ എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. 3 ആളും യജ്ഞശാലയിലേക്ക് പ്രവേശിച്ച സമയത്ത് ഈ ബ്രാഹ്മണോത്തമന്മാരെ കണ്ട സന്തോഷം കൊണ്ട് ജരാസന്ധൻ തൊഴുതിട്ട് ചോദിച്ചു, ഹേ ബ്രാഹ്മണോത്തമന്മാരെ, എന്തേ പങ്കിട്ട് പുറപ്പെടാൻ? എന്ത് കണക്കാക്കിയിട്ടാ വന്നത്? ഇവിടുന്ന് എന്താ നിങ്ങൾ മോഹിക്കണത്? എന്താ വേണ്ടു വെച്ചാ പറഞ്ഞോളൂ എന്നും പറഞ്ഞു. അപ്പൊ ജരാസന്ധനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ജരാസന്ധ മഹാരാജാവേ, ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞു തുടങ്ങി. ഭഗവാൻ പറയാൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് ഭഗവാൻ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പം ജരാസന്ധൻ ഈ ശബ്ദം ഇങ്ങനെ കേട്ടപ്പോ ഇങ്ങനെ നല്ല പരിചയമുണ്ട് ശബ്ദം. ഏത്? അതെ, ഞങ്ങൾക്ക് വേണ്ടത് നല്ല പരിചയമുള്ള ശബ്ദം, മനസ്സിലാവണില്ല. നോക്കിയിട്ട് മനസ്സിലാവണമില്ല. ശബ്ദം കേട്ടാൽ നല്ല പരിചയം, പക്ഷേ നല്ലോണം പരിചയമുണ്ട്, പക്ഷെ ആളെ മനസ്സിലാവണില്ല. വീണ്ടും ഭഗവാൻ പറഞ്ഞു, അതേ മഹാരാജാവേ, ഞങ്ങൾക്ക് ജരാസന്ധൻ എന്തെങ്കിലും പിടിച്ചെടുക്കാൻ വല്ലാതെ പാടുപെടുകയാണ്. അത് ആളെ മനസ്സിലാക്കാൻ നമ്മൾ പാടുപെടില്ലേ? അങ്ങനെ പാടുപെടുകയാണേ. ഒടുക്കപ്പം എന്താണ്ടായി? വീണ്ടും നോക്കിയിട്ടും അതേ മഹാരാജാവേ, ഞങ്ങൾക്ക് നല്ലോണം പരിചയമുണ്ട്. അപ്പൊ ജരാസന്ധൻ ആളെ എങ്ങനെ പരിശോധിക്കണം നല്ലോണം. നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, സംശയം തോന്നിയാൽ നമ്മളെങ്ങനെ അവിടെ ഇങ്ങനെ പരക്കം പാഞ്ഞ് ചിന്തിക്കുക, അവിടെ അമ്പലത്തിൽ കണ്ടതാണോ, അതല്ല മറ്റേ വായനയ്ക്ക് കോഴിക്കോട്ട് തിരുവനന്തപുരം, നമ്മളിങ്ങനെ എല്ലാ ദിക്കിലും പോകുകൊണ്ട് അപ്പൊ നമുക്കൊരു പിടുത്തം കിട്ടില്ല. അപ്പൊ ചോദിക്കും, തിരുമേനിക്ക് എന്നെ മനസ്സിലായോ? ചെന്താർത്ഥം ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേവലാതി, ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കച്ച വലിയ വിവരവും ഇല്ല. നാട്ടുകാർക്കൊക്കെ അറിയാം, എന്നാലും അങ്ങനെയുണ്ടല്ലോ നമുക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെയുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെങ്ങനെ അന്ന് നമ്മൾ അവിടെ ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴും നമ്മളെല്ലാം അദ്ദേഹം ഉദ്ദേശിച്ച് വേറെ ആരെയോ ആണേ, അത് അതിലേറെ കയമായി. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിൽ നമ്മൾ അടയ്ക്കപ്പെടാറില്ലേ? അപ്പോഴും പെടാറുണ്ട്. അപ്പൊ അപ്പോഴേക്ക് ഇവിടെ എന്താണ്ടായിച്ച ഭീമസേനനെയും അർജുനനെയും ഈ ശ്രീകൃഷ്ണ ഭഗവാനെയും മനസ്സിലാവാണ്ട് പരക്കം പാഞ്ഞനും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ എന്താണ്ടായി എന്നറിയൂ? ഭീമസേനനൊക്കെ ഇവിടെ എത്തിയപ്പോഴേക്ക് കിണ്ടി പിടിച്ചത് എങ്ങനെയെന്നറിയോ? വാലുമ്പല്. കിണ്ടിയുടെ വാലുമ്പലാണ് ആര് പിടിച്ചത്? ഗത പിടിക്കുമ്പോഴേ ഭീമസേനൻ പിടിച്ചതേ. എന്നിട്ട് ഇങ്ങനെ നിൽക്കണോ, ഞെളിഞ്ഞ് നിൽക്കണോ? അപ്പൊ അർജുനൻ അത് കാണുകയും ചെയ്തു. അപ്പൊ അർജുനൻ ഭീമസേനോട് പറഞ്ഞു, ചോദിച്ചു, കിണ്ടിയുടെ വായമ്പലല്ലേ പിടിക്കുന്നത്, വാലുമ്പല പിടിക്കുന്നത്? ഭീമസേനെ മനസ്സിലായി. ഭീമസേന ചോദിച്ചു, താൻ എന്താടോ പറയണേന്ന്? മനസ്സിലാവും. അപ്പോഴാണ് മനസ്സിലായതേ. അപ്പൊ വാലുമെന്ന് പിടുത്തം വിട്ട് വായമ്പല് പിടിച്ചു. അപ്പൊ ജരാസന്ധൻ ഇതൊക്കെ നോക്കുന്നുണ്ട്. ഇതെന്താ ഒരു അന്തല്യായ ഉണ്ട് അതില്.
അപ്പൊ ആകെ കൂടി ഒരു കശ. ശ്രീകൃഷ്ണ ഭഗവാന് മനസ്സിലായി കള്ളി പൊളിഞ്ഞു പറ്റുകളൊക്കെ കൂടി കിണ്ടിയുടെ വാലുമ പിടിച്ച് പൊളിച്ചു ഒക്കെ കൂടി ഒക്കെ നേരെയൊക്കെ കൊണ്ടുപോകാൻ എന്താ പറഞ്ഞിട്ട് കാര്യമില്ല. പറ്റിയൊന്ന് നേരെ ഒപ്പം നിൽക്കട്ടെ. ഉടുക്കൈ ജരാസന്ധൻ ഇങ്ങനെ നോക്കുകയാണേ. നോക്കുമ്പോ എന്താശാല ജരാസന്ധൻ നോക്കുമ്പോ ഇവരുടെയൊക്കെ കയ്യുമ്പിൽ നല്ല തഴമ്പ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടേക്ക് അങ്ങനെയല്ലേ പറയുക, തഴമ്പ കയ്യുമ്പിലൊക്കെ ഉണ്ടേ, തഴമ്പുണ്ടേ. അപ്പം ജരാസന്ധൻ ഇങ്ങനെ നോക്കി ഭീമസേനന്റെ കയ്യുമ്പില് തൻ്റെ കയ്യുമ്പിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്ക് വന്നോർക്കുണ്ട്. മറ്റ് അവിടെ ഉണ്ടേ, മൂന്നാൾക്കുണ്ട്. തനിക്ക് എവിടെയൊക്കെ തഴമ്പുണ്ടോ അവിടെയൊക്കെ വന്നോർക്കും തഴമ്പുണ്ട്. അപ്പൊ ജരാസന്ധം നിരീക്ഷിച്ചു, ഇത് സമജാതി. എന്ത് ജാതി? സമജാതി ചെന്നർത്ഥം ഒരേ ജാതി പണി ചെയ്യണവർക്കല്ലേ ഒരേ ദിക്കിൽ തഴമ്പുണ്ടാവുക. ഇതൊക്കെ ജരാസന്ധൻ കാര്യം മനസ്സിലാക്കി. ജരാസന്ധൻ എന്തേ ചെയ്തു വെച്ചാൽ സംശയത്തോടെ നോക്കണത്. സംശയത്തോടെ ഇങ്ങനെ നോക്കുമ്പം ജരാസന്ധൻ ചിന്തിച്ചു, സ്വരൈ ആകൃതിഭിസ്തംസ്തു പ്രകോഷ്ഠൈ ജാഹതൈരപി രാജന്യബന്ധോൻ വിജ്ഞായ ദൃഷ്ടപൂർവാൻ അചിന്തയൽ സ്വരൈഹി ശബ്ദം കേട്ടിട്ടും ആകൃതിഭി രൂപം കണ്ടിട്ടും പ്രകോഷ്ഠൈ ജാഹതൈരപി കയ്യുമ്പിലും ഒക്കെയുള്ള തഴമ്പ് കണ്ടിട്ടും രാജന്യബന്ധോൻ വിജ്ഞായ ഈ വന്ന കൂട്ടര് രാജാക്കന്മാരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ദൃഷ്ടപൂർവാൻ അചിന്തയൽ ഇവരെ മുമ്പ് എവിടെയോ കണ്ടവരാണല്ലോ എന്നിങ്ങനെ ചിന്തിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന് മനസ്സിലായി ഇനിയിപ്പോ നിർത്തി നമ്മൾ വെറുതെ ഇനി നിന്നിട്ട് കാര്യമില്ല. ഭഗവാൻ പറഞ്ഞു, ജരാസന്ധ താൻ ഇങ്ങനെ അളന്ന് മുറിച്ച നോട്ടൊന്നും നോക്കണ്ട, ഞാൻ കാര്യം അങ്ങോട്ട് പറയാ, ഞാൻ കൃഷ്ണനാണ് എന്നും പറഞ്ഞു. അപ്പൊ ജരാസന്ധൻ പറഞ്ഞു, എടാ എന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാ, പിന്നെ അങ്ങോട്ട് മനസ്സിലായില്ല എന്നേ ഉള്ളൂ എന്നും പറഞ്ഞു. അപ്പൊ കൂടെ വന്നതോ ഇത് ഭീമസേനൻ, മറ്റേത് അർജുനൻ എന്നും പറഞ്ഞു. അപ്പൊ ജരാസന്ധൻ ചോദിച്ചു, എന്തേ ഇപ്പൊ എല്ലാരും കൂടി ഇങ്ങടെ വേഷം കെട്ടി പുറപ്പെടാൻ? എന്തോ ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാത്തത് കിട്ടാനാണല്ലോ പഞ്ചാതി വേഷം കെട്ടായിട്ട് വന്നത്. എന്താ വേണ്ട വെച്ചാൽ ചോദിച്ചോളൂ. നിങ്ങൾ ബ്രാഹ്മണരൊന്നും അല്ല എനിക്ക് ഇഷ്ടമുണ്ട്, എന്നാലും ക്ഷത്രിയന്മാരാണെങ്കിലും നിങ്ങൾ ചോദിക്കേണ്ടത് എന്താ വെച്ചാൽ ഞാൻ തരാക്കി വിരോധമൊന്നുമില്ല. കിട്ടാത്തത് കിട്ടാനാണല്ലോ വേഷം കെട്ടി ഇറങ്ങിയത്. ചോദിച്ചോളൂ, എന്താ വേണ്ടത് വെച്ചാൽ ചോദിച്ചോളൂ എന്നും പറഞ്ഞു. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഞങ്ങൾ വന്നതേ എന്തിനാ നിശണ്ടോ, അങ്ങ് ഞങ്ങൾക്ക് എന്തേ തരണ്ടോ? യുദ്ധം നോ ദേഹി രാജേന്ദ്ര ദ്വന്ദ്വശോ യതി മന്യസേ യുദ്ധാർത്ഥിനോ വയം പ്രാപ്താഃ രാജന്യാ അന്നകാംക്ഷിണ. ഞങ്ങൾക്ക് എന്താ വേണ്ടത്? യുദ്ധം നോ ദേഹി രാജേന്ദ്ര, നിങ്ങൾക്ക് യുദ്ധാ വേണ്ടത്. എന്ത് യുദ്ധം? ദ്വന്ദ്വയുദ്ധം. എങ്ങനെയുണ്ട് ദ്വന്ദ്വയുദ്ധം? ദ്വന്ദ്വയുദ്ധം രണ്ടാള് കൂടി യുദ്ധത്തിന് ദ്വന്ദ്വയുദ്ധം എന്ന് പറയുക. അതുകൊണ്ട് യുദ്ധം നോ ദേഹി രാജേന്ദ്ര ദ്വന്ദ്വശോ യതി മന്യസേ, ദ്വന്ദ്വയുദ്ധാണ് ഞങ്ങൾക്ക് ഭിക്ഷയായിട്ട് വേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ ക്ഷത്രിയന്മാരാണ്, ബ്രാഹ്മണരൊന്നുമില്ല, നിന്റെ ചോറുണ്ണാൻ വന്നതും അല്ല. ആര് പറഞ്ഞു? അന്നകാംക്ഷിണ. അന്നകാംക്ഷി നിന്റെ ഊണഴിക്കാൻ മോഹിച്ചു വന്ന ബ്രാഹ്മണരൊന്നുമല്ല ഞങ്ങൾ നല്ല ഒന്നാന്തരം ക്ഷത്രിയന്മാരാണേ. അതുകൊണ്ട് ദ്വന്ദ്വയുദ്ധം ഭിക്ഷയായിട്ട് തന്നോളൂ എന്നും പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ ഭഗവാൻ പറഞ്ഞു, ജരാസന്ധ ഞങ്ങളിപ്പോ മൂന്നാളുണ്ടല്ലോ, മൂന്നാളുടെ കൂടെ ആരുടെയാ കൂടെ വെച്ചാൽ തനിക്ക് അങ്ങോട്ട് ബുദ്ധിയാവണവരെ കൂടെ കൂട്ടിക്കോളൂ. എന്നെ വെച്ചാൽ എന്നെ, അർജുനെ വെച്ചാൽ അർജുനെ, പിന്നെ ഭീമനെ വെച്ചാൽ ഭീമനെ, ആരെ വെച്ചാൽ കൂടെ വിളിച്ചോളൂ എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പം ജരാസന്ധ പറഞ്ഞ, കൃഷ്ണൻ തന്നെ ഞാൻ വിളിക്കില്ല. എന്താ കാരണം എന്നറിയോ? നീ എൻ്റെ മുമ്പിൽ ഓടിയാനല്ലേ, അതുകൊണ്ട് തന്നെ വിളിക്കില്ല. ഭീരു എത്ര തവണ ഓടി ഭഗവാൻ ഒരു തവണയെ ഓടിയിട്ടുള്ളൂ. ജരാസന്ധനോ ജരാസന്ധൻ 17 തവണയാണ്, മുണ്ടുപോലും ഇല്ലാണ്ട് ഓടിയിട്ടുണ്ട് പലവണ. 17 തവണ ഭഗവാന്റെ മുമ്പിൽ ഓടിയോനാണ് ജരാസന്ധൻ. ഒരു തവണയെ ഭഗവാൻ ഓടിയുള്ളൂ. എന്നിട്ടും ഭഗവാനെ അപമാനിച്ചും കൊണ്ട് പറഞ്ഞു. അതുകൊണ്ടേ ജരാസന്ധൻ പറഞ്ഞു, കൃഷ്ണ എൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ ഞാൻ ഇല്ല. എന്താ വെച്ചാൽ എൻ്റെ കൂടെ യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ എന്നെ തോൽപ്പിച്ച് ഞാൻ ജയിച്ചാൽ നാളെ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ആളുകൾ ചോദിക്കും, എടാ ജരാസന്ധ നിനക്ക് ആ പൊട്ടനെ കിട്ടിയുള്ളൂ, ഉശിരുള്ളവരെയൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കും. എന്നെ ജയിച്ച എനിക്ക് അപമാനാണ്, എൻ്റെ കൂടെ യുദ്ധത്തിനില്ല എന്ന് ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ പറയും ചെയ്ത്, എൻ്റെ കൈ കൊണ്ട് ചാവാൻ എൻ്റെ ജാതകത്തിൽ പറഞ്ഞില്ല, ഉള്ളി കണക്കാക്കി. ഭഗവാന്റെ കൈ കൊണ്ട് മരിക്കാൻ മാത്രം ജാതകത്തിൽ മഹിമുള്ളവനല്ല ആര്? ജരാസന്ധൻ എന്നോട് പറഞ്ഞു. പിന്നെ ഇപ്പൊ ഈ അർജുനനാണ് അത്ര പോന്ന ഉണ്ണി, അതിനെ ഞാൻ ഒന്നങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് തെല്ലുമ്പോഴേക്കും അത് ശ്വാസം മുട്ടിച്ചാവും. എന്നിട്ട് ആളുകൾ പറയും, കുട്ടികളെ കൊല്ലണവനാണ് ജരാസന്ധൻ, കുട്ടികളെ കൊല്ലണം, ഈ വയസ്സ് കാലത്ത് ചീത്ത പേര്, വേണ്ട എന്ന് പറയും. പിന്നെ ഇപ്പൊ ഈ ഭീമസേനനാണ്, വാഴത്തട പോലെ എത്രയുണ്ട് കയ്യിൽ,
വാഴത്തട എന്നൊക്കെ പറഞ്ഞു. ഭീമസേനൻ ഇങ്ങനെ പല്ല് കടിക്കുന്നതൊക്കെ കണ്ടാല് ഭഗവാൻ പറഞ്ഞു പല്ല് പൊട്ടിക്കണ്ട, അത് അവിടെ ഇരുന്നോട്ടെ, എന്താ ചേട്ടോ അല്ല ഇതിനൊക്കെയുള്ള സൗകര്യം ഞാൻ തരാം, അതിനൊക്കെ പ്രതികാരം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരാമെന്നും പറഞ്ഞു. അങ്ങനെ ഭീമസേനൻ എന്ത് ചെയ്തു? സ്വീകരിച്ചു തൻ്റെ കൂടെ യുദ്ധത്തിന്. ഭീമസേനെ സ്വീകരിച്ചിട്ട് രണ്ട് കൂട്ടരും കൂടി എന്ത് ചെയ്തു എന്നാണെങ്കിൽ ദ്വന്ദ്വയുദ്ധത്തിനായിട്ട് തീരുമാനമായി. ഭീമന്റെ കൂടെ യുദ്ധം ചെയ്യാന്ന് തീരുമാനിച്ചിട്ട് രണ്ടാളും കൂടി പുറപ്പെട്ടു. അവിടുന്ന് എന്താ ഉണ്ടായെന്നാണെങ്കിൽ ഇവര് രണ്ടാളും കൂടി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. അവിടെ അപ്പൊ ഭീമസേനൻ പറയുകയും ചെയ്തു, ഗത എടുത്തിട്ടില്ലല്ലോ. അതെന്ത് ഗത എടുത്തിട്ടില്ലേ? ഈ ഭീമസേനൻ എവിടേക്ക് പോകുമ്പോഴും ഭീമസേനന്റെ ബാഗിൽ എന്തുണ്ടാവും? ആ 3 ഫോൾഡ് ഗത ഉണ്ടാവും, കൊടയല്ല ഗത. അതെല്ലാ ദിക്കിലേക്ക് പോകുമ്പോഴും ഭീമസേനൻ കൊണ്ടുപോകുന്നതാണ്. ഇവിടേക്ക് പോരുമ്പോഴും കൊണ്ടുവരാനായിട്ട് എടുക്കാൻ പുറപ്പെട്ടപ്പോഴാണല്ലോ ഭഗവാൻ പറഞ്ഞത് എന്ത്? കിണ്ടിയും വെള്ളം മതി, ഇതൊന്നും വേണ്ട, നമ്പൂരാരെ നമ്മൾ പോകുമ്പോൾ ഗതിയായിട്ടാണോ പോകുക എന്നൊക്കെ ചോദിച്ചിട്ടാണോ പിടിച്ചു വാങ്ങി വെച്ചിട്ടാണോ മറ്റേ കിണ്ടി എടുത്ത് കയ്യിൽ കൊടുത്തത്? ഇല്ലേ, തീർത്ഥക്കിണ്ടി എടുത്ത് നടന്നോളൂ എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. ഇപ്പൊ ചോദിച്ചു ഗതി എവിടെ ചോദിച്ചു. അപ്പൊ ഭീമസേനന്റെ ഒരു വിഷമം കണ്ടപ്പം ജരാസന്ധൻ പറഞ്ഞു, എടോ ഭീമ, ഗതിയൊക്കെ പടിയുണ്ട്, നീ നിലവിളിക്കണ്ടെന്നും പറഞ്ഞു. എന്ത് ചെയ്തു? ഭീമസേനനും തനിക്കും കൂടി 2 വലിയ ഗതി ഇങ്ങോട്ട് കൊണ്ടുവരിച്ചു. എന്നിട്ട് അതില് വലിയൊരു ഗതി എടുത്തിട്ട്, ഈ ഗത എന്ന് പറഞ്ഞ ആളക്കനുസരിച്ചത് വേണം. ഇത് ആളക്കനുസരിച്ചത് വലിയൊരാൾക്ക് ചെറിയ പേനക്കത്തി പോലത്തെ ഗത കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അതിനനുസരിച്ച് കയ്യിൽ പിടിക്കാനും പെരുമാറാനും ഒക്കെ ഒരു കഥയുള്ളത് വേണ്ടേ? ഇന്ന് ചെറിയൊരു കുട്ടിയുടെ കയ്യിൽ വലിയൊരു ഗത കൊടുത്തത് പൊക്കാൻ പറ്റുമോ? അപ്പൊ ഭീമസേനൊരു ആകൃതിക്കും പ്രകൃതിക്കും അനുസരിച്ച് ഒരു സംഗതി വേണം. അപ്പൊ എന്ത് ചെയ്തു? ഇത്യുക്ത്വാ ഭീമസേനായ പ്രാദായ മഹതിം ഗദാം ദ്വിതീയാം സ്വയമാദായ നിർജഗാമ പുരാൽബഹി. അതാണ്ടായത്. കൊണ്ടുവന്നതിലേക്ക് വലിയൊരു ഗത ഭീമസേനും കൊടുത്തു. രണ്ടാം തരം ഒന്ന് ആരും എടുത്തു? ജരാസന്ധനും എടുത്ത്. 2 കൂട്ടരും കൂടി പുരാദ്ബഹി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. അവിടുന്ന് പുറത്ത് പോയിട്ട് പുറത്തെ മൈതാനത്താണ് യുദ്ധം. ഗംഭീര ഇവരെ യുദ്ധം കണ്ട് തുടങ്ങിയ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനൻ എന്ത് ചെയ്തു? ആ മതിലിന്റെ മുകളിൽ അവിടെ കയറിയിരുന്നു. ഒന്ന് കാണാനും സൗകര്യമുണ്ട്, ഒന്ന് ഉരുണ്ട് മറിഞ്ഞ് നേഹത്തേക്ക് വരൂല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടായത്. യുദ്ധം ഗംഭീരായിട്ടാണ്ടായത്. എന്താ ഇപ്പൊ പറയണു? തതസ്സമേഖലേ വീരൗ സംഭൂ കൂടിച്ചേർന്നും വേർപെട്ടും കൂടിച്ചേർന്നും ഇതെന്ത് യുദ്ധമായതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നിട്ട് പറയേണ്ട മണ്ഡലാനി വിചിത്രാണി സവ്യം ദക്ഷിണമേവച ചരതോ ശുശുഭേ യുദ്ധം നതയോരിവരുങ്കിണോഹ. അതാണ്ടായത്. വട്ടത്തിൽ തിരിഞ്ഞും ചാടി മറിഞ്ഞും ഉരുണ്ട് മറിഞ്ഞും തിരിഞ്ഞു മറിഞ്ഞും ഒക്കെ ഗംഭീരായിട്ട് കലശല് കൂട്ടി യുദ്ധം ചെയ്തു. അങ്ങനെ പറയേച്ചാൽ തതശ്ചടചടാ ശബ്ദോ വജ്രനിഷ്പേഷ സന്നിഭാം ഗതയോ ക്ഷിപ്തയോ രാജൻ ദന്തയോരിവ ദന്തിനോഹ. കൊമ്പനാനോള് കൊമ്പോണ്ട് കുത്തി മറിഞ്ഞ് യുദ്ധം ചെയ്യണ ജാതിയിൽ ചടചടാ പടപട ചടചടാ പടപട എന്ന് പറഞ്ഞ ബഹളത്തോട് കൂടിയിട്ട് എന്തുണ്ടായി? കലശലായിട്ടുള്ള യുദ്ധം ഉണ്ടായത്. അങ്ങനെ ഇവരുടെ യുദ്ധം 27 ദിവസം ജരാസന്ധനും ഭീമനും യുദ്ധം ചെയ്തു. ഒരു ഫെബ്രുവരി മാസം മുഴുവനും ഇവരുടെ യുദ്ധായിരുന്നു. യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? പകല് യുദ്ധമാണ്. രാവിലെ പകല് യുദ്ധം കഴിഞ്ഞ് രാത്രി ആയാൽ സന്ധ്യ ആയാൽ രണ്ടാളും അമ്പലക്കുളത്തിൽ പോയി കുളി കഴിഞ്ഞ് വന്ന സന്ധ്യാവന്തനൊക്കെ കഴിഞ്ഞ് വന്നിരുന്നാൽ രണ്ടാളും കൂടി മാവിന്റെ ചോട്ടിൽ പോയി ഇരുന്നിട്ട് ചെസ് കളിക്കും. ആര് രണ്ടാള്? ഭീമസേനും ജരാസന്ധനും കൂടി. നോക്കണേ, അങ്ങനെയാണ്. എന്താല്ലേ അന്നത്തെ കാലത്തൊക്കെ രാവിലെ ഒരു 6 മണിക്ക് യുദ്ധം തുടങ്ങും, ഒരു 8-8:30 മണിക്ക് യുദ്ധം ഒന്ന് നിർത്തും, പിന്നെ ഒരു 9-9:30 വരെ യുദ്ധമാണ്. 9:30ക്ക് യുദ്ധം ഒന്ന് നിർത്തിയിട്ട് പിന്നെ ഒരു 10 മണിക്ക് വീണ്ടും യുദ്ധം തുടങ്ങും, പിന്നെ ഒരു 1-1:30 മണി വരെ യുദ്ധമാണ്, പിന്നെ 2-2:30ക്ക് വീണ്ടും യുദ്ധം തുടങ്ങും, 6-6:30 വരെ യുദ്ധം. നമ്മുടെ സപ്താഹം പോലെ തന്നെയാണ് എന്ത് യുദ്ധം പോലെ ആവരുത്. ശരിയല്ലേ? അത് അങ്ങനെയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കുളി സന്ധ്യാവന്തനം കഴിഞ്ഞ് വന്നിരുന്ന് എന്ത് ചെയ്യും? രണ്ടാളും കൂടി ചതുരംഗം കളിക്ക്. പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ചോ? പണ്ടൊക്കെ യുദ്ധം ചെയ്യുമ്പോഴേ ശത്രുതയുള്ളൂ, അല്ലാത്ത സമയത്തൊന്നും ശത്രുതയില്ലേ. ഇന്നത്തെ മാതിരി എന്നൊക്കെ ഇപ്പൊ നമുക്ക് വിളമ്പുമ്പോഴും പോലും നശിക്കേ. അപ്പോഴൊക്കെ ഉള്ളില് ശത്രുത ഉണ്ടാവും ചിലപ്പോൾ. പണ്ട് അതില്ല. പണ്ട് ഈ യുദ്ധം ചെയ്യുമ്പോൾ ശത്രുതയുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം വേറെ വിഷമമൊന്നുമില്ല. അങ്ങനെയാണ്. നോക്കൂ, അപ്പോ 27 ദിവസം യുദ്ധം ചെയ്തിട്ടും ഭീമസേനന് ജരാസന്ധനെ വീഴ്ത്താൻ പറ്റിയില്ല. ജരാസന്ധനെ വീഴ്ത്താൻ പറ്റാതെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭീമൻ ചിന്തിച്ചു, പണ്ടൊക്കെ കുട്ടിക്കാലത്ത് ചെറിയ കുട്ടിയാവുന്ന സമയത്താണ് നോക്കൂ ഹിഡിമ്പനെയൊക്കെ ഏത് ക്ലാസ്സില് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടില്ല, പരീക്ഷയുടെ സമയത്താണ്. ചെറിയ കുട്ടികളാവുമ്പം ഭീമസേനൻ ഹിഡിമ്പന് ബക്കനെ ഒക്കെ പൊടി അല്ലേ അമ്പ എന്തൊക്കെ തരത്തില് നേരിയാക്കിയതാ. എന്നിട്ട് ഇപ്പൊ പറ്റണില്ല.
ഇത്രയൊക്കെ പ്രായമായിട്ടുള്ള കാലത്ത് പറ്റണില്ല. അതെന്താണാവോ എന്നിങ്ങനെ ആലോചിച്ചു. എന്ത് ചെയ്തിട്ടും ഇവൻ്റെ നേരെ ഹേഷണമില്ല. അപ്പം അതിൻ്റെ മുകളിലാണെങ്കിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ദിവസം 27 എണ്ണം കഴിയുകയും ചെയ്തു. ഒടുക്കം ഭഗവാന്റെ അടുത്തുനിന്ന് എന്താ ചെയ്യേണ്ടോ നിശ്ചയില്ലാതെ ഭീമസേനൻ ഭഗവാനോട് ചോദിച്ചു. വെറുതെ വായോണ്ട് ചോദിച്ചാൽ മോശമല്ലേ, ആൾക്കാർ കേൾക്കില്ലേ? നമ്മളിപ്പോൾ യുദ്ധത്തിലേക്ക് സഹായം ചോദിക്കുന്നത് മോശമല്ലേ? ഇതെന്താ സാധനം, ഒന്നും അങ്ങോട്ട് ഏഷണല്ലോ എന്ന്. അപ്പം ഭഗവാൻ പറഞ്ഞു, ചെന്താർത്ഥം വിദ്യണ്ട എന്നാ പറഞ്ഞു. ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞു. ഭഗവാൻ ആ മതിലിൻ്റെ മുകളിൽ ഇങ്ങോട്ട് താഴേക്ക് ഇങ്ങോട്ട് ചാടിയിട്ട് ആ മുറ്റത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ആ മുറ്റത്ത് എന്താ വെച്ചാൽ ഒരു വിറകിൻ്റെ കൊള്ളി കിടക്കണ്ടായിരുന്നു. ഒരു വിറകിൻ്റെ ചെറിയൊരു വിറകിൻ്റെ കൊള്ളി ഉണ്ടായിരുന്നേ. ഭഗവാൻ ആ വിറകിൻ്റെ കൊള്ളി ഇങ്ങോട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു, നടുക്ക് അങ്ങോട്ട് കയറി ഭീമനോട് പറഞ്ഞു, ഭീമസേന ഇത്ര വേഗം ഭീമസേനെ മനസ്സിലായത്? നിങ്ങോട്ട് കീറി കാണിച്ചു കൊടുത്തപ്പോൾ വേഗം മനസ്സിലായി. നമ്മളച്ഛെന്താ മനസ്സിലാക്കുക? പറഞ്ഞോളൂ. ഇത് കഴിഞ്ഞിട്ട് വടക്കേ മുറ്റത്ത് വിറകും കീറാണ്ടെന്നല്ലേ മനസ്സിലാക്കുക? ആ ബുദ്ധിയുടെ ഒരു വലിയ മഹിമേ. ജരാസന്ധനൊക്കെ അല്ലേ, ഭീമസേനൊക്കെ എന്ത് യോഗ്യന, നല്ല ബുദ്ധിമാനാണ്. ഭീമസേനന് കാര്യം മനസ്സിലായി. ഭീമസേനൻ എന്ത് ചെയ്തു? വിട്ടപ്പം പാടയാമാസ ദരിശയൻ നിവസജ്ഞയ. വിട്ടപ്പം എന്ന് പറഞ്ഞാൽ ആ മരത്തിന്റെ വിറകിന്റെ ഉള്ളി അങ്ങനെ കീറിയിട്ട് കാണിച്ചു കൊടുത്തു കേട്ടോ. ദരിശയൻ നിവസജ്ഞയ, അടയാളം കാണിച്ചു കൊടുത്തു. എന്താ വേണ്ടോന്ന്? ഭീമസേനൻ ഈ അടയാളത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നേരെ ഇങ്ങോട്ട് ചെന്നിട്ട് ജരാസന്ധനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് അടിച്ചങ്ങോട്ട് വീഴ്ത്തി. വീണ ജരാസന്ധന്റെ ഒരു കാല് അവിടെ ചവിട്ടി വെച്ചിട്ട് മറ്റേ കാല് പിടിച്ചിട്ട് യാന പനയുടെ പട്ടയല്ല, എന്ത് പട്ടയും വലിക്കണ പ്രകാരത്തിൽ മറ്റേ കാല് വലിച്ചങ്ങോട്ട് പറിച്ചെടുത്തു. അങ്ങനെ ഇപ്പം എന്തേ പറയണു, 2 കഷ്ണമായിട്ട് ഇങ്ങോട്ട് പറിച്ചെടുത്തു. ഈ നടുക്ക് ഇങ്ങോട്ട് ചീന്തി. സയൻസ് പഠിക്കുന്ന കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ബൈലാറ്ററൽ സിമ്മട്രി, നെട്ടുകേ ഛേദം. നേരെ നടുക്ക് ഛേദിച്ച കഥ പറയില്ലേ, സയൻസിൽ പഠിച്ചിട്ടില്ലേ നമ്മൾ? അതേ ജാതിയിൽ പകുതിയായിട്ട് അങ്ങോട്ട് പറിച്ചവിടെ ഇട്ട് ആരും മരിച്ചു? ജരാസന്ധം മരിച്ചു. ഇതേപ്പം ഉണ്ടായത് ജരാസന്ധവധം കഴിഞ്ഞു. അതെന്താ ജരാസന്ധൻ ഇങ്ങനെ മരിക്കാൻ കാരണം? അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതോടെ ഇവിടെ കഴിഞ്ഞു. നമുക്ക് അടുത്തേ പറയേ വേണ്ടു. ഇപ്പം ഇത് എന്തേണ്ടായി എന്ന് ആലോചിച്ചിട്ട് ഇനി ഉറക്കം വരാണ്ടിരുന്ന അതും ബുദ്ധിമുട്ട്. അതാ ആ വിഷമം തീരാനുള്ള ഞങ്ങൾ പറഞ്ഞുതരാം. മഹാഭാരതത്തിൽ തന്നെ അത് പണ്ട് ജരാസന്ധൻ ഇങ്ങനെ മരിക്കാൻ കാരണം എന്താ ചോദിച്ചാൽ, ഈ ജരാസന്ധൻ്റെ അച്ഛൻ പണ്ട് രാജ്യം ഭരിക്കണ കാലത്ത് അദ്ദേഹത്തിന് കുട്ടികളെ സന്താനം ഉണ്ടായിരുന്നില്ല. 2 ഭാര്യമാരും ഉണ്ടായിരുന്നു. 2 ഭാര്യമാരോട് കൂടി കൊട്ടാരത്തിൽ കഴിയുമ്പോൾ സന്താനം ഇല്ലാണ്ട് വിഷമിച്ചിരിക്കണ കാലത്ത് ഒരു സ്വാമിയാര് കൊട്ടാരത്തിൽ വന്നു. അദ്ദേഹം ഒരു ഏത്തപ്പഴം ജപിച്ചു കൊടുത്തു. ആർക്ക്? ഏത്തപ്പഴം എന്നല്ലേ പറയാൻ പടക്കേ? ആ ഏത്തപ്പഴം ജപിച്ചു കൊടുത്തു. അപ്പം ഈ പഴം ജപിച്ചു കൊടുത്ത സമയത്ത് നമ്മുടെ ജരാസന്ധൻ പഴമായിട്ട് കുടുംബത്ത് വന്നു. ഒരു പഴം ജപിച്ച് കിട്ടിയിട്ടുള്ള കുടുംബത്താണെങ്കിൽ ഭാര്യമാർ 2 എണ്ണം ഉണ്ട്. ഒരുത്തിക്ക് പഴം കൊടുത്താൽ അവള് പഴമൊക്കെ കഴിച്ച് സന്താനമൊക്കെ ഉണ്ടായി നല്ല മട്ടുമാതിരിക്കും. മറ്റവള് സന്താനം ഇല്ലാത്തവൾക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവള് വെറുതെ ഇരിക്കില്ല. ഇവള് കുട്ടിയെ കളിപ്പിച്ച് നടന്നോളും. മറ്റവളോ കുത്തിത്തിരിപ്പുണ്ടാക്കി നടക്കില്ലേ? ആകെ കുടുംബത്തെ കലഹാവില്ലേ? എന്ത് ചെയ്യും? നടു മുറിച്ച് 2 കഷ്ണാക്കിയിട്ട് 2 ആൾക്കും പകുതിയാക്കി കൊടുത്താലോ? അതും ബുദ്ധിമുട്ട്. ഒരുത്തി പറയും, വലിയ ഇഷ്ടം മറ്റോ കൊടുത്തു, പിന്നെ എങ്ങനെയാണല്ലോ എന്ന് പറയും. ഇത് മറ്റോളും പറയും, വലിയ ഇഷ്ടം മറ്റോ. 2 കേൾക്കാൻ ഒരാളെ ഉണ്ടാവില്ല. എങ്ങനെ സ്കെയിൽ വെച്ച് മുറിച്ചാലും ഈ പരാതി നിർബന്ധ. എന്തായാലും പുലിവാല്. എന്താ ചെയ്യാന്ന് ആലോചിച്ചു. രാജാവ് ഇത്തിരി ബുദ്ധിമാനായിരുന്നു. അതുകൊണ്ട് രാജാവ് എന്ത് ചെയ്തു, ഒരു പിശാത്തി കൊണ്ടുവന്നിട്ട് ആ പഴം നേരെ നെടുകെ ഇങ്ങോട്ട് ചീന്തിയിട്ട് ഒരു കഷ്ണം നടുക്കെ ചീന്തിയെടുത്ത കണ്ണിയും നറ്റവും തലയും പുഴുവും കേടും നടുവും വാലും കരയൊക്കെ എല്ലാവർക്കും സമമായിട്ടല്ലേ കിട്ടുള്ളൂ. പകുതി ഒരു റാണിക്കും കൊടുത്തു, പകുതി മറ്റേ റാണിക്കും കൊടുത്തു. 2 റാണിമാർ എന്ത് ചെയ്തു? പഴം കഴിച്ചു കേട്ടോ. പഴം കഴിച്ച റാണിമാർക്ക് 2 ആൾക്കും ഗർഭമുണ്ടായി. 2 ആളും പെറ്റു. 2 ആളും പെറ്റത് 2 ആസ്പത്രിയിൽ നിന്നാണ് പെറ്റത്. ഒരാള് പെറ്റു ഒരു പകുതി, മറ്റേ ആള് പെറ്റു മറ്റേ പകുതി. അപ്പൊ ഈ റാണി വിചാരിച്ചത് എന്തോ കുട്ടിച്ചാത്തനാണെന്ന് നിരീക്ഷിച്ച് അതിനെ കൊണ്ടുപോയി ശ്മശാനത്തിൽ കൊണ്ടുപോയി കളഞ്ഞു. അങ്ങനെ കേട്ടിട്ടില്ലേ? കുട്ടിച്ചാത്തനെ പെറ്റു പറന്നു പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലേ? മുത്തശ്ശിമാർക്കൊക്കെ ഇഷ്ടമുണ്ടാവും. പണ്ടൊക്കെ പറയണ കേട്ടിട്ടുണ്ടേ. കുട്ടിച്ചാത്തനായിരുന്നു പെറ്റത്, തിരിഞ്ഞ് 2 അടി 4 വരില്ലെന്ന്. ഇനി കേട്ടിട്ടില്ലേ? പഴയ ആളുകളൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. നമുക്കൊന്നും ഇഷ്ടമില്ല. നമ്മൾ കുട്ടിച്ചാത്തനെയൊന്നും കണ്ടിട്ടില്ല. വന്ന് ചോദിച്ചിട്ട് പറയാനൊന്നും നമുക്കറിയില്ല. ആ കുട്ടിച്ചാത്തനാന്ന് ചോദിച്ചു. പകുതിയെ പെറ്റതേ പേടിച്ചു പോയി അവരെ. അപ്പൊ ഒരു റാണി പെറ്റത് പകുതി, ആ റാണി കൊണ്ടുപോയി അതിനെ ശ്മശാനത്തിൽ കളഞ്ഞു. മറ്റേ റാണി പെറ്റതും പകുതി, ആ റാണിയും പേടിച്ചു, അതിനെ ശ്മശാനത്തിൽ കൊണ്ടുപോയി കളഞ്ഞു. ഈ റാണിമാര് 2 ആളും 2 ആസ്പത്രിയിൽ പെറ്റതുകൊണ്ട് അന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് പരസ്പരം വിളിച്ചു പറയാനൊന്നും പറ്റിയില്ല.
അറിഞ്ഞില്ല. അപ്പൊ റാണിമാര് വിചാരിച്ചു കുട്ടിച്ചാത്തൻ പറന്നുപോയി എന്ന് വിചാരിച്ച് അവർ വിഷമിച്ചിരിക്കുമ്പോൾ എന്താ ഉണ്ടായത്? ഈ ശ്മശാനത്തിൽ ഈ 2 ശവശരീരങ്ങൾ ഇങ്ങനെ കിടക്കണുണ്ടല്ലോ. അന്ന് ഈ ശ്മശാനത്തിൽ താമസക്കാരി ഒരു ജര എന്ന പേരായിട്ട് ഒരു രക്ഷസ് ഉണ്ടായിരുന്നു, രാക്ഷസിയെ. നമ്മൾ ഈ ശ്മശാനത്തിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ എന്ത് കണ്ടു? 2 ശവശരീരം ഇങ്ങനെ കിടക്കണു. കുട്ടികളുടെ ആണെങ്കിലും 2 ഉണ്ട്. ജരയ്ക്ക് വലിയ സന്തോഷമായി. എന്താ? പ്രാതല് കുശാലായി. വെളിച്ചാമത്തെ പ്രാതലേ. ഇവളെന്താ ചെയ്തു വെച്ചാൽ ഇങ്ങോട്ട് ചെന്നിട്ട് ഈ രണ്ട് കഷ്ണം കണ്ടപ്പം ഓരോന്നും ഇങ്ങനെ പെറുക്കി കപ്പലണ്ടി കഴിക്കും പോലെ കഴിക്കേണ്ട, എന്ത് ചെയ്യാം, ഉത്തരേന്ത്യക്കാരൻ ചപ്പാത്തി തിന്നും പോലെ തിന്നാൻ നിരീക്ഷിച്ചു. അതെങ്ങനെ? ഓരോന്ന് പറയും. ഉത്തരേന്ത്യക്കാരൻ ചപ്പാത്തി കഴിക്കുന്നത് കണ്ടിട്ടില്ലേ? നമ്മളെങ്ങനെയാ കഴിക്കണേ? നമ്മളൊരു 19 ചപ്പാത്തി വലിയൊരു ഉരുളിക്ക് വിളമ്പി ഒരു 25 ലിറ്റർ കൂട്ടാനും വിളമ്പി വെളുവെളു എന്ന് പറഞ്ഞ് അതങ്ങോട്ട് കഴിച്ചിട്ട് ഒരു മാസം ലീവ് എടുത്ത് ഇതൊന്നും രൂപ ആവണല്ലോ. അങ്ങനെയൊക്കെയല്ലേ പതിവ്. അങ്ങനെയൊന്നും ഉത്തരേന്ത്യക്കാർ അങ്ങനെയല്ല കഴിക്കുക. അവരാ കിണ്ണം ഇങ്ങോട്ട് വെച്ചിട്ട് അതിലേക്ക് ഒരു ചപ്പാത്തി വിളമ്പി അതിലേക്ക് കുറച്ച് മെഴുക്ക് വരട്ടി ഉപ്പിലിട്ടത് എന്തെങ്കിലും നടക്ക് വിളമ്പിയിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് മടക്കും. നമ്മൾ ഈ പായയൊക്കെ മടക്കണം ജാതിയിൽ മടക്കിയിട്ട് കെട്ടുന്നും ഒരു പക്ഷമുണ്ട്, കെട്ടില്ല എന്നും ഒരു പക്ഷം, 2 പക്ഷ. ഈ വടക്കൻ പക്ഷം തെക്കൻ പക്ഷം പുണ്യാഹത്തിനൊക്കെ ഉണ്ട്. വടക്കോട്ട് പുണ്യാഹം തെക്കോട്ട് പുണ്യാഹത്തിനൊക്കെ വ്യത്യാസമുണ്ട്. പണ്ടൊക്കെ പറയുമ്പോൾ തന്നെ അങ്ങനെ പറയും ചെയ്യുന്നത്. വടക്കോട്ട് മന്ത്രം നാസ്തി ഫലം ജാസ്തി എന്നാ പറയുക. നമ്മുടെ അങ്ങോട്ട് വടക്കോട്ട് പോയാൽ പറയും, ഇങ്ങോട്ട് തെക്കോട്ടാണത്. മന്ത്രം നാസ്തി ഫലം ജാസ്തി. വടക്കോട്ടാവുമ്പോൾ മന്ത്രം ജാസ്തി ഫലം നാസ്തി എന്ന് പറയും. മനസ്സിലായില്ലല്ലേ? അതായത് ഇങ്ങോട്ട് തെക്കോട്ട് വരുമ്പം മന്ത്രത്തിൽ പുണ്യാഹത്തിൽ ലേശം കുറവൊക്കെ ഉണ്ട്. ഫലം എന്ന് പറഞ്ഞാൽ ചുണ്ടങ്ങിയാണ്. പുണ്യാഹ ചുണ്ടങ്ങ കേട്ടിട്ടില്ലേ? അത് കുറച്ച് കൂടുതലുണ്ട് ഇവിടേക്ക്. അവിടേക്ക് പുണ്യാഹ ചുണ്ടെങ്കിൽ അളവ് കുറവേ ഉള്ളൂ, മന്ത്രം കുറച്ച് കൂടും. ഇതാണ് വ്യത്യാസം. 2 ജാതി സമ്പ്രദായമാണ്. എല്ലാറ്റിലും ഉണ്ട് ഈ സമ്പ്രദായം കുറേശ്ശെ ചെയ്ത്. അതുപോലെ വടക്കൻ പക്ഷം തെക്കൻ പക്ഷം എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ഈ ചപ്പാത്തി ഇങ്ങനെ ഇങ്ങോട്ട് മടക്കിയിട്ട് കെട്ടുന്നും കെട്ടില്ല എന്നൊരു പക്ഷമുണ്ട്. ഇത് കെട്ടുന്ന പക്ഷമാണ്. കെട്ടിയിട്ട് എന്ത് ചെയ്തു? ഉത്തരേന്ത്യക്കാരൻ ഈ ചപ്പാത്തി പീശാൽ അങ്ങോട്ട് തിരികെ വെക്കും. എന്നിട്ട് മോട്ടോർ സൈക്കിളിന്റെ മുകളിൽ കയറി ഒരു കടി ഒരു കടി ഒരു കടി. അങ്ങനെ ആ പീസിലെത്തുമ്പോഴേക്ക് പ്രാതല് കഴിയും. പ്രാതല് കഴിയും. നമ്മൾ പിന്നെ ഈ പ്രാതല് കഴിക്കൊണ്ടാണ് നേരാമണ്ണ ആഫീസിൽ എത്താണ്ടേ ചെയ്ത്. നമ്മൾ നേരെ എത്താറില്ലല്ലോ. എപ്പോഴും 3/4 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അരിച്ച് കയറിയല്ലേ വരുന്നത്. അപ്പം ഇതുപോലെ ഒന്നിച്ച് കഴിക്കാന്ന് നിരീക്ഷിച്ചിട്ട് ഈ ജര എന്ത് ചെയ്ത് 2 ശവശരീരങ്ങളും കൂടി ഇങ്ങോട്ട് എടുത്ത് പിടിച്ചിട്ട് കൂട്ടി ഇങ്ങോട്ട് കടിക്കാൻ പുറപ്പെട്ടത്. കൂട്ടി പിടിച്ചപ്പോൾ ഇത് എന്താണ്ട, ഇത് ഒട്ടിപ്പോയി. ഒട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിലെ പ്രാണശക്തി പ്രകടമായി. ഇത് കരയാൻ തുടങ്ങിയുള്ളേ. അപ്പൊ ജര നിരീക്ഷിച്ച് ചത്ത ശവ നിരീക്ഷിച്ച് നോക്കുമ്പോൾ പ്രാണന്റെ ജര നോക്കുമ്പോൾ ഒരു ആൺകുട്ടി മിട്ടുക്കനാണ്, നന്നായി കരയണു. ജര അയ്യോ ജീവനുള്ള എങ്ങനെ തിന്നുന്നത്, ഒരു ആൺകുട്ടിയാണല്ലോ, ഇത് വേണ്ടല്ലോ തിന്നണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇതിപ്പോ എന്ത് ചെയ്യും? ഇതിനെ ഇപ്പൊ കുട്ടികളെയൊന്നും കൊണ്ടടക്കാൻ തനിക്ക് പറ്റില്ല. എന്താ കാരണം? തനിക്ക് തിരക്കുള്ള ആളാ. കുട്ടികളെ കൊണ്ടിറക്കണേ ക്ഷമയൊക്കെ വേണ്ടേ? അപ്പോഴാണ് നോക്കുമ്പോൾ രാജാവിന്റെ ഭാര്യമാര് പെറ്റത് 2 കുട്ടിച്ചാത്തന്മാരായി പറന്നു പോയി എന്ന് പത്രത്തിൽ വായിച്ചൊരു ഓർമ്മ ഇറക്കുന്നുണ്ട്. ജരക്കുണ്ട്. ഈ രാജാവിനോടാണെങ്കിൽ ജരയ്ക്ക് വലിയൊരു സ്നേഹവും ബഹുമാനവും ഉണ്ട്. എന്താ കാരണം ചോദിച്ചാലേ, ആ പണ്ടേ അങ്ങനെയാ. ഈ ജരയ്ക്ക് ഇതിങ്ങനെ ഒരു സ്നേഹം ഉണ്ടാവാൻ കാരണം ഈ രാജാവിന്റെ കൊട്ടാരത്തിന്റെ ആ പ്രധാന നടവാതിലില്ലേ, പ്രധാന വാതില് പൂമുഖം എന്നൊക്കെ പറഞ്ഞ കൊട്ടാരത്തിന്റെ നടവാതിലിന്റെ തൊട്ടടുത്തായിട്ട് ഈ ജരയുടെ ഒരു പ്രതിമ പണ്ട് ഒരു ശില്പി കൊത്തിവെച്ച്, നമ്മൾ വ്യാളി മുഖം എന്നൊക്കെ പറഞ്ഞ് കൊത്തിവെക്കില്ലേ വാതിലിമ്പിലും ചമരമ്പിലൊക്കെ. ഇത് ചമരന്റെ മുകളിൽ ഒരു ആ ഭിത്തിയുടെ ഭാഗത്ത് ഒരു ജരയുടെ ഒരു പ്രതിമ കൊത്തി വെച്ചേർന്നു. അപ്പൊ രാജാവ് പുറത്തേക്ക് കടക്കുമ്പോഴും അകത്തേക്ക് കടക്കുമ്പോഴൊക്കെ എന്തു പറയും? ജരായൈ നമ, ഗുഡ് മോർണിംഗ് ജരേ, ഗുഡ് ആഫ്റ്റർനൂൺ ജരേ, ഗുഡ് ഈവനിങ് ജരേ, ഗുഡ് നൈറ്റ്. ഇങ്ങനെ രാജാവ് ഇങ്ങനെയൊക്കെ പറയും. ജരയ്ക്ക് വലിയ കൗതുകം. എന്താ കാരണം? തന്നെ പോലെ ഒരു രാക്ഷസിയെ കണ്ടിട്ടും ഈ വലിയ രാജാവ് അഭിവാദ്യം ചെയ്യുന്നത് കണ്ടില്ലേ? നോക്കൂ, എന്താ അല്ലേ, ഞാൻ എത്ര ഒരു ചെറിയ ആളാ, അദ്ദേഹം എത്ര ഒരു വലിയ ആളായിട്ട് തന്നെ ഇങ്ങനെ ബഹുമാനിക്കണം. അതൊരു വലിയ ബഹുമാന്യതയായിട്ട് ആര് കൂട്ടി? നമ്മളൊക്കെ അപ്പം അങ്ങനെ എത്തി. നമ്മൾ ഡൽഹിയിൽ എന്തോ കാര്യത്തിൽ നാട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഉന്തി പറഞ്ഞേച്ചാൽ അവിടെ പിച്ച തെണ്ടി നടന്നിട്ട് ശല്യമായിട്ട് വണ്ടി കയറ്റി വിട്ടതാ. കള്ളവണ്ടി കയറി അവിടെ എത്തിപ്പോയി നമ്മൾ. അങ്ങനെ നമ്മൾ അങ്ങാടി കൂടി നടക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പോകുമ്പോൾ നിർത്തിയിട്ട്, തിരുമേനി സുഖല്ലേ എന്ന്. പിറ്റേന്ന് പത്രക്കാരൻ്റെ വക ചിത്രം, പ്രധാനമന്ത്രിയോട് കുശലം പറയുന്ന തിരുമേനി. നമ്മൾ പിന്നെ ആരാ? മാല വെക്കാൻ വന്ന കുട്ടിയെക്കാളും കഷ്ടത്തിലാവും. വട്ടത്തിൽ നിന്ന് ആൾക്കാർ അല്ലേ, വട്ടത്തിൽ നിന്ന് സ്വൈരം തല്ലേ വലിയ പ്രസിദ്ധനായി പോവില്ലേ? അപ്പൊ ഈ തന്നെ പോലെ ഒരു നിസാരനായ ഒരു രക്ഷസിന്റെ നേരെയല്ലേ ഈ വലിയ മഹാരാജാവ് ഇങ്ങനെ അഭിവാദ്യം ചെയ്യണത്? എന്താ അല്ലേ? അന്ന് കണക്കാക്കിയതാണ് ജര എന്തെങ്കിലും ഒരു ഉപകാരം രാജാവിന് എന്തെങ്കിലും ചെയ്യണമെന്ന്. ഇപ്പൊ നോക്കൂ, എന്താ ഒരു ആൺകുട്ടി തന്റെ കയ്യിലുണ്ട്. രാജാവിന്റെ ഭാര്യമാര് പറ്റതോ? കുട്ടിച്ചാത്തന്മാരും.
ഇപ്പൊ ഇതിനെ കൊണ്ടുപോയി രാജാവിന് കൊടുക്കാം, ഒരു ഉപകാരമാവില്ലേ? രാജാവ് തനിക്ക് ചെയ്തു തന്ന ഒരു സ്നേഹത്തിന് ഒരു ഉപകാരം. ഈ ഈ ഉണ്ണിയെ കൊണ്ടുപോയിട്ട് രാജാവിന് കൊടുത്തു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവ് ഈ ഉണ്ണി അങ്ങ് വളർത്തിക്കോളൂ, നല്ല ഉണ്ണിയാണ്, മിടുക്കനാവും, മഹാകേമനാവും. ഇത് ഞാനാണ് ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ച് പിടിച്ചത്, അതുകൊണ്ട് പിന്നെ ജരയാൽ സന്ധിപ്പിക്കപ്പെട്ടവൻ. സന്ധിപ്പിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കൂട്ടിച്ചേർക്ക. ജരയാൽ വെൽഡ് ചെയ്തവൻ എന്ന അർത്ഥത്തിൽ എന്ത് പേരിട്ടു? ജരാസന്ധൻ എന്ന് പേരുണ്ടായി. എന്നിട്ട് പറയുകയും ചെയ്തു, രാജാവേ ഇത് വെട്ടിയാ ചാവില്ല, കുത്തിയാ ചാവില്ല, തീയിട്ട് ചുട്ടാ ചാവില്ല, വിഷം കൊടുത്താ ചാവില്ല, വെള്ളത്തിൽ കല്ല് കെട്ടി താഴ്ത്തിയാ ചാവില്ല, അങ്ങനെ ചാവില്ല എന്ന് കുറെ പറഞ്ഞു. എങ്ങനെയാലും ചാവില്ല. രാജാവ് ചോദിച്ചു, ഇത് പിന്നെ എങ്ങനെയാ ചാവുക? അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കണല്ലോ, അത്യാവശ്യത്തിന് വേണമെങ്കിലോ. എന്താ നമ്മൾ ഈ അടയ്ക്കാൻ പഠിച്ചാൽ തുറക്കാനും പഠിക്കണ്ടേ? തുറക്കാൻ പഠിച്ചാൽ അടയ്ക്കാനും പഠിക്കട്ടെ. 2 പഠിപ്പ് കൂടി ആയാലല്ലേ നേരെയേ ഉള്ളൂ. അതുകൊണ്ട് ചാവില്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ ചാവുക? പറഞ്ഞു, ഞാൻ എൻ്റെ മഹിമ കൊണ്ട് ചേർത്ത് ഒട്ടിച്ചതായതുകൊണ്ട് ഇതിന് ജരാസന്ധൻ എന്നാണ് പേര്. എൻ്റെ ഈ ഒട്ടിക്കലില്ലേ, അത് ആർക്കാണോ വേർപെടുത്താൻ സാധിക്കുക, അത്ര ശക്തിയുള്ളവർക്കേ ഇവനെ കൊല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ ശക്തിയുള്ളവർ ആരും ഇല്ല, ഒരാളേ ഉള്ളൂ. അതാരാണ്? ഭീമസേനനാണ്. അതുകൊണ്ടാണ് ഭീമസേനൻ നടുക്ക് പറിച്ചിട്ടോളൂ എന്ന ചാവെന്ന് ഭഗവാൻ സൂചന കൊടുത്തതും ജരാസന്ധനെ അങ്ങനെ കൊന്നു. ഇതാണ് ജരാസന്ധൻ ഇങ്ങനെ മരിക്കാണ്ടായ കാരണം. ജരാസന്ധനെ ഒക്കെ കഴിഞ്ഞു. ജരാസന്ധന്റെ ആ വധം കഴിഞ്ഞതിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ ആരോടൊന്നും മിണ്ടാതെ നേരെ നടന്നത് എവിടേക്കാന്നറിയൂ? രാജാവിന്റെ കാരാഗ്രഹത്തേക്ക്. കാരാഗ്രഹത്തിൽ ചെന്നപ്പോ കാരാഗ്രഹത്തിലെ രാജാക്കന്മാരെല്ലാവരും ഭഗവാനെ കണ്ടപ്പോ ദൂരേന്നെ അവര് നമസ്തേ ദേവദേവേശ പ്രപന്നാർത്തിഹരാവ്യയ പ്രപന്നാൻ വാഹിന കൃഷ്ണ നിർവിണ്ണാൻ ഘോരസംസൃതേ. ഭഗവാനെ, ഞങ്ങളുടെ കാരാഗ്രഹത്തിൽ നിന്ന് അങ്ങ് രക്ഷിച്ചു. ഇതപ്പം ഞങ്ങളെ ഇനി സംസാരസാഗരത്തിൽ നിന്നും കൂടി അങ്ങ് രക്ഷിക്കണേ. എത്ര കാലായിട്ട് വയംപുരാ ശ്രീമദ് നഷ്ടദൃഷ്ടയോ ജിഗീഷയസ്യ ഇതരേതരസ്പൃഥ ഘനന്ദ പ്രജാസ്വ അതിനിർഘൃണ പ്രഭോ വൃത്യം പുരസ്താൽ അവിഗണയ്യ. അതാണ് മുമ്പിൽ നിൽക്കണ മരണത്തെ കണക്കാക്കാതെ പരസ്പരം വെല്ലുവിളിച്ച് മത്സരിച്ച് യുദ്ധം ചെയ്ത് ചത്തും കൊന്നും നേടി കൊടുത്തും അങ്ങനെ പോന്നോരാ ഞങ്ങൾ. ഇപ്പോഴാ മനസ്സിലായത് എന്താണ്? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അങ്ങയുടെ ഈ മഹിമയാണ് ഞങ്ങൾക്ക് ഇപ്പം വിളിച്ചായത്. ഭഗവാൻ എല്ലാവരെയും തുറന്ന് പുറത്തേക്ക് വിട്ടു. ആ രാജാക്കന്മാരുടെ കൊട്ടാരത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾ കൊട്ടാരത്തേക്കൊന്നും ഇനി പോകണില്ല, ഞങ്ങൾ ഇനി തൃപ്പാദത്തിലേക്കാണ് പോരുന്നത്. എല്ലാവരും കൂടി ആ ഭഗവാന്റെ പാദം അങ്ങോട്ട് മുറുകെ ഇങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് നമസ്കരിച്ച് അനങ്ങാൻ സമ്മതിച്ചില്ല ഭഗവാനെ. അവര് കണ്ണീരോടെ പറഞ്ഞു, കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാവരും ഉറക്കെ ചൊല്ലിക്കോളൂട്ട്, നല്ല ഉച്ചത്തിൽ ചൊല്ലിക്കോളൂ. വലിയ വിശേഷമായിട്ട് മന്ത്രം പോലെ ഉള്ളതാണത്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഉറക്കെ, കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഒന്നും കൂടി അത്യുച്ചത്തില്, കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഭഗവാനെ, വാസുദേവ, നാരായണ, പ്രണതക്ലേശനാശായ. ഇവിടുത്തെ തൃപ്പാദത്തിൽ പ്രണമിക്കണവർക്ക് ക്ലേശമില്ല എന്നാണ്, ഒരു ക്ലേശവും ഇല്ല. ആ വിധാനം അങ്ങയുടെ അനുഗ്രഹം. അതുകൊണ്ട് ഗോവിന്ദായ നമോ നമ. നമ എന്ന് പറയേ വേണ്ടു. ഈ നമോ നമ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മതിയാവണില്ല നമസ്കരിച്ചിട്ട് എന്നർത്ഥം. മനസ്സിലായില്ലേ? നമ എന്ന് ഒരു തവണ പറഞ്ഞാൽ പോരെ നമസ്കരിക്കണമെന്ന് അർത്ഥം കിട്ടാൻ. 2 തവണ പറഞ്ഞ എന്തിനാശുണ്ടോ? ഇതിനത് 2 അല്ല, എത്ര തവണ ഇവിടുത്തെ പാദത്തിൽ നമസ്കരിച്ചാലും മതിയായി എന്ന് തോന്നില്ല, എന്നാ ഇനി ഇങ്ങോട്ട് നിർത്തുകയെന്നും തോന്നില്ല. ഇങ്ങനെ തോന്നും ഭഗവാനെ ഭജിക്കാനും നമസ്കരിക്കാനും. അവര് കാൽക്കൽ വീണ് അങ്ങോട്ട് തൊഴുതും. ഭഗവാൻ പറഞ്ഞു, സാരല്ല, എല്ലാവരും സന്തോഷമായിട്ട് കൊട്ടാരത്തിൽ പോയി ഭക്തിയോടുകൂടി കഴിച്ചോളൂ. സന്തോഷമായി. അങ്ങനെ എല്ലാവരും മടങ്ങിപ്പോയി. ഭഗവാൻ എന്തേ ചെയ്തു വെച്ചാൽ പാണ്ഡവന്മാരെ 2 ആളെയും കൂട്ടിയിട്ട് പോന്നു. എവിടേക്ക്?
ഹസ്തിനാപുരം രാജധാനി ഇന്ദ്രപ്രസ്ഥത്തേക്ക് പോന്നു. അപ്പോഴേക്ക് അർജുനൻ വന്നു. യുധിഷ്ഠിര മഹാരാജാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്ത് കാര്യങ്ങൾ? ജരാസന്ധനെ വധിച്ചതും വധിക്കാൻ ഭഗവാന്റെ സഹായം ഉണ്ടായതൊക്കെ പറഞ്ഞു കൊടുത്തു. മഹാരാജാവിന് ഇത് ഇങ്ങോട്ട് കേട്ടപ്പോളേ, ഭഗവാന്റെ ആ ഒരു ഭക്തിയുടെ മഹിമ കേട്ടപ്പോൾ ഒന്നും പറയേണ്ട. നിശമ്യ ധർമ്മരാജസ്ഥൽ കേശവേനാനുകമ്പിതം. അതുണ്ടായത് രാജാവിന് ആ ഭഗവാന്റെ മഹിമ ഇങ്ങനെ ഭഗവാന്റെ അനുകമ്പാ വർത്തമാനം കേട്ടപ്പം ഒന്നും ഇങ്ങോട്ട് മിണ്ടാൻ സാധിച്ചില്ല. എന്താ ഉണ്ടായത്? ആനന്ദശ്രുകലാം മുഞ്ചൻ പ്രേമണ നോവാച കിഞ്ചന. ആ ആനന്ദശ്രു, ആനന്ദക്കണ്ണീര് ഇങ്ങനെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകുക, കണ്ഠ അങ്ങനെ സ്തംഭിക്കുക കാരണത്താൽ ഒന്നും മിണ്ടാൻ പറ്റിയില്ല. ഉള്ള് ഇങ്ങോട്ട് നിറഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകുക. ഭഗവാന്റെ ആ ഒരു വാത്സല്യ ഭക്തിയുടെ മഹിമ ഇങ്ങനെ അനുഭവിച്ച് ആനന്ദിച്ചിട്ട് അങ്ങനെ ഭഗവാൻ പറഞ്ഞു, മഹാരാജാവേ എന്നാ ഇനി തുടങ്ങാം. എന്ത് തുടങ്ങാം? രാജസൂയേ ആയിക്കോട്ടെ. അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം രാജാവ് യജ്ഞദീക്ഷിതനായി. മഹർഷിമാരൊക്കെ വന്നു. എല്ലാവരും ചേർന്ന് വലിയ സഭയാണ്. ആ മഹാരാജ്യത്തുള്ളവരെല്ലാവരും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാരും അല്ലാത്തവരും സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും എല്ലാവരും ഋഷിമാരും മഹാത്മാക്കളും സജ്ജനങ്ങളും സിദ്ധന്മാരും യോഗീശ്വരന്മാരും ഒന്നും പറയേണ്ട എന്തൊക്കെ ജാതി ആളുകളാണ്. എല്ലാവരും അവിടെ ഉണ്ട്. ആ യജ്ഞശാലയിലേക്ക് വന്നു കൂടിയിരിക്കണം. ആ യജ്ഞശാലയിൽ എല്ലാവരും കൂടിയിരിക്കുമ്പം യജ്ഞം തുടങ്ങാറായി. യജ്ഞത്തിന് പുറപ്പെട്ടപ്പോൾ ഒരു ചെറിയ സംശയം ഉണ്ടായി. യജ്ഞത്തിന്റെ ഭാഗമായിട്ട് ആർക്കാ അഗ്രപൂജ കൊടുക്കുക എന്നൊരു സംശയം. അഗ്രപൂജ എന്ന് പറഞ്ഞാൽ സദസ്സിന്റെ പ്രതിനിധിയായിട്ട് ഒരാളെ കൊണ്ടുവന്നിരുത്തി പൂജ കഴിക്കണം. നമ്മളിപ്പം ഓരോ പരിപാടി ഉണ്ടാവുമ്പം സദസ്സിന്റെ പ്രതിനിധിയായിട്ട് ഒരാളെ പ്രസംഗിക്കാൻ വിളിക്കില്ലേ? അങ്ങനെയുണ്ടല്ലോ. ഒരാളോടൊക്കെ എന്തെങ്കിലും രണ്ടക്ഷരം പറയാനൊക്കെ ഇപ്പം സമ്മതിക്കുമല്ലോ. അതൊരു പൂജയാണ്. ആ സദസ്സിന്റെ പ്രതിനിധിയും കൂടി വേണം. ഇപ്പൊ കോളേജിലെ പരിപാടി നടത്തുമ്പോൾ കുട്ടികളുടെ ഒരു പ്രതിനിധിയും കൂടി വേണം, എന്നാലേ ശരിയാവുള്ളൂ. ഒടുക്ക ഒരു 2 നിമിഷം കൊടുക്കുള്ളൂ. എന്നാലും നമ്മൾ പേരിലൊക്കെ അത് ആവും. എല്ലാവരുടെയും പ്രാതിനിധ്യം എന്നല്ലേ പറയുക. അതുപോലെ ഇപ്പൊ സദസ്സിന്റെ പ്രതിനിധിയായിട്ട് അങ്ങനെയല്ല, ബഹുമാന്യനായൊരു വ്യക്തിയെ പൂജ കഴിക്കണം. ആരെ പൂജ കഴിച്ചാലാണോ എല്ലാവർക്കും പൂജയായിട്ട് തീരെ അങ്ങനെയുള്ള ആളെ തന്നെ വിളിക്കുക. നോക്കുമ്പോ ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, കൃപരുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹർഷിമാര്, വേദവ്യാസാദികളുണ്ട്. എല്ലാവരും ഇരിക്കുന്ന സഭയിൽ ആരെയും അപ്പം നമ്മൾ ബഹുമാന്യനായിട്ട് കൊണ്ടുവന്ന് പൂജ കഴിക്കുക? ചെറിയൊരു ശങ്ക ഉണ്ടായി. അപ്പൊ ആരെയാ വേണ്ടതെന്ന് ആലോചിച്ചിരിക്കുമ്പം പിമ്പുന്നൊരു ശബ്ദം കേട്ടു. എന്താ കേട്ടത്? അരിഹതിഹ്യച്യുത ശ്രേഷ്ഠ്യം ഭഗവാൻ. അതാണ്. ആരാണ്? അരിഹതി, ഭഗവാനാണ് അതിന് യോഗ്യൻ. എന്തിന്? അരിഹതി ഹ്യച്യുത ശ്രേഷ്ഠ്യം ഭഗവാൻ സത്വതാം പതി ഏഷ വൈ ദേവതാ സർവ ദേശകാലധനാദയ. ഭഗവാനെയാണ് പൂജ കഴിക്കേണ്ടത്. എന്താ കാരണം എന്നറിയോ? ഭഗവാനെ കഴിക്കാൻ കാരണം ഭഗവാനാണ് എല്ലാറ്റിൻ്റെയും മൂല കാരണം. അതുകൊണ്ട് തസ്മാൽ കൃഷ്ണായ മഹതേ ദീയതാം പരമാർഹണം ഏവം ചേൽ സർവഭൂതാനാം ആത്മനശ്ച അർഹണം ഭവേൽ. ഭഗവാനെ പൂജ കഴിച്ചാൽ എല്ലാവരെയും പൂജ കഴിച്ച മാതിരിയാവും. മരത്തിന്റെ ചോട്ടില് വെള്ളം കൊണ്ടുപോയി ഒഴിച്ചാൽ, മരത്തിന്റെ വേരുമ്പിൽ വെള്ളം ഒഴിച്ചാൽ മരത്തിന്റെ എല്ലാ ദിക്കിലും എത്തും. ഇലയമ്പിൽ ഒഴിച്ചാലും തണ്ടുമ്പിൽ ഒഴിച്ചാലും ഇലയമ്പിലും എത്തില്ല, തണ്ടിലും എത്തില്ല. വേരിലൊഴിച്ചാലോ സകല ദിക്കിലും എത്തും എന്ന് പറഞ്ഞ മാതിരി. ഇതിങ്ങോട്ട് പറഞ്ഞിട്ട് എന്നിട്ട് പറയും ചെയ്തു. ആരാണ് ഭഗവാൻ? ആര്? അതല്ലേ പറഞ്ഞത്? സർവഭൂതാത്മഭൂതായ കൃഷ്ണായ നന്യദർശിനേ ദേയം ശാന്തായ പൂർണായ ദത്തസ്യാനന്ദ്യമിച്ഛത. അതാ വേണ്ടത്. സർവഭൂതാത്മാവായിരിക്കുന്ന, സർവഭൂത അന്തരാത്മാവായിട്ടിരിക്കണ ഭഗവാൻ ശ്രീകൃഷ്ണനെ സർവാത്മനാ പൂജ കഴിച്ച് ഭജിച്ചാൽ എന്തുണ്ടാവും? അതോടെ ദേയം ശാന്തായ പൂർണായ ദത്തസ്യ ആനന്ദ്യമിച്ഛത. കൊടുത്തതും ചെയ്തതും ഒക്കെ പൂർണ്ണമായി പരിപൂർണമായ ഫലം ഉണ്ടാവണം എന്ന് നിരീക്കണ കൂട്ടര് ആരെ വേണം ഭജിക്കാൻ? ഭഗവാനെ വേണം ഭജിക്കാൻ. ആരാ ഈ വിവരമുള്ള വർത്തമാനം പറയണത്? ഇങ്ങനെ അറിഞ്ഞ ദൈവകേമായ വർത്തമാനല്ലേ പറയണത്? നോക്കി ആരാ ഈ പറയണത്? നോക്കിയപ്പോ ആരാ നിശുണ്ടോ? വല്ല മഹർഷിമാരാരെങ്കിലും ആവും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. നോക്കുമ്പോ ആ പിൻഭാഗത്ത് നിന്നാണ് ഈ ശബ്ദം കേൾക്കണത്. പിൻഭാഗത്തേക്ക് നോക്കിയപ്പോഴേ ആരാണ്? കൂട്ടത്തിലേക്ക് ഇളയാളെ സഹദേവനാണേ. ആള് പ്രായം കൊണ്ട് ചെറുപ്പാണെങ്കിലും വിവരം കൊണ്ടുള്ള വലിപ്പേ. എല്ലാരും കൂടി അങ്ങോട്ട് ചെന്നിട്ട് സഹദേവനെ അങ്ങോട്ട് കൊണ്ടാടി. ഉണ്ണി മഹാക്കേമൻ ഇജാതി വർത്തമാനൊക്കെ പറഞ്ഞെങ്കിൽ വിവരം കുറച്ചൊന്നും പോരാ, നല്ല വിദ്വാനാണേ, എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടമായി. സഹദേവൻ അന്ന് അവിടെ ഒരു
വലിയ പ്രഭാവം ഉണ്ടായത്. എല്ലാവരും അങ്ങോട്ട് കൊണ്ടാടിയിരിക്കുമ്പോൾ ഭഗവാനെ ആനയിച്ചു കൊണ്ടുവന്നു. അവിടെ ഇങ്ങോട്ട് ആ പീഠത്തിൽ അവിടെ ഇങ്ങോട്ട് ഇരുത്തിയിട്ട് ഭഗവാന്റെ തൃപ്പാദത്തെ മഹാരാജാവ് ശ്രുത്വാ ദ്വിജേരിതം, ആ പറഞ്ഞ വർത്തമാനം കേട്ടിട്ട് ശ്രുത്വാ ദ്വിജേരിതം രാജ ജ്ഞാത്വാഹാർദം സഭാസദം സമർഹയൽ ഋഷികേശ പ്രീത പ്രണയവിഹ്വലം തത്പാദാവനിജ്യാപ ശിരസാ ലോകപാവനീഃ സഭാര്യ സാനുജാമാപ്യ സകുടുംബോ അവഹൻ മുദാ. ഭഗവാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവിടെ ആ പീഠത്തിൽ സ്വർണ്ണപീഠത്തിലിരുത്തി ആ സ്വർണത്തിന്റെ ഉരുളിയിലേക്ക് ആ പാദങ്ങൾ ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് മഹാരാജാവ് ആ സ്വർണ്ണക്കിട്ടി കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ പാദങ്ങളെ നല്ലോണം അഭിഷേകം ചെയ്ത് ആ പാദതീർത്ഥം അവനോന്റെ ശിരസിലും തളിച്ചു, സകലരുടെയും ശിരസിലും തളിച്ചു, ശുദ്ധായി എന്നും പറഞ്ഞു. എന്നിട്ട് ഭഗവാനെ ജലഗന്ധ പുഷ്പധൂപദീപ നൈവേദ്യാദികളെ കൊണ്ട് നല്ലോണം അങ്ങോട്ട് പൂജ കഴിച്ചങ്ങോട്ട് തൊഴുതു. എന്നിട്ട് എന്തുണ്ടായത്? പട്ടാമ്പരങ്ങൾ ചാർത്തി, ദിവ്യങ്ങളായ ആഭരണങ്ങൾ ചാർത്തി, വസ്ത്രങ്ങളും ആടയും പൂമാലകളും ഒക്കെ ചാർത്തി പുഷ്പാഞ്ജലി കഴിച്ച് ഭഗവാനെ നല്ലോണം അങ്ങോട്ട് നമസ്കരിച്ചിട്ട് ഒന്ന് തൊഴുതിട്ട് ആ പ്രസന്ന പൂജ കഴിഞ്ഞ ഭഗവാനെ ഒന്ന് കണ്ട് അങ്ങനെയില്ലേ പ്രസന്ന പൂജ കഴിഞ്ഞ് നടയിങ്ങോട്ട് തുറക്കുമ്പം അടയ്ക്കണേന്റെ മുമ്പത്തേനേക്കാളും ഒരു വലിയ ഭംഗിയാ. കണ്ടിട്ടില്ലേ? ചാർത്തൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ നടയിങ്ങനെ തുറക്കില്ലേ? ആ പ്രസന്ന പൂജ കഴിഞ്ഞ് തുറന്ന ഭഗവാനെ കാണണ മാതിരി ഭഗവാൻ ഇന്ന് തൊഴുവാനായിട്ട് മഹാരാജാവ് നോക്കി. എന്നിട്ട് എന്താ ഉണ്ടായത്? വാസോഭേ പീതകൗശേയൈഃ ഭൂഷണൈശ്ച മഹാധനൈഃ അർഹയിത്വാ അശ്രുപൂർണാക്ഷോ നാശകൽ സമവേക്ഷിതം. പറ്റിയില്ല കാണാൻ. എന്താ കാരണം? നാശകൽ സമവേക്ഷിതും നാശകൽ, ഭഗവാനെ ഇങ്ങോട്ട് കാണാൻ പറ്റിയില്ല. എന്താ കാരണം എന്നറിയോ? അർഹയിത്വാ, പൂജ കഴിച്ചിട്ടേ അശ്രുപൂർണാക്ഷോ, രണ്ട് കണ്ണങ്ങോട്ട് നിറഞ്ഞു നിൽക്കണേ. എങ്ങനെ കാണും? ഭഗവാനെ കണ്ടോ? കണ്ടില്ലേ? മഹാരാജാവ് ഇങ്ങനെയാ. അദ്ദേഹത്തിന് ഭഗവാൻ എന്നിങ്ങോട്ട് പറയുമ്പോഴൊക്കെ കണ്ണ് രണ്ടങ്ങോട്ട് നിറയും. കാരണം എന്താ വെച്ചോ? ഉള്ളിങ്ങോട്ട് നിറയും. ഉള്ളം നിറഞ്ഞാൽ അത് പുറത്തേക്ക് ഇങ്ങോട്ട് കവിയും. പുറത്തേക്ക് കവിയ ഏത് വഴിയെ നിറയോ? കണ്ണിൽ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് കണ്ണ് നിറയുക. കാരണം ഭഗവാനെ കണ്ടില്ല. ഗംഭീരായിട്ട് പൂജ ഇങ്ങോട്ട് കഴിച്ചു. ഭഗവാൻ ഇങ്ങനെ പൂജ കഴിച്ച് ബഹുമാനിച്ചിരിക്കും. എല്ലാവരും സന്തോഷമായിട്ട് ജയ ജയ നമ നമ, ജയ ജയ നമോ നമ എന്ന് പറഞ്ഞ് നമസ്കരിക്കുമ്പം അപ്പുറത്തുനിന്ന് ഒരുത്തൻ്റെ എന്താ ഈശ്വരൻ ഇങ്ങോട്ട് എണീട്ടു. എന്താ ഇതിങ്ങോട്ട് കണ്ടിട്ട് സഹിക്ക വയ്യാതെ ഇതൊക്കെ കേട്ടിട്ട് എന്താല്ലേ നമ്മുടെ നാട്ടിലുണ്ടാവും. എന്ത് നല്ലത് ആര് ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് ഒന്നും മറ്റേ ജാതി ഉണ്ടാവും ഇല്ലേ? എപ്പോഴും ഉണ്ടാവും. അത് ഇവിടെ ഉണ്ടായേ. എന്താ ഉണ്ടായത്? ഇതിങ്ങോട്ട് കണ്ട ഭഗവാന്റെ പൂജയും ബഹുമാനൊക്കെ കണ്ടപ്പം ഇത്തം നിശമ്യ ദമഘോഷസുതസ്വപീഠാദുത്ഥായ കൃഷ്ണഗുണവർണ്ണനജാതമന്യോ ഉൽക്ഷിപ്യ ബാഹുമിതമാഹ സദസ്യമരിഷി. ഔ എന്താണ്ടായത്? ഉൽക്ഷിപ്യ ബാഹു, കയ്യൊക്കെ പൊക്കി പിടിച്ചിട്ടേ അങ്ങനെയാ പറഞ്ഞത്. എന്ത്? ഉൽക്ഷിപ്യ ബാഹുമിതമാഹ സദസ്യമരിഷി സംശ്രാവയൻ ഭഗവതേ പരുഷാണി അഭീത. ലവലേശം പേടിയില്ലാത്തവന്റെ മാതിരി നിന്നിട്ടേ എന്തൊക്കെ ജാതി പരുഷ വർത്തമാനം. ഭഗവാനെ കുറെ അങ്ങോട്ട് നിന്ദിച്ചു. ആര്? ശിശുപാലൻ നിന്ദിച്ച കഥയൊക്കെ നമ്മൾ മുമ്പ് പലതവണ സന്ദർഭം കൊണ്ട് പറഞ്ഞതാണ്. ശിശുപാലൻ ഭഗവാനെ നിന്ദിച്ച തീക്കുന്ന സമയത്ത് 100 എണ്ണം തികഞ്ഞപ്പം ഭഗവാൻ ശിശുപാലനെ വധിച്ചു. ആ തേജസ് ഭഗവാന്റെ ദേഹത്ത് ചെന്ന് ചേർന്നു എന്നൊക്കെയുള്ള കഥ സപ്തമസ്കന്ധത്തിലും പല ദിക്കിലും സ്മരിച്ചതാണ്. അങ്ങനെ ശിശുപാല വധം കഴിഞ്ഞു. രാജസൂയ യജ്ഞമൊക്കെ ഗംഭീരായിട്ട് കൊണ്ടാടി. യജ്ഞം ഇങ്ങോട്ട് ഗംഭീരായിട്ട് കൊണ്ടാടി കേമായിട്ട് എല്ലാവർക്കും സന്തോഷമായി. യജ്ഞമൊക്കെ പൂർത്തിയായി. യജ്ഞം പൂർത്തിയായ സമയത്താണ് ഭഗവാന്റെ ആ അനുഗ്രഹത്തോടു കൂടി യജ്ഞം ഋഷീശ്വരന്മാരെല്ലാരും ചേർന്ന് ഗംഭീരായിട്ട് കഴിച്ചു. മഹാരാജാവിനെ കൊണ്ടുപോയിട്ട് അവഭൃഥ സ്നാനം കഴിപ്പിച്ചു. എന്താണ്ടായത്? അവഭൃഥ എന്ന് ചെന്താർത്ഥം നമ്മൾ ഇന്നലെ പറഞ്ഞത്. അവഭൃഥ സ്നാനം എന്ന് പറഞ്ഞാൽ കർമ്മയജ്ഞങ്ങൾ കഴിഞ്ഞ് അവസാനിപ്പിച്ചാൽ യജമാനനെ മന്ത്രപൂർവം സ്നാനം ചെയ്യിക്കുന്നതിന്റെ പേരാണ് എന്ത്? അവഭൃഥ സ്നാനം എന്ന് പറയുന്നത്. കർമ്മയജ്ഞം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? യാഗങ്ങള്, യജ്ഞങ്ങള്, അഗ്നിഷ്ടോമം, ജ്യോതിഷ്ടോമം, അതുപോലെ തന്നെ സോമയാഗം, അപ്തോര്യാമ, അങ്ങനെയൊക്കെ കുറേ യാഗങ്ങളുണ്ട്. ഏത് കഴിഞ്ഞാൽ അതിനൊരു യജമാനനും ഉണ്ടാവും. ആ യജമാനനെ മന്ത്രപൂർവം സ്നാനം ചെയ്യിക്കുന്നതിന്റെ പേരാണ് എന്ത്? ഈ പറയുന്നതായ അവഭൃഥ സ്നാനം. സപ്താഹത്തിന്റെ അവസാനത്തെ കുളിയല്ല കേട്ടോ, അതിന്റെ
സപ്താഹത്തിന് അവസാനം ഇത് പറഞ്ഞിട്ടില്ല. എന്താ കാരണം? സപ്താഹം ജ്ഞാനയജ്ഞാണ്. ഇതെന്തിനാ ആവർത്തിച്ച് പറയണോ ചോദിച്ചാലേ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള അന്തല്യായൊക്കെ കാണാം, ശ്രദ്ധിച്ചോളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. ഈ അവഭ്രത സ്നാനം കഴിഞ്ഞാൽ ഇത് തീർന്നു, പൂർത്തിയായി, യജ്ഞം പൂർത്തിയായി എന്നാണ്. മഹാരാജാവിന്റെ യജ്ഞം പൂർത്തിയായി, ഒക്കെ കഴിച്ചു, ഗംഭീരായി. അങ്ങനെ ഇപ്പൊ രാജസൂയ കഴിഞ്ഞത്, രാജസൂയം കഴിഞ്ഞ രാജസൂയ യജമാനൻ ആരായിട്ട് തീരും? ചക്രവർത്തിയായിട്ട് തീരും. സകല രാജാക്കന്മാരെയും തോൽപ്പിച്ച് വിജയം നേടി രാജസൂയ യജ്ഞവും കഴിച്ച് സിദ്ധിയും വരുത്തി ചക്രവർത്തിയായിട്ട് തീർന്നു മഹാരാജാവ് യുധിഷ്ഠിരൻ. യുധിഷ്ഠിര മഹാരാജാവ് ചക്രവർത്തിയായിട്ട് തീർന്നപ്പം എല്ലാവർക്കും സന്തോഷമായി. എന്താ കാരണം? അദ്ദേഹം ധർമ്മിഷ്ഠനാണേ. ധർമ്മിഷ്ഠന്മാർക്കൊക്കെ അധികാരം കിട്ടിയാൽ വലിയ സന്തോഷ. എന്താ കാരണം? അവര് ഭേദം കാണിക്കില്ല. എന്ത് കാണിക്കില്ല? ആരോടും പക്ഷഭേദം കാണിക്കില്ല, ധർമ്മത്തെ വിട്ട് കളയൂല്ല. അതുകൊണ്ട് ആർക്കും ധൈര്യമായിട്ട് ആ നാട്ടില് സന്തോഷമായിട്ട് ജീവിക്കുക. അങ്ങനെയുണ്ടോ? രാജാക്കന്മാര് നേരാമണ്ണം നല്ല രാജാക്കന്മാരായാലേ നാട്ടിൽ നമുക്ക് നല്ലോണം കഴിയാൻ പറ്റുള്ളൂ. അല്ല ഒരു കൂട്ടർക്ക് മാത്രം ഇങ്ങനെ തരാക്കി കൊടുക്കുക, മറ്റേ കൂട്ടർക്ക് ഒന്നും ഇല്ലാച്ചാൽ അവർക്ക് ഇഷ്ടാവുമോ? പിന്നെ അവരിങ്ങനെ തിരിച്ചു പിടിച്ച് കുറേശ്ശെ തുടങ്ങും. നാട്ടിൽ കലാപമാവും, കലഹമാവും, തമ്മിലടിയാവും. ഇതൊക്കെയാണ് കാരണം. നാട്ടിലെ കലഹം എല്ലാവരും ഒരുപോലെ കാണാൻ ഭരണാധികാരിക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ ഭരണാധികാരികൾ നമ്മുടെ നാട്ടിലൊക്കെ പല ദിക്കിലും ലഹളയും അടിപിടിയും അസ്വസ്ഥത ഉണ്ടാവാൻ കാരണം എന്താണെന്നറിയോ? എന്താ കാരണം? ഭൂമി കുലുക്കൊന്നുമല്ല, ഈ ജാതി അന്തല്യായോളാണ്. ചിന്തിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ മഹാരാജാവ് ഗംഭീരായിട്ട് ചക്രവർത്തി പദവിയിലേക്ക് പ്രവേശിച്ചപ്പം എല്ലാവരും സന്തോഷിച്ചു, ആഹ്ലാദിച്ചു, കൊണ്ടാടി. എല്ലാവരും സന്തോഷിച്ചപ്പോഴും ഒരുത്തന് മാത്രം സന്തോഷമായില്ല, ദുര്യോധനന്. അതില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ കൂട്ടത്തിലും ഈ ജാതി ഒന്നുണ്ടാവും. എല്ലാവരും നന്ന പറയുമ്പോൾ ഒരുത്തൻ പറയില്ലേ അത്ര നന്നായിട്ടൊന്നുമില്ല. ഏത് മീറ്റിങ്ങിലും ഉണ്ടാവും ആ ജാതി ഒന്ന്. കണ്ടിട്ടുണ്ടോ? അത് ഉണ്ടാവും. അതില്ലെങ്കിൽ ഒരു രസമില്ല. എല്ലാവരും നന്നായി എന്ന് പറയുമ്പോഴും ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണം ഉണ്ടാവും നന്നായി. നമ്മുടെ മുറ്റത്തെ തെങ്ങിൻ്റെ മുള്ളേ നല്ലോണം നാളികേരം ഉണ്ടാവും. 19 നാളികേരം ഒരു കൊലയിലുണ്ടാവും. അപ്പോൾ ഒരു കൊലയിലെ 50 നാളികേരം കണ്ടാലും ഒരുപോലെ ഉണ്ടാവുകയും ചെയ്യും. നമുക്കത് എവിടെ കണ്ടാലും മനസ്സിലാവും മുറ്റത്തെ തെങ്ങിൻ്റെ നാളികേരല്ലേ എന്ന് മനസ്സിലാവുകയും ചെയ്യും. എന്താ കാരണം? ഒരു കൊലയിലെ നാളികേരമൊക്കെ ഒരേ പ്രകൃതിയിലല്ലേ ഉണ്ടാവും. ഏതാണ്ട് ഒരേ നിറായിരിക്കും, ഒരേ ആകൃതിയും പ്രകൃതിയൊക്കെ ആയിരിക്കും. അപ്പൊ ഈ 50 നാളികേരമുള്ള കൂട്ടത്തിൽ 49 എണ്ണം ഒരേ പ്രകൃതിയായിട്ടിരിക്കും. എന്നാൽ ഒന്ന് മാത്രം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. 1-2 ഉണ്ടാവും ആ ജാതി ഒന്ന്. അതില്ലാണ്ടിരിക്കില്ല. എല്ലാ കൊലയിലും ഉണ്ടാവും. ശരിയോ തെറ്റോ? ശരിയല്ല. അത് ഇനിയിപ്പോ പോയിട്ട് നോക്കിക്കോളൂ. അടുത്ത തവണ നാളികേരം ഇടുമ്പോൾ നോക്കിക്കോളൂ. തെങ്ങിന്റെ ചോട്ടിലൊന്നും പോയി നിൽക്കേണ്ട. പിന്നെ നമ്മുടെ മുഖം ഇങ്ങനെയാവും. അതുപോലെ വീണതിന്റെ ശേഷം നോക്കുക ഉണ്ടോന്ന്. ഉണ്ടാവും. അത് ലോകത്തിന്റെ ഒരു സമ്പ്രദായമാണ്. എല്ലാം ഒരുപോലെ ആകുമ്പോൾ ഒന്ന് മാത്രം. പിന്നെ മറ്റേ കിളി പറഞ്ഞില്ലേ, എല്ലാവരുടെയും കൂട് മുകളിലേക്ക് അച്ഛൻ എൻ്റെ കൂട് മാത്രം കീഴ്പ്പെട്ട് ഹോട്ടലിലൊക്കെ കൂടുള്ള കിളിയില്ലേ, ആ കിളി പറഞ്ഞതാ. എന്നുവെച്ചാൽ ഒരു വ്യത്യാസം വേണ്ടേ? അപ്പൊ ഇതുപോലെ ദുര്യോധനന് മാത്രം ഇഷ്ടായില്ല. അത് കാരണം എന്താ ചോദിച്ചാൽ കാരണമുണ്ട്. ഈ രാജസൂയ യജ്ഞത്തിന് സ്വാഗത സംഘം കമ്മിറ്റി മറ്റേ ഓഡിറ്റോറിയത്തിൽ കൂടിയ സമയത്ത് പാണ്ഡവന്മാര്, ഭീഷ്മര്, ദ്രോണര്, കൃപര്, കൃതവർമാവ്, പാഞ്ചാലി, ദുര്യോധനാദികള് എല്ലാവരും ഉണ്ടായിരുന്നു ആ സഭയിൽ. സ്വാഗത സംഘത്തിന് നമ്മളെല്ലാവരും വിളിക്കൂല. അമ്പലത്തിന്റെ അപ്പുറത്തുള്ള ഓഡിറ്റോറിയത്തില് കുറെ ആളുണ്ടാവില്ല. എന്നാൽ അതിൽ നിന്നാണല്ലോ നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കുക. യുധിഷ്ഠിര മഹാരാജാവ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, നമ്മൾ രാജസൂയത്തിന് പുറപ്പെടുകയാണ്, എല്ലാവരും ഉത്സാഹിക്കണം, ഒരാൾ കൂടിയ ഒന്നും തരാവില്ല. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും അവനവന് നിശ്ചയുള്ളതും പരിചയുള്ളതും പ്രാപ്തിയുള്ളതുമായ മേഖലയിലേക്ക് തിരിഞ്ഞു വെച്ചാൽ ആ മേഖല പിന്നെ ഗംഭീരാവൂലോ. അതാത് പ്രാപ്തിയുള്ളവർ അതിന് വെക്കാൻ അറിയുന്നവർ വെക്കാനും, വിളമ്പാൻ നിശ്ചയുള്ളവർ വിളമ്പാനും, എടുക്കാനും വെക്കാനും ഓരോന്ന് നിശ്ചയുള്ള മാതിരി അങ്ങോട്ട് ഏറ്റെടുക്കോ. എന്നിട്ട് നമുക്ക് കമ്മിറ്റി ഉണ്ടാക്കുക ഓരോന്നും പറഞ്ഞു. മീറ്റിങ്ങിൽ രാജാവിന്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഇനി കമ്മിറ്റി ഉണ്ടാക്കുക വേണം. അപ്പൊ ഓരോരുത്തർ സ്വയമേ എണീറ്റിട്ട് പറയണം. ആരും എണീട്ടില്ല, ഇങ്ങനെ ഇരിക്കുക, അനക്കല്ല. ആരും എണീക്കേണ്ട കുറെ നേരം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഭീമസേനൻ ഇങ്ങോട്ട് എഴുന്നേറ്റിട്ട് മുണ്ടൊന്ന് നേരെ എടുത്ത് കുടുമയൊന്ന് ചരിച്ചിട്ട് അപ്പം ഇടത്തോട്ടാക്കി വെച്ചിട്ട് ഒന്ന് നേരെ പൂണൂലൊക്കെ ഒന്ന് നേരെയാക്കി മുണ്ടിന്റെ വക്കൊണ്ട് മുഖം ഒന്ന് തുറച്ചു. അപ്പൊ എല്ലാവരും നിരീക്ഷിച്ചു. മുണ്ടിന്റെ വക്കൊണ്ട് മുഖം തുടയ്ക്കാനും കുടുമ നേരെയാക്കാനും നീട്ടതാന്നാ നിരീക്ഷിച്ചത്. ഭീമസേനൻ പറഞ്ഞു, രാജസൂയ യജ്ഞത്തില് ദേഹണ്ണം ഞാനായി എന്നും പറഞ്ഞു. ദേഹണ്ണം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇവിടേക്ക് മനസ്സിലാവില്ലേ? പാചകം ഞാനായി എന്ന്. ഇതുകിട്ട് കേട്ടപ്പോഴേക്ക് ആ സഭയില് എന്തോ ഒരു ബഹളാണുണ്ടായതൊന്നും പറയേണ്ട. ഡെസ്കുമ്മലടി, കയ്യടി, ബഹളം ഒന്നും പറയേണ്ട. നമ്മുടെ നിയമസഭ പോലെ ഉണ്ടാവും. അജാതി ബഹളല്ലേ, പലശലായ ബഹളം. അമ്പൊന്ന് കോലാഹലായി പോയി, സന്തോഷമായി എല്ലാവർക്കും. അപ്പൊ ആളുകൾ തമ്മിൽ പറഞ്ഞു, യജ്ഞം മോശമായാലും ഉച്ചയ്ക്ക് മോശമാവില്ല, നമുക്ക് ഉച്ച നമ്മളേക്ക് വരാം. എന്താ കാരണം?
യജ്ഞം മോശമായാലും ഉച്ചയ്ക്ക് മോശമാവില്ല. ഭീമസേന വെച്ചാൽ നല്ലോണം നന്നാവേ. എന്താ കാരണം? ഭീമസേന നല്ലോണം ഉണ്ണാനറിയാം. ഈ രുചി അറിഞ്ഞ് ഉണ്ണണോര് വെച്ചാൽ എല്ലാത്തിനും രുചി ഉണ്ടാവേ. അല്ലാന്ന് വെച്ചാലോ, അല്ലാച്ചൊക്കെ ഒരു പുളി ഉണ്ടാവുള്ളൂ. ചോറിനും പുളി, കൂട്ടാനും പുളി, കാളനും പുളി, എല്ലാറ്റിനും പുളി, ഓലിനും പുളി. പുളി അങ്ങനെയില്ല. നല്ല വിദ്വാൻമാര് വെച്ചാൽ അപ്പൊ ഭീമസേനനെ പോലെ അന്ന് കേമനൊരാൾ സന്തോഷമായി. അങ്ങനെ ഊണിന്റെ കാര്യം ഇങ്ങോട്ട് നേരെയായപ്പം ആ ഓഡിറ്റോറിയത്തിൽ ഒരു ഉണർവ് വന്നു. ആദ്യം നമ്മൾ ഏത് കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ നേരെ ഉണ്ടാക്കേണ്ട കമ്മിറ്റി ഏതാ ശണ്ടോ? ഇത് കമ്മിറ്റി ഉണ്ടാക്കാത്ത മാതിരി ഉണ്ട് കേട്ടാല്. നമ്മളൊക്കെ എത്ര ഓരോ ദിക്കിൽ ആഫീസിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കണതല്ലേ ഇത്. ഊണ് നേരെ ആദ്യം കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ തന്നെ ചോദിക്കും, ഊണുണ്ടോ സാറേ? ഊണൊക്കെ ഉണ്ട്. എന്നാ ഞാനുണ്ട്. എന്താ അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അത് കളിയാക്കിയതല്ലേ. ഊണൊരു പ്രധാനാണേ. അതില്ലിച്ചാ മനുഷ്യന്മാരെ ഇരിക്കാനും നടക്കാനൊന്നും പറ്റില്ല. ഊണ് ഇല്ലിച്ചാ ക്ഷീണിച്ചോ ഇല്ലേ. അപ്പൊ ഊണ് നേരെ സന്തോഷമായി. എല്ലാവരും ഇരുന്നു. ഭീമസേനൻ ഇരുന്നങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് പാഞ്ചാലി ഇങ്ങോട്ട് എണ്ണീട്ടിട്ട് ആ വേഷ്ടിത്തല വലിച്ച് പടക്കി ഇങ്ങോട്ട് കുത്തി മുടിയൊന്ന് അഴിച്ച് നേരെ കെട്ടി. എന്നിട്ട് നേരെ നിന്നാണ് എല്ലാവരും നിരീക്ഷിച്ചത്. മുടി കെട്ടാനും മുണ്ട് നേരെയാക്കാനും എണ്ണീട്ടതാണ് പാഞ്ചാലി എന്നാണ് നിരീക്ഷിച്ചത്. പാഞ്ചാലി എന്നിട്ട് പറയും ചെയ്തു, ഭീമേട്ടനാണ് ദേഹണ്ണം വെച്ചാൽ വിളമ്പാൻ ഞാനാണെന്ന് പറയും. അയ്യോ ഒന്നും പറയണ്ട. ഇതിങ്ങടെ കേട്ടപ്പോഴേക്ക് ആളുകൾ ഇങ്ങോട്ട് എണ്ണീട്ട് കയ്യടിച്ചു, ഡെസ്കമ്പലടിച്ചു, ചുമരുമ്പലടിച്ചു, അപ്പുറത്തിരിക്കണുണ്ട് ചെകിട്ടത്തടിച്ചു. ആരും അറിഞ്ഞില്ല എന്ന് ആ ഒരു സന്തോഷം കൊണ്ടേ. എന്താ അടി കൊണ്ടോനും കൊടുത്തോൻ തീരെ അറിഞ്ഞില്ല, കൊണ്ടോൻ ലേശം അറിഞ്ഞു. എന്നാലും എന്താ ഭീമസേനൻ വലിയ കേമൻ ധാരാളമായിട്ട് പാചകമൊക്കെ നിശ്ചണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ. ഈ നന്നായി വെച്ച് കൂട്ടിയിട്ട് കാര്യമുണ്ടോ? വിളമ്പണോന്റെ കൈ ഈ വെളിച്ചപ്പാറിന്റെ വാള് പോലെയാണ്. അതിങ്ങനെ വിറക്കിയണേ. ചട്ടുകൊക്കെ എടുത്തിട്ട് ഇലയിൽ വിളമ്പുമ്പോ ഇങ്ങനെ ട്രാൻസ്ഫോമറിൽ തൊടും പോലെ വീഴുന്നൊരു പേടി. നമ്മൾ പറഞ്ഞു ഇല്ല വിളമ്പിക്കോളൂ. അല്ലാത്ത ജാതി സൂക്കടാ. അതൊക്കെ വലിയ ദണ്ണാണേ. ചികിത്സിച്ചാലൊന്നും നേരിയവില്ലേ. പണ്ട് നമ്മുടെ വടക്കേല മുട്ടമ്മയ്ക്കുണ്ടായിരുന്നു ഇതെണ്ണ. പല ജാതി ചികിത്സ ചെയ്തിട്ട് നേരെയാവില്ല. കോട്ടയ്ക്കലുണ്ടോ? ആര് ചോദിച്ചു എന്താ വയ്യായ? അത് ഈ കയ്യേക്കൊരു വിറയലാണ് എന്ന് പറഞ്ഞ. ഞാൻ 41 ദിവസം ചികിത്സ അവിടെ ആയിക്കോട്ടെ. 41 സൂഴിച്ചല്ല പിഴിച്ചല്ല കിഴി ധാരയൊക്കെ ഗംഭീരമായിട്ട് കഴിച്ചു. 41ാമത്തെ ദിവസമായപ്പോ മാറിയെന്നാ നിരീക്ഷിച്ചത്. അപ്പോഴും ഇലയിലേക്ക് വിളമ്പുമ്പോ ഈ സൂക്കർ അപ്പോഴും ഉണ്ട്. അത് അവനോന്റെ ഇലയ്ക്ക് വിളമ്പുമ്പോ ഇല്ല കേട്ടോ, ഒട്ടുമില്ല. നല്ലോണം വീഴുണ്ട്. ഭർത്താവിന്റെ ഇലയ്ക്ക് വിളമ്പുമ്പോൾ അത്രക്കില്ല, കുട്ടികളുടെ ഇലയ്ക്ക് വിളമ്പുമ്പോഴും ഇല്ല. അതല്ലാത്ത ഇല കണ്ട പഴയ വെളിച്ചപ്പാടാ കയ്യ്. അപ്പൊ ആര് പറഞ്ഞു ഇതിന് ഇവിടെ ചികിത്സ ഇല്ല എന്നും പറഞ്ഞു. ഏതിന്? ഈ സൂക്കടിന്. അതേതാ സൂക്കട്? അത് വാദത്തിന്റെ അല്ല, അത് വേറെ ചികിത്സ. മറ്റേതിക്ക് ആസ്പത്രി കൊണ്ടുപോകണം കാക്കനാട്ടെ. ഏത് അർത്ഥം മനസ്സിലാവണില്ലേ? എന്നുവെച്ചാൽ അർത്ഥം അതൊരു സംസ്കാരം. ഈ വിളമ്പ് എന്നൊക്കെ പറഞ്ഞൊരു സംസ്കാരമാണേ. പണ്ടൊക്കെ കനിയിലെ പതിവ് വലിയ മുത്തശ്ശിയമ്മമാരൊക്കെ മുത്തശ്ശിയ രാവിലെ പൂജ കഴിഞ്ഞപ്പോൾ ലേശം തീർത്ഥ സേവിച്ചതേ ഉള്ളൂ, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലേ. ധാരാളം വെച്ചിട്ട് അങ്ങനെ വിളമ്പനിയാ വിളമ്പി 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 എത്ര നേരം വിളമ്പിയത് എല്ലാവർക്കും വിളമ്പി കൊടുത്തു. ഇനിയിപ്പോ ഒരു 3 മണിയൊക്കെ ആയി. മുത്തശ്ശിയമ്മേ ഒരു ലേശം അങ്ങോട്ട് ഊണഴിച്ചാലോ ചോദിച്ചു. ഇനിയിപ്പോ 1 2 ആൾക്ക് ഉണ്ണാനുള്ളതേ ഉരുളിയിലുള്ളൂ, ഊണഴിച്ചാലോ ചോദിച്ചാൽ മുത്തശ്ശിയമ്മ പറയും ചെയ്തു, അതെ ഇരിക്കട്ടെ, ആരെങ്കിലും ഇനിയിപ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാലോ ലേശം നേരം കൂടി നോക്കുക. വല്ലവരും ഒരു അപ്പോഴേക്ക് 3:30 കഴിഞ്ഞിരിക്കണോ, എന്നിട്ട് എന്ത് നോക്കണത്, ഇനി ആരെങ്കിലും വന്നാലോ എന്ന് കാത്തിരിക്കുക. അപ്പൊ കണ്ടു 2 ആള് പടിപ്പര കയറി വരുന്നു. ചോദിച്ചു ഉണ്ടട്ടാണോ പറഞ്ഞത്? ചോദിച്ചു ഇല്ല, ഞങ്ങൾ കഴിഞ്ഞ മാസം ഉണ്ടതാണ്. നമ്മൾ പിന്നെ ഉരുളിയോടെ മുഴുങ്ങാനാ പറഞ്ഞത്. അവനെ അപ്പം എന്നാ അതാ ഇരുന്നോളോ, കൈ കഴുകി വന്നോളോ, അവിടെ ഇരുന്നോളോ. അവിടെ ഇരുത്തി ഉള്ളത് അവർക്കും വിളമ്പി കൊടുത്തു. അപ്പൊ മുത്തശ്ശിയോട് ചോദിച്ചു ഇനിയിപ്പോ ഒന്നും ഇല്ല ഉരുളിയിൽ, മുത്തശ്ശി ഇനി എന്താ ഉണ്ണാ ചോദിച്ചു. മുത്തശ്ശി ചോദിച്ചു ഇനി എന്തിനാ ഉണ്ണണത്? നിറഞ്ഞു ആർക്ക വിളമ്പിയിട്ട് നിറഞ്ഞോന്ന്. നമുക്കൊക്കെ ഉണ്ടിട്ടോന്നറിയാം. വല്ലാത്തൊരു നിറവ. മുത്തശ്ശമ്മമാർക്ക് ചോദിച്ചൊക്കെ പഴയ കാലത്ത് ആ വിളമ്പി നിറയലും ഉണ്ട് നിറയലും 2 ജാതി നിറവ. ഈ ഉണ്ട നിറവ് വൈകുന്നേരമായ പിന്നെയും അങ്ങനെയാവും. എന്നാ വിളമ്പിയ നിറവോ അതൊരു കാലത്തും പോവില്ല, ചത്താലും പോവില്ല. ആ നിറവ് എന്നും ഉണ്ട്. വല്ലാത്ത ജാതിയല്ലേ അത്? ആലോചിച്ചു. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, ഇപ്പൊ പിന്നെ അങ്ങനെയല്ല. ഇപ്പൊ വിളമ്പൊക്കെ ഉണ്ട്, വെക്കലും ഉണ്ട്. നല്ലോണം വെക്കാൻ മുട്ടമ്മയും കല്യാണിയും കൂടി നല്ലോണം വെച്ചു. ഇപ്പൊക്കെ കഴിഞ്ഞു. വിളമ്പണ സമയമായപ്പോ അമ്മുട്ടമ്മ കല്യാണമ്മോട് പറഞ്ഞു, അമ്മുട്ടമ്മേ നമുക്ക് ലേശം അങ്ങോട്ട് ഉണ്ടാലോ, പിന്നെ അങ്ങോട്ട് വിളമ്പാലോ എന്നും പറഞ്ഞു. 2 ലോ കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഒന്നും ഇല്ല. ശരിയല്ലേ ഇത്? നമ്മളുണ്ടിട്ട് പിന്നെ വിളമ്പി എച്ചൽ എന്നാ പറയുക. എന്താണ്? നമ്മൾ ആദ്യം ഊണഴിച്ചു എന്നിട്ട് പിന്നെ വിളമ്പി കൊടുത്ത അതിന്റെ പേരെന്താ? എച്ചൽ എന്നാ പറയുക. എച്ചൽ വെച്ചാൽ ഉണ്ടതിന്റെ ശിഷ്ടം എന്നല്ല, എന്നാലും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഉണ്ട ഇലയത്തിന് പറഞ്ഞതല്ല, എന്നാലും ഉണ്ടതിന്റെ ബാക്കി. അതുകൊണ്ട് എച്ചലല്ല കൊടുക്കേണ്ടത്. നമ്മൾ ഉണ്ടിട്ട്
കൊടുത്താൽ അങ്ങനെയാവും. എല്ലാവരുടെയും കഴിഞ്ഞ് ആ സജ്ജനങ്ങളൊക്കെ ഊണ് കഴിച്ചിട്ട് ആ ഉരുളിയിൽ പിന്നെ ശേഷിക്കില്ലേ, അത് ഉണ്ടാൽ അതിന്റെ പേരെന്താണെന്നറിയോ? യജ്ഞശിഷ്ടം എന്നാ പറയുക. എന്താ പേര്? യജ്ഞശിഷ്ടം. യജ്ഞശിഷ്ടാശിനസന്തോ മുച്യന്തേ സർവകിൽവിഷൈഹി എന്ന് പറയും ഭഗവത്ഗീതയിൽ പറയണ്ട. യജ്ഞശിഷ്ടാശികൾക്ക് യജ്ഞശിഷ്ടം കഴിക്കണ കുട്ടിക്ക് ഒരു പാപവും ഉണ്ടാവില്ല അത്ര. അങ്ങനെ കേമാണെന്നാ പറഞ്ഞത്. അങ്ങനെ പാഞ്ചാലിയുടെ ആ വിളമ്പലിന്റെ കഥ. പാഞ്ചാലി നന്നായിട്ട് വിളമ്പൂട്ടു. പാഞ്ചാലി നമ്മൾ പറഞ്ഞില്ലേ, പാഞ്ചാലി കൊട്ടാരത്തിൽ ഇരിക്കുന്ന കാലത്ത് നല്ലോണം വെച്ച് വിളമ്പിയോളാം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കാട്ടിൽ പോയിട്ട് വെക്കേണ്ട വിളമ്പിയില്ലേ, ഓർമ്മയില്ലേ നോക്കെ, മറന്നോ? അങ്ങനെയോ കാട്ടിൽ വെക്കേണ്ട വിളമ്പിയത്? പാഞ്ചാലിക്കാണ് മറ്റേ പാത്രം കൊടുത്തത്. ഏത് പാത്രം? അക്ഷയ കുക്കർ. നമ്മൾ എത്ര കാലമായി കാത്തിരിക്കണം, ഓണം വരുമ്പോഴൊക്കെ പോയി ചോദിക്കും, വന്നുവോ സ്റ്റോക്ക് എത്തിയോന്ന്. ഏത്? പല കഥയുണ്ടോ. അരി വെച്ചാൽ തന്നെ നമുക്ക് വാർക്കാൻ ഉണ്ടാവുള്ളൂ, വെച്ചാൽ തന്നെ വാർക്കാൻ ഇല്ലേ ഇനി. അപ്പൊ പാഞ്ചാലി ഇത്രയും കാലം വെച്ച് വിളമ്പിയിട്ട് പിന്നെ വെക്കാതെ വിളമ്പി എന്ന് പറഞ്ഞാൽ കുറെ കാലം വെച്ച് വിളമ്പിയവർക്ക് പിന്നെ വെക്കാണ്ടിയും വിളമ്പാന്നുള്ള പ്രാപ്തി കാണിക്കലാണത്. ഗംഭീരമായിട്ട് വിളമ്പി. അതായത് വിളമ്പൽ ഒരു സംസ്കാരമാണ്. അത് ചിലർ ആ വിളമ്പണത് കണ്ടാൽ തന്നെ നമ്മൾ വേണ്ടെങ്കിലും കൊണ്ടുപോകും, ചിലർ വിളമ്പുന്നത് കണ്ടാൽ വേണമെങ്കിലും എണീറ്റ് പോവുകയും ചെയ്യും. അങ്ങനെ തോന്നില്ലേ? അങ്ങനെ ആ വിളമ്പെന്ന് കാണുമ്പോൾ നമുക്ക് എന്താല്ലേ പറഞ്ഞു, കഴിക്കോ തിരുമേനിക്ക് ക്ഷീണുണ്ട്, നമുക്ക് അത്രയൊന്നും വയ്യ, എന്നാലും എന്താ ചെയ്യുക, അങ്ങോട്ട് വിളമ്പണേ, കഴിക്കോ എന്താ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കറിയില്ല ഇത് എവിടേക്കാ ഉണ്ടത്. പിന്നെ നമുക്ക് വയ്യ, പിന്നെ നമ്മൾ ഇങ്ങനെ പോവുക. എന്നാലും ആ സ്നേഹത്തിന്റെ മുമ്പിൽ നമ്മൾ തോറ്റ്. അത് പണ്ട് പറയാറുണ്ട്, ഊണ് കഴിക്കാച്ച, ആഹാരം കഴിക്കാച്ച ഭോജനം മാതൃഹസ്തേന. കേട്ടിട്ടുണ്ടോ അത്? ഇല്ലേ? ഊണ് കഴിക്കാച്ച അമ്മമാരുടെ കൈ കൊണ്ട് വിളമ്പി ഊണ് കഴിക്കണം എന്നാ പറയും. കങ്കണം രാജ്യഹസ്തേന. പട്ടും വളയും കിട്ടുമ്പം ഏത് കൈ കൊണ്ട് കിട്ടണം? അമ്മാവന്റെയാ. അമ്മാവൻ പട്ടും വളയൊക്കെ തരും, ഒരു മരുവനല്ലേ ഉള്ളൂ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതിപ്പോ അദ്ദേഹം നമുക്ക് തന്നു എന്നൊക്കെ വരും. അല്ല, അദ്ദേഹത്തിന് വേറെ ആരും ഇല്ലല്ലോ. അതിലെന്താ മഹിമയുള്ളത്? മഹിമ കിടക്കുന്നത് എവിടെയാ? പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന്, പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടുമ്പോഴല്ലേ അതിനൊരു വിലയുള്ളൂ. വലിയ സ്ഥാനത്ത് നിന്ന് കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ പതിവ്. അതാണ് പട്ടും വളയും രാജാവിന്റെ കൈ കൊണ്ട് കിട്ടണം. അതാണ് കങ്കണം രാജഹസ്തേന ഭോജനം മാതൃഹസ്തേന. ഊണഴിക്കുമ്പം അമ്മയുടെ കൈ കൊണ്ട് ഉണ്ട് വാങ്ങി വിളമ്പി ഉണ്ട് കഴിക്കണം എന്നാ പറയുക. താടനം സർവഹസ്തേന. അത് ശ്ലോകത്തിൽ ഇല്ലട്ടെ, എവിടെയും പോയി ചെല്ലണ്ട, നമ്മളൊരു ഒഴുക്കനായിട്ട് ചെല്ലിയെന്നേ ഉള്ള. അടി ഏത് കൈ കൊണ്ട് കിട്ടിയാലും നന്നാവും. നന്നാവണമെന്നാണെങ്കിൽ നന്നാവില്ല. അത് ശ്ലോകത്തിൽ ഇല്ലട്ടോ, ഇനി അതൊന്നും എവിടെയും പോയി പറയണ്ട, അതുണ്ട് എന്ന്. അതായത് അപ്പൊ ഭോജനം മാതൃഹസ്തേന എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഊണഴിക്കുമ്പോ നമ്മുടെ കൈ പറഞ്ഞാൽ നമ്മുടെ അമ്മേനെ പറ്റ അമ്മേനെ ആവണമെന്നില്ല, മാതൃഭാവേന വേണം വിളമ്പാൻ എന്നാണ്. ഇപ്പൊ ആര് വിളമ്പുകയാണെങ്കിലും അമ്മ മക്കളൊക്കെ എങ്ങനെയാ വിളമ്പുക? ആ ഭാവം വിളമ്പണം, ഡെയിലി വേണം. അപ്പോഴാ വിളമ്പല് നന്നാവുള്ളൂ എന്ന്. ശരിയില്ല, അമ്മമാരുടെ വിളമ്പലുണ്ട്. അമ്മ എങ്ങനെ വെച്ചിട്ടുണ്ടോ? അമ്മ ഇങ്ങനെ വിളമ്പും, ഇങ്ങനെ. നമ്മളെ അമ്മ വിളമ്പാൻ വരുമ്പോഴേ നമ്മൾ പറയും മതി 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 മതി. വിളമ്പാൻ ചട്ടുകായിട്ട് വരുമ്പോഴേക്കന്നെ നമ്മൾ മതി മതി. എന്നാലും അമ്മ 16 ചട്ടകം വിളമ്പിയിട്ട് അങ്ങോട്ട് പോകും. അമ്മ ഒരു 2 ചട്ടകം വിളമ്പിയിട്ടാണ് നമ്മൾ മതി മതി എന്ന് പറയണു വെച്ചാൽ 16 2 18 ചട്ടകാണ് അതിന്റെ കണക്ക്. ശരി. അപ്പൊ നമ്മുടെ വയറിന്റെ ഉള്ളളവ് നമ്മളെക്കാൾ നിശ്ചയുള്ള ഒരാള് ഭൂമിയിൽ ഒരാളേ ഉള്ളൂ. അതാരത്? ഫുഡ് ഇൻസ്പെക്ടറാ? ഫുഡ് ഇൻസ്പെക്ടർ അല്ല. ആര്? അമ്മേണേ. ശരിയോ തെറ്റോ? നമ്മളെക്കാൾ നിശ്ചയുള്ള അളവ് നിശ്ചയുള്ള അമ്മയ്ക്കേശല്ലോ. അമ്മമാരെങ്ങനെയാ വിളമ്പേ? എത്ര വിളമ്പിയാലും മതിയാവില്ല. അങ്ങനെ ഒരു ദിവസം അമ്മ അമ്പലത്തേക്ക് പോയി. അമ്പലത്തിലെ വിശേഷാലൊക്കെ ആയതുകൊണ്ട് അമ്മ അങ്ങോട്ട് പോയി. വിളമ്പാൻ നിന്ന് അമ്മുട്ടിയാ ഭാര്യ. അമ്മ പാത്രമൊക്കെ ആയിട്ട് വിളമ്പാൻ വന്നു. കിണ്ണത്തിൽ ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ വിളമ്പ്. അപ്പൊ നമ്മളെ മതി 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 എന്ന് പറയും. അമ്മൂട്ടിയമ്മ പാത്രമായിട്ട് അവന് വൈകുന്നേരം വെക്കണ്ടല്ലോ എന്ന് പറഞ്ഞ അടുക്കളയ്ക്ക് പോവുകയും ചെയ്തു. എവിടേക്കായി പോണത്? ദിക്ക് വിളമ്പോ എവിടേക്കായി പോണത് ചോദിച്ചു. അതല്ലേ മനുഷ്യ മതി മതി എന്ന് പറഞ്ഞത്. ഞാൻ അമ്മയെ നിരീച്ചു എന്നും പറഞ്ഞു. എന്താണെന്ന്? അമ്മയാണെന്ന്. വ്യത്യാസം മനസ്സിലായില്ലേ? ഇതൊന്നും കേട്ട് ഭാര്യമാരോട് ശണ്ഠ കൂടാൻ നിൽക്കണ്ട, വെള്ളം കിട്ടില്ല. അങ്ങനെ ഭാര്യമാരെ കുറ്റം പറഞ്ഞതൊന്നും അല്ലത്. എന്താ വെച്ചോ, ആ വിളമ്പുമ്പോ ഒരു മാതൃഭാവം. അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും അനിയത്തിയാണെങ്കിലും ഓപ്പോളാണെങ്കിലും അടുത്ത വീട്ടിലെ വല്യമ്മയാണെങ്കിലും ഏതെങ്കിലും നാട്ടിലെ അമ്മമാരാണെങ്കിലും ആരെയും ആ വിളമ്പുമ്പോഴത്തെ ഭാവം. പാഞ്ചാലി നല്ല മാതൃഭാവേന വിളമ്പണോളാണ്. സദ്യ വലിയ സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. അതുകൊണ്ട് ഒരു ഉണർവ് വന്നു കേട്ടോ. അപ്പൊ ഓരോരുത്തർ എണീക്കാൻ തുടങ്ങി. കർണൻ എണീറ്റിട്ട് പറഞ്ഞു, ദാനം കൊടുക്കുന്ന ആ പീസിൽ ഞാനിരുന്നോളാന്നും പറഞ്ഞു. അവിടെ ദാനം കൊടുക്കുന്ന ആ പീസ് ഉണ്ടാവുമല്ലോ, അതിൽ ഞാനിരുന്നു, നന്നായി ആയിക്കോട്ടെ എന്നും പറഞ്ഞു.
അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, വരണവരുടെയൊക്കെ കാല് കഴിക്കാൻ കിണ്ടിയും വെള്ളമായിട്ട് പരിപ്പരയിൽ ഞാൻ നിന്നോളാമെന്നും പറഞ്ഞു. എന്താണ്, ആളുകൾ ഇങ്ങനെ വരില്ലേ, വരുന്നവരെയൊക്കെ കാല് കഴിക്കാനായിട്ട് ഭഗവാൻ കിണ്ടിയും വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക, വരുന്നവരെ കാല് കഴുകുക, അങ്ങോട്ട് പോവുക, കാല് കഴുകുക. വരുന്നവരുടെ കാല് കഴിക്കാൻ, നമ്മളൊക്കെ വരുന്നവരെ കൊണ്ട് കാല് കഴിക്കാൻ നമ്മൾ കാല് നീട്ടിയിരിക്കുക, അത് വേറെ കാര്യം. അതല്ല പറഞ്ഞത്, നമ്മുടെ കാല് കഴിക്കല്ല, ഭഗവാൻ വരുന്നവരുടെയൊക്കെ. അത് കേട്ടപ്പോൾ വലിയ സന്തോഷം. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടോ, ആ മുമ്പിൽ തന്നെ ആ നടവാതിൽ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ തന്നെ ചിരിച്ചും കൊണ്ട് ഭഗവാൻ നിൽക്കുമ്പോൾ ഒരു ഐശ്വര്യമാണ്, ആളുകൾക്കൊക്കെ വരാൻ തോന്നും. ഇല്ലെങ്കിൽ ഈ മുമ്പിലൊക്കെ നമ്മൾ നല്ലൊരു വെളിച്ചുള്ള മുകളിലതിനെ കൊണ്ടുപോയി നിർത്തണം, അല്ല അങ്ങനെയല്ലേ? മുമ്പിലൊരു വെളിച്ചുള്ള ഒരാളെങ്ങനെ നിന്നിങ്ങനെ ചിരിച്ച് നിൽക്കാൻ നമുക്ക് വേണ്ടെങ്കിൽ ഒന്ന് ഇതെന്ന് കയറി അത് ചിരിക്കേണ്ടത് പോയി നോക്കാം, തോന്നില്ലേ? ചില ദിക്കിലൊക്കെ പോയാൽ കാണാം ഓരോന്നിനെ ചെപ്പോടെന്ന് കരി പിടിച്ച മാതിരി ഉണ്ടാവും. ഓ ഇതിൻ്റെ ഒരു നോട്ടം ഉണ്ട്, എന്തോ പനോട് കടമ വാങ്ങിയിട്ട് നമ്മൾ നാട് വിട്ട് പോയാൽ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനത്തെയൊക്കെ കൊണ്ടുപോയിട്ട് ആ പുക പോണ ദിക്കിൽ വെക്കണം, ഇവിടെ ഇന്ന് മുമ്പിൽ വെക്കരുത്. മുമ്പിൽ ആ പ്രസന്നവദനം, നല്ല ചിരിച്ച ആ ഒരു വൃത്തിയും വെടുപ്പായിട്ട് അങ്ങനെയുണ്ടല്ലോ, ഒരു നല്ല പ്രസന്നത വേണമെന്നാ പറഞ്ഞത്. ഭഗവാനാണെങ്കിൽ മുമ്പിൽ ഇങ്ങനെ അങ്ങനെയല്ലേ പ്രസന്നവദനൻ ധ്യായേൽ എന്നല്ലേ നമ്മൾ പഠിച്ചത്. ആ ഭഗവാൻ സന്തോഷമായി. ഇപ്പൊ ദുര്യോധനോട് ചോദിച്ചു, ദുര്യോധന തനിക്കിപ്പോൾ എന്താ പറ്റുക പണി ചോദിച്ചു. ഇപ്പൊ ദുര്യോധനൻ പറഞ്ഞു, എനിക്കിപ്പം ഭീമസേനൻ പറഞ്ഞ മാതിരി പാചകമൊന്നും എനിക്ക് പറ്റില്ല, ഞാൻ ഇതുവരെ ഒരു കാപ്പി പോലും സ്വയം ഉണ്ടാക്കി കഴിച്ചിട്ടില്ല, കണ്ടോരും വല്ലവരും ഉണ്ടാക്കിയ കാപ്പി എടുത്ത് കുടിച്ചിട്ടാണ് എനിക്ക് ശീലം. പിന്നെ ഇപ്പൊ പാഞ്ചാലി പറഞ്ഞ മാതിരി വിളമ്പാനൊന്നും എനിക്ക് വശമില്ല, ഞാൻ ഇതുവരെ ഒരു നായയ്ക്ക് പോലും ഒരു ഉരുള ചോറ് കൊടുത്തിട്ടില്ല, കിട്ടിയതൊക്കെ ഉരുട്ടി മിണുങ്ങാന്നല്ലാതെ ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല, എനിക്കതൊന്നും പറ്റില്ല. പിന്നെ ഇപ്പൊ ശ്രീകൃഷ്ണൻ പറഞ്ഞ മാതിരി കാല് കഴിക്കണ കാര്യമൊന്നും എനിക്ക് പറ്റില്ല, ഞാൻ തന്നെ കാല് കഴിയിട്ട് 4 കൊല്ലായി. പിന്നെ ഇപ്പൊ തനിക്കിപ്പോൾ എന്താണോ പറ്റുക ആര് ചോദിച്ചു? എല്ലാവരും കൂടി ചോദിച്ചു. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, എനിക്ക് പറ്റണ പണം പിടുത്തം. എന്ത് പിടുത്തം? പണം പിടുത്തം. ഈ വരണവരോടെ അതെ അമ്മൂട്ടിയമ്മ ഞാൻ 5000 എഴുതി, ബോധം കെട്ട് വീണു, പെൻഷൻ കിട്ടിയിട്ട് 3 മാസമായി. വീണു, എന്ത് ചെയ്യും? നാട്ടുകാരുടെ ഇടയിൽ നിന്ന് ഇല്ല എന്നൊക്കെ പറയാൻ വയ്ക്കുകയോ? പരസ്യമായിട്ടാ ചോദിക്കണത്. ഉണ്ടാവുക എന്നൊക്കെ വെച്ചാൽ നമ്മൾ മെല്ലെ ആവുമ്പോൾ ആരും കേൾക്കില്ല. പരസ്യമായിട്ട് 5000 എഴുതിയിട്ട് ഞാൻ തരില്ല, കഷ്ടത്തിലാന്ന് പറഞ്ഞാൽ നമ്മുടെ ദുരിതമൊക്കെ നാട്ടുകാരെ കേൾപ്പിക്കാണ്ട് എന്തോ ഒരു ഇതിന് ശേഷം പിന്നെ ആളുകളൊന്നും പടി കടന്ന് വരാണ്ട് അപ്പുറത്തെ മുളയുടെ കൂട്ടത്തിൽ കൂടി മുണ്ട് കയറി എന്നൊക്കെ പറഞ്ഞാലും തരക്കാരില്ല, 5000 പോവില്ലല്ലോ നിരീച്ച് ഏതൊക്കെയോ ഉണ്ടടൊഴി കൂടിയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ പറഞ്ഞു. ദുര്യോധനാച്ച ഇപ്പൊ ദുര്യോധനൻ ചിന്തിച്ചു, പിടിച്ച പണവും ഇവിടെ ഉള്ള പണവും കാഴ്ചയായിട്ട് കൊണ്ടുപോകുന്ന വസ്തുക്കളും ദ്രവ്യങ്ങളും സ്വർണവും രത്നവും മാനയും കുതിരയും എല്ലാം കൂടി ചിന്തിക്കുമ്പോൾ മഹാരാജാവ് അധികാരം കൊണ്ട് ചക്രവർത്തി ആവുകയല്ല ചെയ്തത്, സമ്പത്തോണ്ടും കൂടി ഇപ്പൊ എന്താണ് സർവസമ്പന്നനായിട്ട് തീർന്നു. ഇത് സഹിച്ചില്ല ആർക്ക്? ദുര്യോധന ഉള്ളിലിങ്ങനെ വേവലാതി വല്ലാത്ത ദണ്ണം എന്നും പറയും. അക്കാലത്ത് ഈ പാണ്ഡവന്മാർക്ക് മയൻ എന്ന പേരായ അസുരശില്പി ഒരു സഭ പണിത് കൊടുത്തായിരുന്നു. ഈ സഭയുടെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, ഈ സഭയെ മഹാവിശിഷ്ടമായ സഭയാണ്. ഈ സഭയിലേക്ക് ധാരാളം ആളുകൾ ഇങ്ങനെ വരാറുണ്ടത് കാണാനേ. പലരും വരും പോവും പാണ്ഡവന്മാരുടെ ഈ സഭ കാണാൻ ധാരാളം പേര് വരിയായിട്ട് വരുമ്പോഴും ഈ കൗരവന്മാര് മാത്രം സഭ കാണാൻ പോയില്ല. എന്താ വെച്ചോ, കാണാൻ വയ്യ, അതുകൊണ്ടാണ് സഹിക്കില്ല. എന്ത് ഇവിടെ ഇങ്ങനെ വേദനിക്കേ കാണുമ്പം അസൂയുണ്ടേ. അപ്പൊ ആരോ ചോദിച്ചു അസൂയ കൊണ്ടാണോ എന്ന് ചോദിച്ചു. അസൂയ കൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോ പിന്നെ ഇനിയിപ്പം പോയില്ലെങ്കിൽ മോശമല്ലേ? നമുക്ക് അസൂയ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അത് രസമല്ല. നമ്മളുള്ളത് നമ്മൾ കൊണ്ടുനടന്നോളൂ. ഇങ്ങനെ ആലോചിക്കും, അത് വലിയ വിഷമായി. അപ്പൊ അനിയന്മാരോട് പറഞ്ഞ, അനിയന്മാരെ നമുക്കൊരു കാര്യം ചെയ്യുക, എല്ലാവർക്കും കൂടി ഒരു ദിവസം പോയിട്ട് വരിക, ഈ ആളുകളെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ ഒന്നും. അനിയന്മാരെ 100 എണ്ണത്തിനെയും കൂട്ടി, ഇത് 100 എണ്ണം ഉള്ളതുകൊണ്ട് എല്ലാത്തിനും രൂപ ആക്കണ്ടേ, കുറച്ച് ദിവസത്തെ രൂപ ആക്കലൊക്കെ ഉണ്ടായി എന്നിട്ട് പറയും ചെയ്ത് നമുക്കൊന്ന് പോവുക. പിന്നെ എന്താ വെച്ചാൽ ഞാൻ മുമ്പിൽ നടക്കണ എൻ്റെ മാതിരിയെ നിങ്ങൾ ചെയ്യാവൂ. അവിടെ ചെന്ന് അതും ഇതൊക്കെ കാണിച്ച് നാണും മാനൊന്നും കളയരുത്. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അടക്കം പാഞ്ചാലി കൂട്ടരൊക്കെ നോക്കി നിൽക്കണ്ടാവും. അതുകൊണ്ട് ആലോചിയൊന്നും ഉണ്ടാക്കരുത്, പേര് ദോഷം വരുത്തരുത്. നമ്മളങ്ങനെ അത്രയ്ക്ക് ഉറപ്പും അത് യോജിപ്പും ഒക്കെ ഉള്ളവരാണെന്ന് അവർക്ക് ബോധ്യമാവണം. എനിക്ക് നല്ല പട്ടൊക്കെ എടുത്ത് ചുറ്റി നല്ല വൃത്തിയും വെടുപ്പും ഒക്കെ ആയിട്ട് അലങ്കരിച്ച ആഭരണങ്ങളൊക്കെ പഴയതിൽ ബാങ്കിൽ പണയം വെച്ചതൊക്കെ ഒന്ന് എടുത്തോളൂ, പിന്നെ കൊണ്ടുപോയി വെക്കാം. ഒക്കെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സന്തോഷമായിട്ട് പോവാം. മനസ്സിലായില്ലേ? അങ്ങനെ അനിയന്മാരെയൊക്കെ കൂട്ടി മുമ്പിൽ ദുര്യോധനും പിമ്പില് അനിയന്മാരായിട്ട് വന്നു. ഇവരിങ്ങനെ സഭയിലേക്ക് കടന്നു വന്നപ്പോഴേ യുധിഷ്ഠിര മഹാരാജാവിന് സന്തോഷം. ആ ദുര്യോധന നന്നായി കണ്ടോളൂ എന്ന് പറഞ്ഞ് കാണാനായിട്ട് അയച്ചു. ദുര്യോധനാണെങ്കിൽ രാജാവാണല്ലോ, പിന്നെ മാത്രമല്ല രാജകുമാരനും ആണല്ലോ, പിന്നെ മാത്രമല്ല മഹാകേമനും ആണല്ലോ. ഒക്കെയുള്ള നാട്യത്തിൽ ദുര്യോധന ഇങ്ങനെ നടന്ന് അനിയന്മാരോടൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന അനിയന്മാർ അങ്ങനെ ഇനിയും നടക്കേണ്ട, അവർ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വന്നവരല്ലേ. നടന്ന് കുറച്ചങ്ങോട്ട് മുമ്പിലേക്ക് ചെന്നപ്പം ഇവിടോന്നും പറഞ്ഞ് ദുര്യോധനൻ മലർന്നങ്ങോട്ട് വീണു. എന്താന്ന് മനസ്സിലായില്ല. അപ്പൊ ദുശാസനൻ പിമ്പിന്ന് വന്നിട്ട് ചോദിച്ചു, എന്താ വല്യേട്ടാ ചോദിച്ചു.
അപ്പൊ ദുര്യോധനൻ ചോദിച്ചു, മുഹണ്ണോ മുഹണ്ണോ, മനസ്സിലാവണില്ല, മൂക്കുണ്ടോന്നാ ചോദിച്ചു. അത് എന്തിൻ്റെയോ മുകളിൽ മൂക്ക് ഇടിച്ചു പോയി, മൂക്കൊക്കെ പരന്ന് പാണ്ടിലോറി കയറിയ മാതിരിയായി മൂക്ക്, മുഖം നല്ല മിനുസം, ആ കുണ്ടും കുഴിയൊക്കെ പോയ മട്ട ഒന്നുമില്ല. എന്താപ്പത്? അതായത് സ്ഫാടിക ഭിത്തി എന്നതിന്റെ പേര്. എന്താ പേര്? സ്ഫാടിക ഭിത്തി. ചെന്താർത്ഥം സ്ഫടികം കൊണ്ട് നിർമ്മിച്ചൊരു ഭിത്തി അവിടെ ഉണ്ടാവും. ചുമരെ കണ്ടില്ല, കാണുന്നില്ല, അത് ഇടിച്ചു വീണതാണേ. അപ്പൊ ദുര്യോധന്റെ മൂക്കൊക്കെ പരന്ന് പോയി എന്ന് കണ്ടപ്പോ ദുശാസന മൂക്കൊക്കെ പിടിച്ച് വലിച്ച നേരെയാക്കിയപ്പം ഇപ്പൊ കാണാൻ മാത്രമൊക്കെ ആയി. അപ്പൊ യുധിഷ്ഠിരൻ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, അയ്യോ ദുര്യോധന, ഞാനത് പറയാൻ മറന്നു, അവിടെ ഒരു ചുമരുള്ള കാര്യം ഞാനത് വിട്ടുപോയി, ഇനി പേടിക്കണ്ട, ഇനി ആ ജാതി ചുമരില്ല, അത് ആ തുടക്കത്തിലേ ഉള്ളൂ എന്നും പറഞ്ഞു. ദുര്യോധനൻ ഇങ്ങനെ നടക്കുകയാണേ, അങ്ങനെ ആ മുമ്പിൽ ആ മറ്റേ വടി ഇങ്ങനെ നീട്ടി പിടിച്ചിട്ടാണ്. അത് ദുശാസനൻ ചോദിച്ചു, എന്താ ഏട്ടാ ഇങ്ങനെ നടക്കുന്നത്, റെയിൽവേ സ്റ്റേഷനിലൊക്കെ മറ്റേ നടക്കണ മാതിരി ചോദിച്ചു. ഒന്നുമില്ല ഉണ്ണിയെ, പറഞ്ഞതൊക്കെ ശരി തന്നെ, എന്നാലും മൂക്ക് അവനവൻ്റെ അല്ലേ എന്നും പറഞ്ഞു. പറയണോന്ന് പറഞ്ഞു പോയാൽ മതി, മലർന്ന് കുത്തി വീണ അവനവൻ്റെ അല്ലേ മൂക്ക്, അവനോ നോക്കണ്ടേ. അതപ്പം അങ്ങനെ നടന്നു കുറേ കാര്യങ്ങളൊക്കെ പല ജാതി മഹിമകൾ കണ്ട് കുറച്ചങ്ങോട്ട് ചെന്നപ്പം അതിമനോഹരമായ ഒരു കുളം, മഞ്ഞത്താമര, വെള്ളത്താമര, നീലത്താമര, എന്തൊക്കെ ജാതി പൂക്കളാ അതിലിങ്ങനെ ഇവൻ അടിപ്പാടി നിൽക്കണം. വണ്ടികള് ഇങ്ങനെ പറക്കണു, ഇങ്ങനെ ഓളം തള്ളണേ, വെള്ളത്തിന്റെ സ്ഫടികം പോലത്തെ വെള്ളത്തിന്റെ എന്തോ ഒരു ജാതി ഭംഗിയാണ്, ഒന്നും പറയണ്ട. ദുര്യോധനൻ നോക്കി, വക്കത്തെ കൂടി പോവാൻ പഴുതുണ്ടോ? വക്ക് പഴുതില്ല. ആ വക്കത്തെ കൂടി അവിടെയും പഴുതില്ല, മുഴുവനും കൊള. ദുര്യോധനൻ കുളത്തേക്ക് നോക്കി, ആഴുണ്ടാവും, മുണ്ടൊന്ന് വലിച്ചു കയറ്റി, ഉണ്ടാവും, ഒന്നും കൂടി കയറ്റി, നമ്മൾ ഈ നോക്കുമ്പോ കാണുന്നതിനേക്കാളും ഉണ്ടാവും, ഒന്നും കൂടി കയറ്റി, അങ്ങനെ കയറി 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 മുണ്ടൊക്കെ കുറച്ച് മാളികേമ്പലെത്തി. നമ്മൾ ഈ മുണ്ടുടുക്കണതിനൊക്കെ ഒരു ഉണ്ടല്ലോ, ആ ഒരു കഴിഞ്ഞിട്ട് ആര് പോയി? മുണ്ട് കക്ഷത്തൊക്കെ എത്തി തുടങ്ങി. അപ്പൊ യുധിഷ്ഠിരൻ ഇങ്ങോട്ട് വന്നു, ദുര്യോധന എന്താ ഈ അശ്ലീലായിട്ട് ഇങ്ങനെ നിക്കണത് ചോദിച്ചു. അതെ വല്യേട്ടാ, ഇത് ഡ്രൈ വാഷാണേ എന്നും പറഞ്ഞു. നനയ്ക്കാൻ പറ്റാത്ത ജാതി മുണ്ടാണേ. എന്തിന്റെ കാര്യം? അല്ല മുണ്ടൊന്നും നനയൂലോ നിരീക്ഷിച്ചിട്ട് കുളത്തിലിറങ്ങുമ്പോളേ, ഏത് കുള? അല്ല ഇവിടുത്തെ കുളേ. അശ്വന്റെ ദുര്യോധന, അത് കുളല്ല, അത് നമ്മുടെ മയനൊട്ടിച്ച പുതിയ ടൈൽസാണേ. മുണ്ട് കിട്ട് താഴ്ത്തിയിട്ടു. അനിയന്മാരെയൊക്കെ നോക്കിയപ്പോ അനിയന്മാരൊക്കെ ഇങ്ങനെ കയറ്റ, എന്താണ് അശ്ലീലം കാണിക്കുന്നത്? മുണ്ട് താഴ്ത്തടോ അശ്ലീലം ഇങ്ങനെ കാണിക്കുക. ഏട്ടൻ കാണിച്ചത്ര കാണിച്ചിട്ടില്ല എന്നും പറഞ്ഞു. അവരൊക്കെ ഇങ്ങനെ മുണ്ടിന്റെ വക്ക് പിടിച്ചിറങ്ങിയിട്ടില്ല. ഏട്ടനൊന്നും നല്ലോണമൊക്കെ അങ്ങനെ ആയി. അപ്പൊ അത് വെറും ഇങ്ങനെ ഒരു സ്ഫടികം കൊണ്ടുണ്ടാക്കിയതന്നെ, കണ്ടാ എന്തേ തോന്നുള്ളൂ? കോളാണെന്നേ തോന്നുള്ളൂ. അങ്ങനെയുണ്ടേ. അദ്ദേഹം അങ്ങോട്ട് നടന്നു. സമാധാനായി. യുധിഷ്ഠിരൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. നടന്ന് അങ്ങോട്ട് ചെന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ട് കുറെ ഉണ്ട് കാണാൻ. ഒടുക്കം ഏതാണ്ട് തീരാറായപ്പോഴാണ് അപ്പുറത്തതാ അതാ ഇതേ ജാതി ടൈൽസ് അവിടെയുണ്ട്, മറ്റേ ജാതി ടൈൽസ് ഇവിടെ ഒട്ടിച്ചിരിക്കണോ. ഇയാളെ പറ്റിക്കാനേ ഈ വക്കിന് തൊട്ടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് അനിയന്മാരോട് പറഞ്ഞു, ഇനി ഇവിടുന്ന് ആരെങ്കിലും മുണ്ടമ്മ തൊട്ടാൽ ഞങ്ങൾ തൊടില്ല എന്നും പറഞ്ഞു. സൂക്ഷിച്ചോളൂ, നാണം മാനൊന്നും കളയാണ്ട പോന്നോളൂ എന്നും പറഞ്ഞു. ഇതാ വലിയേട്ടൻ നടക്കും പോലെ ഇങ്ങനെയും നടന്നാ മതി, ചീത്തത്തൊന്നും കാണിച്ച അശ്ലീലം ഇല്ല ഏട്ടൻ കാണിക്കും പോലെ ഇനി ഞങ്ങൾ കാണിക്കുള്ളൂ എന്ന് പറഞ്ഞു. ദുര്യോധനൻ അങ്ങോട്ട് നടന്ന ആ പുതിയ ടൈൽസിക്ക് അങ്ങോട്ട് കാല് കുത്തി കുള്ളു അതാ പോണ. അത് കൊളയിരുന്നു. അടിയിലേക്ക് അങ്ങോട്ട് പോയി ദുര്യോധനൻ അടിയിലേക്ക് അങ്ങോട്ട് പോയപ്പോ ദുശാസനൻ അതിന്റെ വക്കത്ത് ഇങ്ങനെ നിന്നിട്ട് അനിയന്മാര് ചോദിച്ചു, ചാടണോ, നമ്മൾ ആരെങ്കിലും ചാടണോ ചോദിച്ചു. അപ്പൊ ദുശാസനൻ പറഞ്ഞു, നമ്മൾ ചാടൊന്നും വേണ്ട, ഏട്ടൻ എന്താ ഇവിടെ തന്നെ ഉണ്ട്, കുമ്പള വരണുണ്ട് എന്നും പറഞ്ഞു. കേട്ടോ, ഏട്ടൻ പിന്നെ പോയാ വരണതല്ലേ, വന്നോളും, വരും അവിടെ നോളും. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അതൊരു കുറ്റിച്ചൂലിന്റെ തല കണ്ടു ഇങ്ങനെ. അപ്പൊ കുറ്റിച്ചൂലിന്റെ തലയല്ല, ഇപ്പൊ എന്റെ കുടുംബയാണ്. അത് വരുമ്പോഴൊക്കെ മഷി പെരട്ടി വന്നത്, ആക്കെ കുളത്തിൽ പോയി. എന്താ ചെയ്യ? പിടിത്ത ഒരൊറ്റ പിടുത്തം അങ്ങോട്ട് പിടിച്ചിട്ട് എല്ലാരും കൂടി 99 എണ്ണം കൂടി വലിച്ചങ്ങോട്ടെ കരയിലേക്ക് ഇങ്ങോട്ട് വലിച്ചിട്ട്, ഇത് കുറുക്കൻ ചത്ത് വീർത്ത മാതിരി വയറൊക്കെ എന്നും പറഞ്ഞിങ്ങനെ ചെണ്ട വരിഞ്ഞ മാതിരി വലിഞ്ഞ മുറുകി നിൽക്കുക. വയറ് വെള്ളം കുടിച്ചിട്ടേ ബോധമില്ല, കഥയില്ല. ബോധം പണ്ടേ ഇല്ല, ചപ്പം എന്താവില്ലല്ലോ. ഏതായാലും ഇപ്പൊ ഉള്ള ബോധവും പോയി, വയറൊക്കെ വീർത്തിട്ട് എന്ത് ചെയ്യും? ഇതിങ്ങനെ കിടന്ന ചത്തുവില്ലേ? അവൾക്ക് ദുശാസനോടെ ചെന്നിട്ട് ചോദിച്ചു, യുധിഷ്ഠിരേട്ട ഒരു ഒരലുണ്ടാവുമോ ചോദിച്ചു. ഒരലേ? എന്തിനാ ഒരല്? ഒരല്. അപ്പൊ ദുര്യോധനനെ ചോദിച്ചപ്പോ ദുര്യോധനെ കടത്താനാ ചോദിച്ചതേ. അപ്പൊ യുധിഷ്ഠിരൻ തിരിച്ചു ചോദിച്ചു, ഗ്രൈൻഡർ മതിയോ ചോദിച്ചു. അയ്യോ ഗ്രൈൻഡർ കൊണ്ട് ഇത് എന്ത് ചെയ്യാനാണ്?
സ്റ്റൂൾ ഉണ്ടാവുമോ ചോദിച്ചു. അപ്പൊ ചോദിച്ചു ക്വസ്റ്റ്യൻ മതിയോ ചോദിച്ചു. എന്തെങ്കിലും ഒരു സാധനം തരും, ചത്തുപോയിട്ട് എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? വേഗം വടക്കേ പറമ്പിൽ അവിടെ കുമ്മായം തയ്ക്കാൻ വന്നവൻ കൊണ്ടുപോയ കാലില്ലാത്ത മറ്റേ ഡെസ്കില്ലേ, അതിന്റെ ആ സ്റ്റൂള്, 3 കാലുള്ള സ്റ്റൂള് 4 ഒന്ന് ഊരിപ്പോയി. അത് 3 കാലുള്ള സ്റ്റൂള് കൊണ്ടുവന്ന് ഇല്ലാത്ത കാലുള്ള ഭാഗം ചുമരിന്റെ മൂലയിലേക്ക് കൂട്ടിയിട്ടിട്ട് അവിടെ ഇങ്ങോട്ട് വെച്ച് അതിന്റെ മുകളിൽ കമഴ്ത്തി അങ്ങോട്ട് കിടത്തിയാരേ ദുര്യോധനെ. കുറെ കമഴ്ത്തി കിടത്തിയപ്പോൾ കുറെ മൂക്കിക്കൂടിയും കുറെ വായക്കൂടിയും അങ്ങോട്ട് പുറത്തേക്ക് പോയപ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ടായി ദുര്യോധനെ. എന്നിട്ട് ദുര്യോധനെ ആ ചുമരിന്റെ മൂലയില് ആ സ്റ്റൂളിന്റെ മുകളിൽ കുത്തിച്ചാരി അവിടെ ഇരുത്തി. ദുര്യോധനൻ ഇങ്ങനെ മൂലയിലായതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മറയാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണുണ്ട് അവിടെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദുര്യോധനൻ ദുശാസനെ വിളിച്ചു. എന്താ വലിയേട്ടാ, എന്താ? അതെ ദുശാസന, ഇതിന്റെ അടിയിലും ടൈൽസാ, ഞാൻ തൊട്ടു എന്നും പറഞ്ഞു. അത് വലിയ വിവരം, അതിന്റെ അടിയിൽ തൊട്ടിട്ടാ വരണത്. അപ്പൊ ദുശാസനൻ ചോദിച്ചു, ഏട്ടാ മുണ്ടോ ചോദിച്ചു. അപ്പം ദുര്യോധനൻ ചോദിച്ചു, അതിപ്പോ ഉണ്ടോ? എന്താ കാരണം? കീഴ്പ്പെട്ടൊരു വിവരവും ഇല്ലേ, നാട്ടുകാര് പറഞ്ഞ വിവരേ ഉള്ളൂ, വയറിത്ര വീർത്തിരിക്കല്ലേ. അവിടുന്ന് ശേഷം വേറെ പഞ്ചായത്ത് പോലെ ഒരു വിവരവും ഇല്ല. മുണ്ടൊക്കെ പോയിട്ട് നേരം കുറേ. ഈ അശ്ലീലായിട്ട് ദുര്യോധനൻ മുണ്ടും ഇല്ലാതെ ഇങ്ങനെ 6ാം മാസത്തിൽ അമ്മയുടെ മടിയിലിരിക്കുമ്പോൾ ഇരിക്കുക. യുധിഷ്ഠിര വന്നൊരു കീറിയ മുണ്ട് കൊടുത്തതൊക്കെ ചുറ്റി കൊടുത്ത്. എന്താ ദുര്യോധന നോക്കിയും കണ്ടും നടക്കണ്ടേ, വെള്ളത്തിൽ കുത്തനെ വീണപ്പോഴോ കഷ്ടം. ശരി വരും, മുണ്ടൊക്കെ ചിറ്റിയിലേ വരും. അപ്പൊ പറഞ്ഞു, അതെ യുധിഷ്ഠിരേട്ടാ, എന്റെ കിരീടം ഇവിടെ എവിടെയോ ഉണ്ട്, അത് ഞാൻ പണിക്കാരറിഞ്ഞ് വരുമ്പോൾ എടുപ്പിച്ചോളാം, അവിടെ ഉണ്ടാവും, പേടിക്കണ്ട, ഇവിടെ ഉണ്ടാവും. മുണ്ടും പോയി, സാരല്ലേ പോട്ടെ, അവിടെ വേറെ മുണ്ട് തരാമെന്നും പറഞ്ഞു ഒക്കെ കൊടുത്തു. ഏതായാലും ഒക്കെ കഴിഞ്ഞു പറഞ്ഞു, എന്നാ വരും നമുക്ക് കാപ്പി കഴിക്കുക വരും എന്നും പറഞ്ഞു. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, വലിയേട്ടാ ഇനി ചൂടുള്ളതൊന്നും വേണ്ട, കൂൾ ഡ്രിങ്ക്സ് ധാരാളം കഴിച്ചിട്ടുണ്ട് ഇവിടുന്ന് പറഞ്ഞു. കുളത്തിലെ വെള്ളമാണ് വയറ്റിലെ, ഇനി കാപ്പിയും കൂടിയേ വേണ്ട അതിന്റെ മുകളിലേക്ക്. അവിടെന്ന് പറയണ്ട. ഈ നാണും മാനൊക്കെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളൊക്കെ കൂടി ഇങ്ങനെ ചിരിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ മഹാഭാരതത്തില് പാഞ്ചാലി പരിഹസിച്ച് ചിരിച്ചു എന്ന് പലരും പറയാറുണ്ട്. പാഞ്ചാലി ദുര്യോധനെ പരിഹസിച്ച് ചിരിച്ചു എന്ന് മഹാഭാരതത്തിൽ ഇല്ല കേട്ടോ. വേറെ സ്ത്രീകളൊക്കെ പലരും കളിയാക്കി അവിടെ ഭീമസേനൻ കയ്യെ കൊട്ടി ചിരിച്ചു എന്നുണ്ട്. ഭീമസേനൻ പാഞ്ചാലിയുടെ കാര്യം പറഞ്ഞിട്ടില്ല, നമ്മളായിട്ട് അതൊക്കെ പറയാറുണ്ട്. അങ്ങനെയുണ്ട്, ഭാരതത്തിൽ അതില്ല. ഇവിടെ എന്താണ്ടായി ചോദിച്ചാൽ ഈ പരിഹാസം ആളുകളുടെ ഇടയിൽ സ്ത്രീകളൊക്കെ ചിരിക്കണതേ അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ദുര്യോധനൻ എന്ത് ചെയ്തു? അരിശ സഹിക്ക വയ്യാതെ ഊരി പിടിച്ച വളയിട്ട് അരിശത്തോടെ ഇറങ്ങി പോവുകയുണ്ടായത്. അങ്ങനെ ഉണ്ടായത്. ഇതിനാണ് ദുര്യോധന മാനഭംഗം. ദുര്യോധനന്റെ മാനഭംഗം ഉണ്ടായി, മാനം ഭംഗപ്പെട്ടു. ഈ കാലത്ത് ദ്വാരകയിൽ ഒരു വിഷമുണ്ടായി. അതായത് ശിശുപാലനെ വധിച്ചു എന്ന് കേട്ടിട്ട് ശിശുപാലന്റെ സുഹൃത്ത് സാല്വൻ എന്ന് പറഞ്ഞ ഒരുത്തൻ സൗഭം എന്നൊരു വാഹനമായിട്ട് ദ്വാരക ആക്രമിക്കാൻ വന്നു. ഭഗവാന്റെ പുത്രന്മാരൊക്കെ ഉത്സാഹിച്ചിട്ടൊന്നും നടന്നില്ല. ഒടുക്കം ഭഗവാൻ തന്നെ പോയിട്ടാണ് സൗഭം നശിപ്പിച്ച് സാല്വനെ വധിച്ചത് എന്ന് പറയും. ആ കാലത്താണ് ഈ സാല്വവധമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ മഹാഭാരത യുദ്ധം വന്നുകൂടി. ഭാരത യുദ്ധം വന്നുകൂടിയ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവന്മാരുടെ പക്ഷത്തേക്ക് ചേർന്നില്ലേ. അപ്പം ഈ ബലഭദ്രസ്വാമി പറഞ്ഞു, ഞങ്ങൾ എന്തായാലും പക്ഷം പിടിക്കാൻ ഞാനിരിക്കണില്ലേ, ഞാൻ തീർത്ഥയാത്രയ്ക്ക് പോവുകയാണെന്നും അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് പോയി പോന്ന് നൈമിഷാരണ്യത്തിൽ വന്നേ. നൈമിഷാരണ്യത്തിൽ അന്ന് സൂതൻ കഥ പറഞ്ഞു കൊടുക്കുന്ന സമയമാണ്. സൂതൻ കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം കയറി വരുന്നത്. എല്ലാവരും മഹർഷിമാരൊക്കെ എണീറ്റ് തൊഴുതു, സൂതൻ എണീറ്റ് തൊഴാൻ പറ്റിയില്ല. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു ധിക്കാരം കൊണ്ടാണ് തൊഴാത്തത്, നിരീച്ചു ദർഭയുണ്ട്, ആരെ കൊന്നു, സൂതനെ വധിച്ചു. അപ്പൊ മഹർഷിമാര് പറഞ്ഞു, അങ്ങ് ചെയ്തത് നന്നായില്ല, ഈ യജ്ഞം കഴിയുന്നത് വരെ ബ്രാഹ്മണത്വം ബ്രഹ്മത്വം കൊടുത്ത് ഇരുത്തിയ ആളാണ് ആര്? ഈ സൂതൻ. ആ സൂതനെ അങ്ങ് വധിച്ചില്ല, അതുകൊണ്ട് അങ്ങക്ക് ബ്രഹ്മഹത്യാ പാപമുണ്ട്, പരിഹാരം ചെയ്യണം എന്ന് പറഞ്ഞു. എന്താ പരിഹാരം ചെയ്യേണ്ടത് ചോദിച്ചു. ദേഹത്തെ ജീവിപ്പിക്കണം എന്നും പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ദേഹത്തെ ജീവിപ്പിക്കാൻ വിഷമൊന്നും ഇല്ല, ഇനിയിപ്പൊ അതല്ല വേണച്ച ദേഹത്തിന്റെ മകനെ ദേഹത്തിന്റെ മഹിമ കൊടുത്ത് ഇരുത്തിയാൽ മതിയോ ചോദിച്ചു. അങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ചാൽ വേദത്തിൽ അങ്ങനെ ഒരു പ്രമാണമുണ്ട്, ആത്മാവൈ പുത്രനാമാസി എന്നാണ്, താൻ തന്നെയാണ് പുത്രനായിട്ട് ജനിക്കണത് എന്നാണ് അങ്ങനെ ഒരു പ്രമാണം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയായാലും വിരോധമില്ല. ആത്മാവൈ പുത്ര ഉത്പന്ന ഇത് വേദാനുശാസനം എന്നൊക്കെയാണ് പറയുക. ആയിക്കോട്ടെ. അങ്ങനെ ഈ രോമഹർഷണൻ എന്നു പേരായ സൂതനെയാണ് കൊന്നത്. അദ്ദേഹത്തിന്റെ പുത്രൻ ഉഗ്രശ്രവസ് എന്നു പേരായ സൂതനെ അച്ഛന്റെ മഹിമ കൊടുത്ത് അനുഗ്രഹിച്ചിരുത്തി. പിന്നീട് കഥ പറഞ്ഞത് യുഗ്രശ്രവസാണെന്നാ പറയുക ഉണ്ടായത്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി അദ്ദേഹം പോകുന്നു. പല ദിക്കിലും സഞ്ചരിച്ച് പോകുന്ന സമയത്താണ് മഹർഷിമാരെല്ലാരും കൂടി വന്നിട്ട് പറഞ്ഞു, അക്കാലത്ത് വേറെയും ചില വൈഷമ്യങ്ങളൊക്കെ ഉണ്ടായി. ഈ നമ്മളിപ്പോ പറഞ്ഞില്ലേ, ദന്തവക്ത്രൻ എന്ന് പറഞ്ഞ ഒരുത്തൻ ഭഗവാന്റെ കൂടെ വന്നേർന്നു. ഈ ദന്തവക്ത്രൻ ഭഗവാന്റെ കൂടെ യുദ്ധത്തിന് വന്നു, ദന്തവക്ത്രനെയും വധിച്ചു. ദന്തവക്ത്രന്റെ കൂടെയാണ് വിദൂരഥൻ എന്ന് പറഞ്ഞ വേറെ ഒരു ദുഷ്ടം വന്നു, അവനെയും ഒന്നും വലിയ വിസ്തരിച്ച് പറയാനില്ല, ഒരു വാചകത്തിൽ പറയേ വേണ്ടു. അക്കാലത്ത്
ബലഭദ്രസ്വാമി ഇങ്ങനെ പോകുമ്പോഴാണ് മഹർഷിമാര് പറഞ്ഞു, ഇല്വലന്റെ മകൻ ബല്വലൻ എന്നു പേരായ ഒരു രാക്ഷസൻ ദുഷ്ടനായിട്ട് യജ്ഞവിഘ്നം വരുത്തണു എന്ന് പറഞ്ഞു. അവന്റെ ദുഷ്ടതയില്ലാതെ കണ്ടാക്കി അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇല്വലന്റെ മകൻ ബല്വലനെ വധിച്ച് മഹർഷിമാരെ അനുഗ്രഹിച്ച് ഈ ബലഭദ്രസ്വാമി തീർത്ഥയാത്ര ചെയ്ത് പോന്ന് കുരുക്ഷേത്രത്തിലെ തീർത്ഥങ്ങളിലേക്ക് വന്നു. ആ കുരുക്ഷേത്രത്തിലെ തീർത്ഥത്തിൽ വന്നപ്പോൾ അവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടോ, ഭാരതയുദ്ധത്തില് ഏതാണോ കാണാൻ താൻ മടിച്ചത് ആ യുദ്ധം തുടങ്ങണേയുള്ളൂ. തന്റെ ശിഷ്യന്മാര് ഭീമനും ദുര്യോധനനും കൂടി ഗദായുദ്ധം. രണ്ടാളെയും കുറെ ഉപദേശിച്ചു, രണ്ടാളും കേട്ടില്ല. അപ്പൊ ഭഗവാൻ ബലഭദ്രര് പറഞ്ഞു, നിങ്ങളുടെ പാടായി, ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞു ബലഭദ്രസ്വാമി പോവുകയും ചെയ്തു.